والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. ബഹുമാനപ്പെട്ട പണ്ഡിതന്മാരെ, സുഹൃത്തുക്കളെ, മുസ്ലിം സമൂഹത്തിൻ്റെ ഇടയിൽ ഏറെ തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കുന്നതും അനാവശ്യമായ കലഹങ്ങൾ സൃഷ്ടിക്കുന്നതുമായ പല വിഷയങ്ങളിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ് ഇന്ന് നമ്മളിവിടെ ചർച്ചക്കെടുത്തിരിക്കുന്ന ഇസ്തിഗാസ എന്ന വിഷയം. ഏറ്റവും കൂടുതൽ സംവാദങ്ങളും അതുപോലെ തന്നെ മുഖാമുഖങ്ങളും ഒക്കെ നടത്തിയ ഒരു വിഷയം എന്ന നിലക്ക് അതിനൊരു ശാശ്വതമായ ഒരു പരിഹാരം തേടിക്കൊണ്ടാണ് പലപ്പോഴും ഇതുപോലെയുള്ള ചർച്ചകൾ നമ്മൾ നടത്തുന്നത്. ഇതിലൂടെ പരസ്പരം കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സംവിധാനം ഉണ്ടായി മാറുകയാണെങ്കിൽ അത് സമൂഹത്തിൽ വളരെ ഏറെ ഉപകാരപ്രദമായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇസ്തിഗാസ എന്ന വിഷയം എല്ലാ സീമകളും ലംഘിച്ചുകൊണ്ട് മുസ്ലിം സമൂഹത്തിന്റെ ഇടയിൽ മുസ്ലിങ്ങളായ ആളുകൾ തന്നെ പരസ്പരം ശിർക്കാരോപണവും കുഫ്രാരോപണവും ഒക്കെയായി ആരോപണ പ്രത്യാരോപണങ്ങൾ സൃഷ്ടിച്ച് ബഹുദൈവ വിശ്വാസികൾക്കിടയിൽ സമൂഹത്തിന്റെ അഭിമാനം പോലും ചോദ്യം ചെയ്യുന്ന രൂപത്തിൽ കാര്യങ്ങൾ എത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ മുസ്ലിങ്ങൾക്കിടയിൽ ഒരു അഭിപ്രായ ഐക്യം ഈ വിഷയത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന രൂപത്തിൽ ഒരു ചർച്ച നടത്താനുള്ള തൗഫീക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഇതിലൂടെ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള സത്യമായി മനസ്സിലാക്കാനുള്ള തൗഫീക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ നമ്മുടെ വിഷയാവതരിപ്പിക്കല്ല, വിഷയം ഒന്ന് പറഞ്ഞു എന്ന് മാത്രം. നമ്മുടെ ഇന്നത്തെ സംവാദ വിഷയം ഇസ്തിഗാസ എന്ന വിഷയമാണ്. അതിൽ വിഷയം അവതരിപ്പിച്ചുകൊണ്ട് ഇരുവിഭാഗത്തെ പണ്ഡിതന്മാരും സംസാരിക്കും. ഓരോ വിഭാഗത്തെ പണ്ഡിതന്മാരും 20 മിനിറ്റ് വീതമാണ് വിഷയാവതരണം നടത്തുക. 4 മിനിറ്റ് ചോദ്യങ്ങൾ, 5 മിനിറ്റ് ഉത്തരം. ഇതുപോലെ 10 റൗണ്ടാണ്. അതൊക്കെ സാധാരണഗതിയിൽ നമ്മൾ മുമ്പ് നടത്തിയതുപോലെ തന്നെയാണുള്ളത്. സുന്നി പക്ഷത്തെ വാദം അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരോട് മുസ്ലിങ്ങൾ നടത്തുന്ന മറഞ്ഞ മാർഗത്തിലുള്ള സഹായം തേടി കേരളത്തിലെ സമസ്തക്കാർ നടത്തുന്ന സഹായാർത്ഥന എന്ന് പേരിട്ടാലും ഇസ്തിഗാസ പ്രാർത്ഥന എന്ന് പേരിട്ടാലും അത് ശിർക്കാണ്, അനിസ്ലാമികമാണ്. ഈ 2 വാദങ്ങളാണ് ഇന്ന് ചർച്ചക്കെടുക്കുന്നത്. ആ വിഷയം അവതരിപ്പിക്കുന്നതിന് വേണ്ടി അതിലെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ റൈസ് ഹാൻഡ് ചെയ്തിട്ടുണ്ട്. അതിനു മുമ്പ് അവരുടെ നൗഫൽ ചെർപ്പളശ്ശേരി എന്ന് പറയുന്ന മധ്യസ്ഥൻ കൂടി മൈക്കിൽ വന്നുകൊണ്ട് കാര്യങ്ങൾ വിശദീകരിക്കാനുണ്ടെങ്കിൽ വിശദീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. കേൾക്കുന്നില്ലേ? ഹലോ, കേൾക്കുന്നില്ലേ? ഹലോ ഹലോ അസ്സലാമു അലൈക്കും.
ഹലോ 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 ഇത് കേൾക്കുന്നുണ്ടോ? ഹലോ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 4 മിനിറ്റ് 37 സെക്കൻഡ് നമ്മുടെ ബഹുമാന്യനായ സുന്നിസം സംസാരിച്ചിട്ടുണ്ട്. എന്ത് തന്നെ ആയാലും ഞാൻ അത്ര തന്നെ സംസാരിക്കുന്നില്ല എങ്കിലും ആമുഖമായി കൊണ്ട് 1-2 കാര്യങ്ങൾ മധ്യസ്ഥൻ എന്നുള്ള നിലക്ക് ഉണർത്താൻ ആഗ്രഹിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് നമ്മുടെ പരിപാടി ആരംഭിക്കുകയാണ്. എനിക്ക് മധ്യസ്ഥൻ എന്നുള്ള നിലക്ക് ഇവിടെ സൂചിപ്പിക്കാനുള്ള ഒരു വിഷയ സംബന്ധമായിക്കൊണ്ട് ഒരു നിലക്കും മധ്യസ്ഥന്മാർ ഇടപെട്ടുകൊണ്ട് സമയം അതിന് നമ്മൾ ഉപയോഗപ്പെടുത്തരുത് എന്നുള്ളതാണ്. അത് പൂർണ്ണമായിക്കൊണ്ടും ചർച്ച ചെയ്യാൻ ഇരുപക്ഷത്തു നിന്നും പണ്ഡിതന്മാർ പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളത് വളരെ സന്തോഷം നൽകുന്നൊരു കാര്യം കൂടിയാണ്. ഇൻഷാ അല്ലാഹ് ഈ പരിപാടി വളരെ സുഗമമായി കൊണ്ട് നടത്തിക്കൊണ്ടു പോകുന്നതിന് വേണ്ടി അതിന്റെ സമയം, അതിന്റെ വ്യവസ്ഥകൾ ഇതിന് മാത്രം കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ് നമ്മിൽ അർപ്പിതമായിട്ടുള്ള പ്രധാനപ്പെട്ട ജോലി എന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇൻഷാ അല്ലാഹ് ആദ്യം വിഷയം അവതരിപ്പിക്കേണ്ടത് മുജാഹിദ് പക്ഷത്ത് നിന്നാണ്. 20 മിനിറ്റ് വിഷയം അവതരിപ്പിച്ചതിന് ശേഷം ആ വിഷയ സംബന്ധമായിക്കൊണ്ട് ഹലോ, ഞാൻ DC ആണോ? കേൾക്കാൻ പറ്റുന്നില്ലേ? ഓക്കെ. ആ വിഷയ സംബന്ധമായിക്കൊണ്ട് ചോദ്യങ്ങൾ മറുപക്ഷത്ത് നിന്ന് നടത്തേണ്ടതുമുണ്ട്. അത് 10 റൗണ്ടാണ്, നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. എന്തു തന്നെയായാലും ആദ്യമായിക്കൊണ്ട് വാദങ്ങൾ ഒന്ന് വായിക്കാം. മുജാഹിദ് പക്ഷത്തിന്റെ വാദം, അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരോട് മുസ്ലിങ്ങൾ നടത്തുന്ന മറഞ്ഞ മാർഗത്തിലുള്ള സഹായം തേടല് ശിർക്കല്ല എന്ന സമസ്തക്കാരുടെ വാദത്തെ ഗണ്ണിച്ചുകൊണ്ട് മൊയ്തീൻ ഷെയ്ഖെ കാക്കണേ, രക്ഷിക്കണേ, മമ്പുറത്തെ ബീവിയെ രക്ഷിക്കണേ എന്ന കേരളത്തിലെ സമസ്തക്കാർ നടത്തുന്ന സഹായ മിസ്സിംഗ് ആയിട്ടുണ്ട്. ഒരു മിനിറ്റ് ആദ്യം മുതൽ ഒന്നുകൂടി വായിക്കാം. അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരോട് മുസ്ലിങ്ങൾ നടത്തുന്ന മറഞ്ഞ മാർഗത്തിനോടുള്ള സഹായം തേടൽ ശിർക്കല്ല എന്ന സമസ്തക്കാരുടെ വാദത്തെ ഗണ്ണിച്ചുകൊണ്ട് മൊയ്തീൻ ഷെയ്ഖെ കാക്കണേ, മുനമ്പത്തെ ബീവിയെ രക്ഷിക്കണേ എന്നിങ്ങനെ കേരളത്തിലെ സമസ്തക്കാർ നടത്തുന്ന സഹായാർത്ഥന എന്ന് പേരിട്ടാലും ഇസ്തിഹാസ പ്രാർത്ഥന എന്ന് പേരിട്ടാലും അത് ഇതാ പരിപാടി നമ്മൾക്ക് ആരംഭിക്കുകയാണ്. വിഷയം അവതരിപ്പിക്കുന്നതിന് വേണ്ടി മുജാഹിദ് പക്ഷത്തെ സ്വാഗതം ചെയ്യുന്നു. ഞാൻ എടുത്തിട്ടുള്ള ടൈം ഏകദേശം എൻ്റെ അടുത്തെത്തി. ഓക്കെ, മുജാഹിദ് പക്ഷത്തെ സ്വാഗതം ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എല്ലാവർക്കും കേൾക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്
كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم قل إنما أدعو ربي ولا أشرك به أحدا قل إني لا أملك لكم ضرا ولا رشدا സ്നേഹമുള്ള സഹോദരങ്ങളെ, വിശ്വാസികളെ, അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കഴിവിൻ്റെ പരമാവധി സൂക്ഷ്മത പുലർത്തി ജീവിതം ക്രമീകരിക്കണം, ചിട്ടപ്പെടുത്തണം എന്ന് ആമുഖമായി ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ തന്നെ വളരെ പ്രാധാന്യമുള്ളതും ഈ കാലഘട്ടത്തിൽ സമൂഹത്തിന് ഏറെ ഗൗരവത്തോടുകൂടി പഠിപ്പിച്ചു കൊടുക്കേണ്ടതുമായ ഇസ്ലാമിൻ്റെ മർമ്മപ്രധാനമായ വിഷയത്തിൽ നിന്നുകൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ ചർച്ച നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനുള്ളത്. ഇസ്ലാമിക പ്രമാണങ്ങളെ മുൻനിർത്തി സത്യം സമൂഹത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്നാമുഖമായി പ്രാർത്ഥിക്കുകയാണ്. ഇരു വിഭാഗവും എഴുതിവെച്ച വാദങ്ങൾ എന്താണെന്ന് മധ്യസ്ഥന്മാരിലൂടെ നമ്മൾ കേട്ടുകഴിഞ്ഞു. അത് ഇനി ഇവിടെ ആവർത്തിക്കുന്നില്ല. ആ വാദം കേട്ട ഏതൊരാൾക്കും മനസ്സിലാകും, പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ രേഖപ്പെടുത്തിയതായ കാര്യങ്ങൾക്ക് അടിത്തറയുണ്ടോ, അടിസ്ഥാനമുണ്ടോ എന്ന് തെളിയിക്കൽ, സമൂഹത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കൽ മറുവിഭാഗത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. അതിൽ ഏതെങ്കിലും രൂപത്തിലുള്ള അപാകതയും വീഴ്ചയും വരുത്തിയാൽ ഇസ്ലാമിൻ്റെ ആദർശത്തെ വികൃതമാക്കുന്ന, മുസ്ലിം സമൂഹത്തെ തനിച്ച ഷിർക്കിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്ന വലിയ അപകടം ആ വാദത്തിൽ പതിയിരിക്കുന്നുണ്ട്, ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്ന വസ്തുത നാം ഒരിക്കലും മറന്നു കളയാൻ പാടില്ല. മുജാഹിദ് വിഭാഗം സംബന്ധിച്ചിടത്തോളം മറുവിഭാഗം എഴുതിയ വാദത്തെ ഗണ്ണിച്ചുകൊണ്ട് ഇന്ന് കേരളത്തിൽ നടക്കുന്ന മരണപ്പെട്ടുപോയ ആളുകളോട് വിളിച്ചുള്ള തേട്ടവും അവരോടുള്ള പ്രാർത്ഥനയും അത് ശിർക്കു തന്നെയാണ്. ഇസ്തിഗാസ എന്നും പ്രാർത്ഥന എന്നും ഏത് പേരിട്ടാലും അത് ശിർക്കു തന്നെയാണ് എന്ന് പ്രമാണങ്ങൾ കൊണ്ട് തെളിയിച്ചു കൊടുക്കുക എന്നതാണ്. ഇൻഷാ അല്ലാഹ് പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ സാധിക്കുന്ന രൂപത്തിൽ ആ കാര്യം സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ തയ്യാറാകും എന്ന് ഈ സന്ദർഭത്തിൽ ഉണർത്തുകയാണ്. മുസ്ലിം സമൂഹത്തിനിടയിൽ എക്കാലഘട്ടത്തിലും ഷിർക്ക് വ്യാപിപ്പിക്കുവാൻ, ഷിർക്ക് പ്രചരിപ്പിക്കുവാൻ ഒരു മറയായി സ്വീകരിച്ചു വന്ന പദമാണ് ഇസ്തിഗാസ എന്നുള്ള പദം. ഇസ്തിഗാസ എന്ന് സാധാരണക്കാർ കേൾക്കുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് ഉസ്താദെ, അല്ലെങ്കിൽ ഇസ്തിഗാസ ഏത് രൂപത്തിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, എങ്ങനെയാണ് അതിനെ ഉൾക്കൊള്ളേണ്ടത് എന്ന രൂപത്തിലുള്ള ചോദ്യങ്ങൾ തുടർച്ചയായി വരുമ്പോൾ സാധാരണക്കാർക്ക് മുമ്പിൽ അത് തുറന്ന് വിശദീകരിച്ചു കൊടുക്കാതെ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്ന, കരണം മറിയുന്ന, മറ്റു പല ദുർന്യായങ്ങളും പറഞ്ഞ് അതിനെ വളച്ചൊടിക്കുന്ന അവസ്ഥ ഇന്ന് കാണുന്ന പ്രവണതയല്ല, മുൻകാലങ്ങളിലും നിലനിന്നു പോകുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാം പഠിപ്പിച്ച പ്രാർത്ഥനയാകുന്ന ഇസ്തിഗാസ അള്ളാഹുവിനോട് മാത്രം ചോദിക്കേണ്ടതും അള്ളാഹുവിനോട് മാത്രം പറയേണ്ടതും അള്ളാഹുവിന് മാത്രം നൽകേണ്ടതുമായ ഇസ്തിഗാസ അത് എന്താണെന്ന് പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ പറഞ്ഞു കൊടുക്കാനും, എന്നാൽ അതോടൊപ്പം തന്നെ അള്ളാഹുവിൻ്റെ സൃഷ്ടികൾ തമ്മിലുള്ള ഇസ്തിഗാസ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാമിക പ്രമാണങ്ങളിലൂടെ അനുവദിച്ചു തന്ന സഹായത്തേട്ടം, ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം സമൂഹത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്ന ഉത്തരവാദിത്വം കൂടി ഈ സന്ദർഭത്തിൽ നമ്മുടെ മേലുണ്ട്.
അതും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇവിടെ സഹോദരങ്ങളെ, ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനോട് മാത്രം ചോദിക്കേണ്ടത് എന്ന് ഇസ്ലാം പഠിപ്പിച്ചത് അതിൻ്റെ പ്രമാണങ്ങളിലൂടെയാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന, ഇത് കേൾക്കുന്ന ഏതൊരു സാധാരണക്കാരനും മനഃപ്പാടമുള്ള, അവന്റെ ജീവിതത്തിൽ ഒരു ദിവസം 17 പ്രാവശ്യം ആവർത്തിച്ചു പറയുന്ന സൂറത്ത് ഫാത്തിഹയിലെ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, അല്ലാഹുവേ നിന്നെ മാത്രമാണ് ഞങ്ങൾ ആരാധിക്കുന്നത്, നിന്നോട് മാത്രമാണ് ഞങ്ങൾ സഹായം തേടുന്നത്. ഇതറിയാത്ത മുസ്ലിങ്ങൾ ലോകത്തില്ല. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ മുമ്പിൽ ഇങ്ങനെ ഒരു പ്രതിജ്ഞയെടുക്കുമ്പോൾ പ്രാർത്ഥനയാകുന്ന, ആരാധനയാകുന്ന ഇസ്തിഗാസ അത് അള്ളാഹുവിന് മാത്രം നൽകേണ്ടതാണ് എന്ന് ഉൾക്കൊള്ളുവാനും തിരിച്ചറിയുവാനും സാധിക്കേണ്ടതുണ്ട്. മഹാനായ ഇബ്നു കസീർ റഹിമഹുല്ലാഹ് ഈ ആയത്ത് വിശദീകരിച്ചപ്പോൾ അതിന്റെ വിശദീകരണത്തിൽ ചേർത്ത് വെച്ച ഒരു വാചകം ഇങ്ങനെ നമുക്ക് വായിക്കുവാൻ സാധിക്കും. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന ആയത്ത് വിശദീകരിച്ചപ്പോൾ ഫൽ അവ്വലു തബർറുഉ മിനശ് ശിർക്ക്, ഈ പ്രഖ്യാപനത്തിലൂടെ ഷിർക്കിൽ നിന്ന് വിട്ടുനിൽക്കലും, വസാനി തബർറുഉ മിനൽ ഹൗലി വൽ ഖുവ്വ വത്തഫ്വീദ് ഇലല്ലാഹി അസ്സ വജൽ, എല്ലാ കഴിവും ശക്തിയും അല്ലാഹു സുബ്ഹാനഹു വ തആലക്കാണ് എന്ന് അംഗീകരിക്കലുമാണ് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന പ്രഖ്യാപനത്തിലൂടെ, അള്ളാഹുവിന്റെ മുമ്പിൽ പറയുന്നതിലൂടെ ഒരു മുസ്ലിം, ഒരു വിശ്വാസി ഉൾക്കൊള്ളേണ്ടത് എന്ന് ഇബ്നു കസീർ റഹിമഹുല്ലാഹ് രേഖപ്പെടുത്തുകയാണ്. അതിൽ നിന്ന് കൃത്യമായി നമുക്ക് മനസ്സിലാക്കാം, ഒരാൾ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് അള്ളാഹുവിന്റെ മുമ്പിൽ പറഞ്ഞാൽ പിന്നെ ഷിർക്കിനെ കുറിച്ച് ആലോചിക്കാൻ അവന് സമയമില്ല. ഷിർക്കിലേക്ക് അവനെ എത്തിക്കുന്ന എല്ലാ കവാടങ്ങളും അടക്കുവാനുള്ള വഴി എന്താണോ അതാണ് അവൻ സ്വീകരിക്കേണ്ടത്, അതാണ് അവൻ ശ്രദ്ധിക്കേണ്ടത്. അതല്ലാതെ ദുർന്യായങ്ങളിലൂടെ, അതുപോലെ തന്നെ ദുർവ്യാഖ്യാനങ്ങളിലൂടെ ഷിർക്കിലേക്കുള്ള വഴികൾ തുറക്കുക എന്നതല്ല ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന ആയത്ത് അള്ളാഹുവിന്റെ മുമ്പിൽ പറയുന്ന ഒരു വിശ്വാസി ശ്രമിക്കേണ്ടത്. ഇവിടെ മറുഭാഗം എഴുതിയിട്ടുള്ള വാദം ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, അള്ളാഹു ഇഷ്ടപ്പെട്ട ദാസന്മാരോട് മുസ്ലിങ്ങൾ നടത്തുന്ന മറഞ്ഞ മാർഗത്തിലുള്ള സഹായം തേടൽ ഷിർക്കല്ല. ഈ വാദം ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് പറയുന്ന ഒരു മുസ്ലിം എഴുതേണ്ട വാദമല്ല. കാരണം കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ മാർഗത്തിലൂടെ, മറഞ്ഞ മാർഗത്തിലൂടെ, അദൃശ്യമായ മാർഗത്തിലൂടെ അള്ളാഹുവിന്റെ സൃഷ്ടികളെ സഹായിക്കുവാൻ കഴിവുള്ളവൻ അള്ളാഹു മാത്രമാണ്. അത് അള്ളാഹു അല്ലാത്ത ഒരാൾക്കും സാധ്യമല്ല. ഇനിയോ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന ആയത്തിലൂടെ മാത്രമല്ല, ബദർ യുദ്ധവുമായി ബന്ധപ്പെട്ട ആയത്ത് ഈ തസ്തഗീസൂന റബ്ബക്കും ഫസ്തജാബ ലക്കും അന്നി മുമിദ്ദുക്കും ബിഅൽഫിൻ മിനൽ മലായികതി മുർദിഫീൻ എന്ന ആയത്തിനെ എല്ലാവർക്കും സുപരിചിതമായ ആയത്താണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറെ പ്രയാസം നിലനിൽക്കുന്ന, ദുഃഖകരമായ സങ്കടം നിലനിൽക്കുന്ന സന്ദർഭത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് സഹായത്തിന് വേണ്ടി ചോദിക്കുന്നത്. പടച്ച റബ്ബിനോടാണ് ചോദിക്കുന്നത്. കാരണം ആ ഘട്ടത്തിൽ വിജയം നൽകുക എന്നത് ആൾബലവും അതുപോലെ തന്നെ ശക്തിയും ഉണ്ടായതുകൊണ്ട് കാര്യമില്ല. കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ മാർഗത്തിലൂടെ പടച്ച റബ്ബിന്റെ തൗഫീഖിനാൽ സഹായം ലഭിക്കേണ്ടതുണ്ട്. ഇത് അള്ളാഹുവിനോടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചത്. ഈ ആയത്ത് വിശദീകരിക്കുന്നിടത്ത് ഇമാം തബരി റഹിമഹുല്ലാഹ് തസ്തഗീസൂന റബ്ബക്കും എന്നതിന് വതദഊനഹു ലിന്നസ്ർ, സഹായത്തിന് വേണ്ടി, സഹായം ലഭിക്കുവാൻ വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു എന്നാണ് നൽകിയത്. ഫസ്തജാബ ലക്കും എന്ന ആയത്തിന് എന്ന ഭാഗത്ത് വിശദീകരിച്ചപ്പോൾ ഫഅജാബ ദുആഅക്കും, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് അള്ളാഹു ഉത്തരം നൽകി എന്നാണ്. അതുപോലെ തന്നെ തസ്തഗീസൂന റബ്ബക്കും എന്ന ആയത്തിന് നൽകിയ വിശദീകരണത്തിൽ തന്നെ ദുആഉൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥനയ്ക്ക് എന്ന് പ്രത്യേകം കാണുവാൻ സാധിക്കും. അതുപോലെ ഫസ്തജാബ ലക്കും എന്നതിന് ബിദുആഇ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വദുആഇകും മഅഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദുആയിനും നിങ്ങളുടെ ദുആയിനും അള്ളാഹു ഉത്തരം നൽകിയെന്ന് ഇമാം തബരി റഹിമഹുല്ലാഹ് കൃത്യമായി തന്നെ രേഖപ്പെടുത്തുകയാണ്. അതുകൊണ്ട് അള്ളാഹുവിനോടുള്ള ഈ ചോദ്യം, അള്ളാഹുവിനോടുള്ള ഈ തേട്ടം, ഇത് റബ്ബിനോട് മാത്രമേ ആകാവൂ എന്ന് ഇസ്ലാമിക പ്രമാണങ്ങൾ ഏറെ ഗൗരവത്തോടുകൂടി ഇലൈഹി, ഒരു മനുഷ്യന് പ്രയാസം ബാധിച്ചാൽ അവൻ അവന്റെ റബ്ബിലേക്ക് പ്രാർത്ഥിച്ചുകൊണ്ട്, റബ്ബിനോട് പ്രാർത്ഥിച്ചുകൊണ്ട്
റബ്ബിലേക്ക് മടങ്ങുമെന്നാണ് പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത്. ഈ ആയത്ത് വിശദീകരിക്കുന്നിടത്ത് ഇമാം ഖുർത്തുബി റഹിമഹുല്ലാ വൈദാ മസ്സൽ ഇൻസാന ദുർറുൻ, മനുഷ്യന് ദുർറു ബാധിച്ചാൽ ദഅ റബ്ബഹു മുനീബൻ എന്ന ആയത്ത് വിശദീകരിക്കുന്നിടത്ത് ഐ റാജിഅൻ ഇലൈഹി മുഖ്ബിതൻ മുതിഅൻ ലഹു മുസ്തഗീസൻ ബിഹി എന്നാണ്. അല്ലാഹുവിലേക്ക് മടങ്ങി അല്ലാഹുവിന് കീഴ്പ്പെട്ടുകൊണ്ട് അനുസരണയുള്ളവനായിക്കൊണ്ട് അല്ലാഹുവിനോട് സഹായം തേടി മടങ്ങുമെന്നാണ് ഇമാം ഖുർത്തുബി റഹിമഹുല്ലാ ആ ആയത്ത് വിശദീകരിക്കുന്നിടത്ത് പഠിപ്പിച്ചത്. അതുകൊണ്ട് ഈ ആയത്തിലൂടെയും പണ്ഡിതന്മാർ മനസ്സിലാക്കിയത് അല്ലാഹുവിനോടുള്ള തേട്ടം, അല്ലാഹുവിനോടുള്ള സഹായ തേട്ടം അത് പ്രാർത്ഥനയായി തന്നെയാണ് ഇസ്ലാമിക ലോകത്ത് കഴിഞ്ഞു പോയിട്ടുള്ള മുഫസ്സിറുകൾ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ആ രീതിയിലുള്ള ഇസ്ലാം പഠിപ്പിച്ച ഈ ഇസ്തിഗാസയെ, പ്രാർത്ഥനയാകുന്ന ഇസ്തിഗാസയെ, കാര്യകാരണബന്ധങ്ങൾക്ക് അതീതമായ മാർഗത്തിലുള്ള ചോദ്യത്തെ അല്ലാഹു അല്ലാത്ത അവന്റെ സൃഷ്ടികൾക്ക് വകവെച്ചു കൊടുത്താൽ അത് ശിർക്ക് തന്നെയാണ്, അതിൽ യാതൊരു സംശയവുമില്ല. അതേ രീതിയിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് നഹ്ലിൽ വമാ ബികും മിൻ നിഅമത്തിൻ ഫമിനല്ലാഹി ثم ഇദാ മസ്സകുമുൽ ദുർറു ഫഇലൈഹി തജ്അറൂൻ എന്ന ആയത്ത് വിശദീകരിക്കുന്നിടത്ത് ഇമാം തൊബരി റഹിമഹുല്ലാ പ്രത്യേകം പറയുന്നു ഫഇലല്ലാഹി തസ്റഹൂന ബിദ്ദുആഇ വതസ്തഗീസുന ബിഹി എന്നാണ്. അല്ലാഹുവിലേക്കും പ്രാർത്ഥിച്ചുകൊണ്ട് സഹായം തേടുന്നവരായി അവർ വരുമെന്നാണ്, അല്ലാഹുവിനോട് ചോദിക്കുമെന്നാണ്, അല്ലാഹുവിനെ വിളിക്കുമെന്നാണ് ഇമാം തൊബരി റഹിമഹുല്ലാ ആ ആയത്ത് വിശദീകരിക്കുന്നിടത്ത് സൂചിപ്പിച്ചത്. അതുപോലെ തന്നെ ഇമാം റാസി റഹിമഹുല്ലാ ഈ ആയത്ത് വിശദീകരിക്കുന്നിടത്ത് ഇതേ രൂപത്തിൽ തന്നെ പിന്നെ ഇമാം തൊബരി റഹിമഹുല്ലാ വിശദീകരിച്ച ആ രൂപത്തിൽ തന്നെ ആ ആയത്തിനെ വിശദീകരിച്ചായി നമുക്ക് വായിച്ചെടുക്കുവാൻ സാധിക്കുന്നു. ഇമാം റാസി റഹിമഹുല്ലാ തജ്അറൂൻ എന്ന വാചകത്തെ വിശദീകരിച്ചപ്പോൾ ഐ തർഫഊന അസ്വാതകും ബിൽ ഇസ്തിഗാസ, ഇസ്തിഗാസ ചെയ്തുകൊണ്ട് ശബ്ദം ഉയർത്തി അല്ലാഹുവിലേക്ക് മടങ്ങുമെന്നാണ്. വതതദറഊന ഇലൈഹി ബിദ്ദുആ, ദുആ ചെയ്തുകൊണ്ട് അല്ലാഹുവിന്റെ മുമ്പിൽ കീഴ്പ്പെട്ടുകൊണ്ട് പടച്ച റബ്ബിലേക്ക് അവർ മടങ്ങുമെന്നാണ്. ഒരേ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് തന്നെ ഇസ്തിഗാസ എന്നും ദുആ എന്നും പണ്ഡിതന്മാർ ഉപയോഗിച്ചുവെങ്കിൽ ഈ ആയത്തിൽ നിന്ന് പണ്ഡിതന്മാർ മനസ്സിലാക്കിയത് അല്ലാഹുവിനോട് ചോദിക്കുന്ന ഇസ്തിഗാസ അത് പ്രാർത്ഥനയായിട്ട് തന്നെയാണ്. ഇനി അതേ രീതിയിൽ എല്ലാവർക്കും സുപരിചിതമായ സൂറത്ത് ഫാത്തിറിലെ ഇൻ തദ്ഊഹും ലാ യസ്മഉ ദുആഅക്കും വലൗ സമിഉ മസ്തജാബു ലക്കും എന്ന ആയത്ത് വിശദീകരിച്ചപ്പോൾ ഇമാം ഖുർത്തുബി റഹിമഹുല്ലാ അവിടെ പ്രത്യേകം എടുത്തു പറഞ്ഞു ഇൻ തസ്തഗീസു ബിഹിം ഫിന്നവാഇബി ലാ യസ്മഉ ദുആഅക്കും, പ്രയാസങ്ങൾ നിറഞ്ഞ ബുദ്ധിമുട്ടുകളുള്ള സന്ദർഭത്തിൽ നിങ്ങൾ അവരോട് സഹായം തേടിയാൽ നിങ്ങളുടെ ദുആ അവർ കേൾക്കുകയില്ല എന്ന് ഇമാം ഖുർത്തുബി റഹിമഹുല്ലാ അതിന്റെ വിശദീകരണം ചേർത്ത് വെക്കുകയാണ്. ചുരുക്കത്തിൽ ഈ എണ്ണിപ്പറഞ്ഞ ആയത്തുകളിൽ നിന്ന് മുഴുവനും ഇസ്തിഗാസ എന്നത് അല്ലാഹുവിനോടുള്ള ആ ചോദ്യത്തെ, അല്ലാഹുവിനോടുള്ള ആ പ്രാർത്ഥനയെ, കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ മാർഗത്തിലുള്ള ആ തേട്ടത്തെ, ആ ചോദ്യത്തെ അല്ലാഹുവിന്റെ സൃഷ്ടികൾക്ക് വകവെച്ചു കൊടുക്കാം, അല്ലാഹുവിന്റെ സൃഷ്ടികളോട് ആവാം, അല്ലാഹുവിന്റെ സൃഷ്ടികളിലേക്ക് നൽകാമെന്ന് അഹ്ലുസുന്നയുടെ മുഫസ്സിറുകൾ മനസ്സിലാക്കിയിട്ടില്ല. അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന് വളരെ വിലപ്പെട്ട ഉപദേശങ്ങൾ നൽകിയപ്പോൾ ഇദാ സഅൽത ഫസ്അലില്ലാ വഇദാ ഇസ്തഗൻത ഫസ്തഗിൻ ബില്ലാ, നീ ചോദിക്കുകയാണെങ്കിൽ അല്ലാഹുവിനോട് ചോദിക്കുക, അതുപോലെ തന്നെ നീ സഹായം ചോദിക്കുകയാണെങ്കിൽ അല്ലാഹുവിനോട് ചോദിക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ആ ഹദീസിൽ നിന്ന് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു മനസ്സിലാക്കിയത് എന്താണോ അതാണ് മുസ്ലിം ഉമ്മത്ത് മനസ്സിലാക്കേണ്ടത്. ആ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം നവവി റഹിമഹുല്ലാ മനസ്സിലാക്കിയത് എന്താണോ അതാണ് മുസ്ലിം ഉമ്മത്ത് മനസ്സിലാക്കേണ്ടത്. ആ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഇസ്ലാമിക ലോകത്ത് കഴിഞ്ഞുപോയ അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ ഈ വിഷയത്തെ എങ്ങനെയാണോ മനസ്സിലാക്കിയത് ആ രൂപത്തിലാണ് മുസ്ലിം ഉമ്മത്ത് മനസ്സിലാക്കേണ്ടത്. അതിനെ വികലമാക്കുന്ന, അതിനെ വികൃതമാക്കുന്ന, അതിനെ കേടുവരുത്തുന്ന, അതിനെ ദുർവ്യാഖ്യാനിക്കുന്ന രൂപത്തിലുള്ള ഒരു ശൈലിയോ അതല്ലെങ്കിൽ ഒരു സ്വഭാവമോ ഒരു ശീലമോ ആദർശരംഗത്ത് ഒരാളും തന്നെ സ്വീകരിക്കുവാൻ പാടില്ല. ഇനി സഹോദരങ്ങളെ, കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ മാർഗത്തിലൂടെ അല്ലാഹുവിനോട് മാത്രമേ തേടുവാൻ പാടുള്ളൂ എന്ന് പഠിപ്പിച്ച രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യകാരണ ബന്ധങ്ങൾക്ക് അധീനമായ മാർഗത്തിൽ, തെളിഞ്ഞ മാർഗത്തിൽ, അതുപോലെ തന്നെ ഭൗതികമായ രൂപത്തിൽ സൃഷ്ടികൾ അവർക്ക് സാധിക്കുന്ന രൂപത്തിൽ സഹായം ചോദിക്കാം. അത് ഇസ്ലാം അനുവദിച്ചതാണ്. ഇവിടെ പലപ്പോഴും ഈ രൂപത്തിലുള്ള വാദങ്ങൾ എഴുതുമ്പോൾ
സൃഷ്ടികൾക്ക് അനുവദിച്ച വിഷയം എന്താണോ, സൃഷ്ടികൾക്ക് അനുവാദം നൽകിയിട്ടുള്ള വിഷയം എന്താണോ അതിനെ കൂട്ടിക്കുഴച്ചിട്ടാണ് ഇത്തരത്തിലുള്ള പിന്നെ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ മാർഗത്തിലൂടെയുള്ള തേട്ടത്തെ ജനങ്ങളിലേക്ക് വലിച്ചിടാൻ ഈ നമ്മുടെ നാട്ടിലുള്ള ഉസ്താദുമാർ ശ്രമിക്കാറുള്ളത്. മഹാനായ മൂസാ നബി അലൈഹിസ്സലാമയുടെ സംഭവത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഫസ്തഗാസ ഉല്ലദീ മിൻ ശിഅതിഹി, തന്റെ വിഭാഗത്തിൽപ്പെട്ട ഒരാൾ തന്നോട് സഹായം തേടി എന്നാണ്. മൂസാ നബി അലൈഹിസ്സലാമിന്റെ മുമ്പിൽ തന്റെ ശിയത്തിൽപ്പെട്ട ഒരാൾ ആക്രമിക്കപ്പെട്ടപ്പോൾ മൂസാ നബി അലൈഹിസ്സലാമയെ മുമ്പിലെത്തിയപ്പോൾ മൂസാ നബി അലൈഹിസ്സലാമയോട് എന്നെ ഒന്ന് രക്ഷിക്കണേ എന്ന സഹായം ചോദിക്കുകയാണ്. ഇനി മൂസാ നബി അലൈഹിസ്സലാമക്ക് അദ്ദേഹത്തെ രക്ഷിക്കുവാനുള്ള മനസ്സ്, അതിനുള്ള തൗഫീഖ് നൽകേണ്ടത് അള്ളാഹുവാണ്. അതിന് ആ മനുഷ്യൻ തേടേണ്ടത് പടച്ച റബ്ബിനോടാണ്. അതുപോലെ തന്നെ വജഅൽ ലീ വസീറൻ മിൻ അഹ്ലി, മൂസാ നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് ആവശ്യപ്പെട്ടു, എനിക്കൊരു വസീർ, എന്റെ കൂടെ ഒരു കൂട്ടാളി വേണ്ടതുണ്ട് എന്ന് മൂസാ നബി അലൈഹിസ്സലാം പിന്നെ അള്ളാഹുവിനോട് ആവശ്യപ്പെടുകയാണ്. ആ വസീറിൽ നിന്ന് മൂസാ നബി അലൈഹിസ്സലാമക്ക് പ്രബോധന രംഗത്ത് ലഭിക്കേണ്ട ഒരുപാട് പിന്നെ സഹായങ്ങളുണ്ട്. ആ സഹായങ്ങൾ ലഭിക്കുന്നതിനും തൗഫീഖ് നൽകേണ്ടത് അള്ളാഹുവാണ്. അതിന് ചോദിക്കേണ്ടത് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ മാർഗത്തിലൂടെയാണ്. അതുപോലെ തന്നെ വതആവനു അലൽ ബിർരി വത്തഖ്വാ, നന്മയിലും തഖ്വയിലും നിങ്ങൾ പരസ്പരം സഹായിക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു. ഒരാളെ നമുക്കൊരു 100 രൂപ കൊടുത്ത് സഹായിക്കാൻ സാധിക്കും, പക്ഷേ നമുക്ക് 100 രൂപ കൊടുക്കുവാൻ തൗഫീഖ് നൽകേണ്ടത് അള്ളാഹുവാണ്. അതിന് ആ മനുഷ്യൻ ചോദിക്കേണ്ടത് പടച്ച റബ്ബിനോടാണ്. ഏതെങ്കിലും തങ്ങളോടോ ഉയർത്തപ്പെട്ട ജാറങ്ങളിലോ അതുപോലെ തന്നെ മനുഷ്യരുണ്ടാക്കി വെച്ച കള്ള ഔലിയാക്കളിലോ കള്ള കറാമത്തുകൾ പ്രചരിപ്പിച്ച് ആളുകളെ പിന്നെ ശിർക്കിലേക്ക് കൊണ്ടുപോകുവാൻ നടത്തുന്ന പ്രവർത്തനങ്ങളിലൂടെയെല്ലാം ആ സഹായത്തിനു വേണ്ടി ചോദിക്കേണ്ടത് അത് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ മാർഗത്തിലുള്ള തേട്ടമാണ്. അത് പടച്ച റബ്ബിനോട് ചോദിക്കണം. വല്ലാഹു ഫി ഔനിൽ അബ്ദ് മാ കാനൽ അബ്ദു ഫി ഔനി അഖീഹി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഒരു അടിമ മറ്റൊരടിമയെ സഹായിക്കുമ്പോൾ അത് കറാമത്തുകൾ പൊലിപ്പിച്ചുകൊണ്ടുണ്ടാക്കുന്ന കള്ള ഔലിയാക്കന്മാരിലേക്കും വിട്ടുകൊടുത്താൽ അത് ശിർക്ക് തന്നെയാണ്, യാതൊരു സംശയവുമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കീങ്ങൾക്കും കാഫിരീങ്ങൾക്കും സംഭവിച്ച പ്രശ്നവും ഇതാണ്. ഉത്ബത്തും ഷൈബത്തും പരസ്പരം ചോദിക്കുന്ന കാര്യങ്ങൾ, അവർക്ക് പരസ്പരം ചെയ്തു കൊടുക്കാൻ കഴിയുന്ന കാര്യങ്ങൾ ഇസ്ലാം ശിർക്കായി പഠിപ്പിച്ചിട്ടില്ല. പക്ഷേ ഇബ്രാഹിം നബി അലൈഹിസ്സലാമയെയും ഇസ്മായിൽ നബി അലൈഹിസ്സലാമയെയും വിളിച്ചവർ കാര്യങ്ങൾ തേടിയപ്പോൾ, കാര്യങ്ങൾ ചോദിച്ചപ്പോൾ അത് ശിർക്കാണ്, അതുകൊണ്ട് അവർ മുശ്രിക്കീങ്ങളായി കാഫിരീങ്ങളായി എന്നും ഇസ്ലാം കൃത്യമായി തന്നെ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനാൽ സഹോദരങ്ങളെ, വിഷയത്തെ കൃത്യമായി മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഇസ്ലാം പഠിപ്പിച്ച കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ മാർഗത്തിലൂടെയുള്ള തേട്ടം, ചോദ്യം പടച്ച റബ്ബിനോട് മാത്രം. കാര്യകാരണ ബന്ധങ്ങൾക്ക് അധീനമായ മാർഗത്തിലൂടെ, ഇസ്ലാം അനുവദിച്ച മാർഗത്തിലൂടെ പരസ്പരം നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ മറ്റുള്ളതിലേക്ക് വലിച്ചിഴച്ച് ശിർക്കിലേക്ക് ആളുകളെ കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. കഴിഞ്ഞ മംഗലാപുര സംവാദത്തിന് വേണ്ടി ഈ വിഭാഗം തന്നെ എഴുതിയ വ്യവസ്ഥയിലും ഇതേ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് അവർ ശബ്ദമുയർത്തിയത്. മരണപ്പെട്ടു പോയ അമ്പിയാക്കൾ, ഔലിയാക്കൾ അവർ സൃഷ്ടികർത്താക്കളല്ല എന്ന വിശ്വാസത്തോടുകൂടി അവരോട് സഹായം തേടിയാൽ ശിർക്കാവുകയില്ല എന്നും പച്ചക്ക് എഴുതി വെക്കുകയും അതിനുവേണ്ടി വാദിക്കുകയും ഷിർക്കിന്റെ പടുകുഴിയിൽ ചെന്ന് വീഴുന്ന അവസ്ഥയും അവർക്കുണ്ടായിട്ടുണ്ട്. നമ്മെ സംബന്ധിച്ചിടത്തോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിതകാലം മുഴുവനും പുൽനബിയെ പറയുക, ഇന്നമ അദ്ഉ റബ്ബി വലാ ഉശ്രികു ബിഹി അഹദാ, എന്റെ റബ്ബിനോട് മാത്രമേ ഞാൻ പ്രാർത്ഥിക്കുകയുള്ളൂ, ആ റബ്ബിൽ ഒന്നിനെയും പങ്കു ചേർക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രഖ്യാപിച്ചുവെങ്കിൽ ആ പ്രഖ്യാപനമാണ് നമുക്ക് വേണ്ടത്. അതുപോലെ തന്നെ ഖുൽ ഇന്നി ലാ അംലികു ലക്കും ദർറൻ വലാ റഷദാ, എനിക്ക് ഒരു ഉപദ്രവത്തെയും ഒരു ഉപകാരത്തെയും കീഴ്പ്പെടുത്തുവാൻ സാധ്യമല്ല എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രഖ്യാപിച്ചുവെങ്കിൽ ആ പ്രഖ്യാപനമാണ് സഹോദരങ്ങളെ ഞാനും നിങ്ങളും ഉൾക്കൊള്ളേണ്ടത്, വിശ്വാസി ഉമ്മത്ത് ഉൾക്കൊള്ളേണ്ടത്. ആ ഒരു സന്ദേശം
ലോകത്തിന് പഠിപ്പിച്ചു കൊടുക്കാൻ, ഉണർത്തിക്കൊടുക്കുവാനും ഷിർക്കിന്റെ വഴികളിൽ നിന്നും, ഷിർക്കിന്റെ പടുകുടിയിൽ നിന്ന്, ഉയർത്തപ്പെട്ട ജാറങ്ങളിൽ നിന്നും, കള്ള ഔലിയാക്കളിൽ നിന്നും, ചൂഷണങ്ങളിൽ നിന്നും മുസ്ലിം ഉമ്മത്തിനെ നമുക്ക് രക്ഷപ്പെടുത്തേണ്ടതുണ്ട്. അതിനുവേണ്ടി ആത്മാർത്ഥമായി പണിയെടുക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇനി സുന്നി പക്ഷത്ത് നിന്ന് വിഷയം അവതരിപ്പിക്കാൻ ബഹുമാനപ്പെട്ട ജലീൽ ദാരിമി ഉസ്താദിനെ മൈക്കിലേക്ക് ക്ഷണിക്കും. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين وصلى الله وسلم على سيد المرسلين وعلى آله وصحبه أجمعين. ബഹുമാനമുള്ള സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഈ ചെയ്യുന്നത് പരിശുദ്ധ ദീനിനുള്ള ഉത്തമ ഖിദ്മത്തായി കബൂലാക്കുമാറാവട്ടെ. ഇസ്തിഗാസ ശിർക്കാണോ അല്ലയോ എന്നതാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം. സുന്നികളുടെ വാദവും എതിർപക്ഷത്തിന്റെ വാദവും നാം കേട്ടു കഴിഞ്ഞു. ഇസ്തിഗാസ ശിർക്കാണെങ്കിൽ അത് തൗഹീദിനെ ബാധിക്കുന്ന വിഷയമാണ്. അതുകൊണ്ട് തന്നെ അതർഹിക്കുന്ന ഗൗരവം നാം അതിന് കണക്കാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് വളരെ കൃത്യമായി തൗഹീദ് എന്നാൽ എന്താണെന്ന് നാം ഓരോരുത്തരും അറിഞ്ഞിരിക്കൽ വളരെ അത്യാവശ്യമാണ്. തൗഹീദ് എന്താണ് എന്നത് കൃത്യമായി മനസ്സിലാക്കുന്നിടത്ത് ചില ആളുകൾക്ക് സംഭവിച്ചു പോയ അബദ്ധങ്ങളാണ് ഇത്തരം തർക്കങ്ങളിലേക്കും പ്രശ്നങ്ങളിലേക്കും കാര്യങ്ങൾ വഴിവെച്ചത്. തൗഹീദ് എന്ന് പറഞ്ഞാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമാണ്. അഥവാ സുന്നികളെ സംബന്ധിച്ചിടത്തോളം തൗഹീദിന്റെ പേരിൽ കരണം മറിച്ചിൽ നടത്തേണ്ടുന്ന യാതൊരാവശ്യവും നമുക്ക് ഒരിക്കലും ഉണ്ടായിട്ടില്ല, ഉണ്ടാവുകയും ഇല്ല. ബഹുമാനപ്പെട്ട ആദം നബി അലൈഹിസ്സലാം മുതൽക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ എന്താണോ തൗഹീദായി പഠിപ്പിച്ചത് അത് തന്നെയാണ് എന്നും തൗഹീദ്. ഒരിക്കലും കാലത്ത് തൗഹീദായത് വൈകുന്നേരം ശിർക്കാവുകയോ വൈകുന്നേരം ശിർക്കായത് ഒരാഴ്ച കഴിയുമ്പോൾ തൗഹീദാവുകയോ അങ്ങനെ തൗഹീദിന് വേണ്ടി ഗ്രൂപ്പുകളും പ്രസ്ഥാനങ്ങളും അടിക്കടി നിർമ്മിക്കപ്പെടുകയോ ഇങ്ങനെയുള്ള ഗതികേട് ഒരിക്കലും സുന്നികളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. കാരണം തൗഹീദ് അത്രയും ഗൗരവമുള്ളതാണ്. അതുകൊണ്ടാണ് അത്രയും ഗൗരവത്തിൽ വിഷയം സൂചിപ്പിക്കുന്നത്. തൗഹീദ് എന്ന് പറഞ്ഞാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ ചുരുങ്ങിയ രൂപത്തിൽ സമയത്തിന്റെ പരിമിതി പരിഗണിച്ചുകൊണ്ട് ഞാൻ പറയുകയാണ്. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദാത്തിലും അവന്റെ വിശേഷണത്തിലും അവന്റെ പ്രവർത്തനങ്ങളിലും ഏകനാണ്. അവന്റെ ദാത്തിനോട് അവന്റെ വിശേഷണങ്ങളോട് പ്രവർത്തനങ്ങളോട് തുല്യമായ മറ്റൊന്ന് പ്രവൃത്തി വിശേഷണം മറ്റാർക്കും ഇല്ല എന്ന് നാം പറയുമ്പോൾ ഇത് വളരെ എളുപ്പമുണ്ട്. പക്ഷെ എന്താണ് പറഞ്ഞത് എന്ന് കൃത്യമായി നാം മനസ്സിലാക്കുമ്പോൾ അള്ളാഹുവിന്റെ ദാത്ത് പോലെ മറ്റൊരു ദാത്തില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ദാത്തിനെ മറ്റാരും സമ്മാനിച്ചതോ നിർമ്മിച്ചതോ അല്ല. അതുപോലെ മറ്റൊരു ദാത്ത് ഇവിടെ സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല, അല്ലെങ്കിൽ അങ്ങനെ മറ്റൊരു ദാത്ത് ഇവിടെ ഇല്ല. അള്ളാഹുവിന്റെ സിഫാത്തുകളിൽ അവൻ ഏകനാണെന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ സിഫാത്തുകളിൽ അവൻ ഏകനാണെന്ന് നാം പറയുമ്പോൾ വളരെ കൃത്യമായി മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ ഏത് തന്നെയാണെങ്കിലും അതെല്ലാം അള്ളാഹുവിന് സ്വയം നിലയിൽ ഉള്ളതാണെന്നും മറ്റാരും നൽകിയതല്ലെന്നും പൂർണ്ണമായും അത് അള്ളാഹുവിന്റെ നിയന്ത്രണത്തിൽ എന്നല്ലാതെ അള്ളാഹു അല്ലാതെ മറ്റാരുടെയും നിയന്ത്രണത്തിൽ ഉള്ളതല്ല എന്നും വളരെ കൃത്യമാണ്. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ പ്രവൃത്തികൾ അത് അള്ളാഹുവിന്റെ മാത്രം നിയന്ത്രണത്തിലുള്ളതാണ്. അള്ളാഹുവിനെ കൊണ്ട് മറ്റാരും ചെയ്യിക്കുന്നതല്ല, മറ്റാർക്കും അതിൽ യാതൊരു സ്വാധീനവും ഇല്ല. അള്ളാഹു അല്ലാത്തവരുടെ ദാത്ത് അല്ലെങ്കിൽ ജസദ് തടി അള്ളാഹു അല്ലാത്തവരെ മുഴുവനും അള്ളാഹു സൃഷ്ടിച്ചതാണ്. അള്ളാഹു അല്ലാത്തവർക്ക് എന്ത് വിശേഷണങ്ങളുണ്ടോ അതൊക്കെ അള്ളാഹു മാത്രം നൽകിയതാണ്. അത് അള്ളാഹുവിന്റെ പരിപൂർണമായ നിയന്ത്രണത്തിലുള്ളതുമാണ്. മറ്റുള്ളവർ എന്ത് പ്രവൃത്തി നടത്തുന്നോ അതൊക്കെയും അള്ളാഹുവിന്റെ നിയന്ത്രണത്തിലാണ്. അള്ളാഹു ഇഷ്ടമുണ്ടെങ്കിൽ അത് പ്രവർത്തിപ്പിക്കും, ഇല്ലെങ്കിൽ ഇല്ല. അത് ഭൗതികമായാലും അഭൗതികമായാലും. പിന്നെ അള്ളാഹുവിന്റെ വിശേഷണങ്ങളെ പോലെ വിശേഷണങ്ങൾ മറ്റാർക്കും ഇല്ല എന്ന് പറഞ്ഞാൽ ഉദാഹരണമായി അള്ളാഹുവിന് കാഴ്ചയുണ്ട്, കേൾവിയുണ്ട്, ഇൽമുണ്ട് എന്ന് വെച്ചാൽ അള്ളാഹുവിന് മാത്രമേ കേൾവിയുള്ളൂ, അള്ളാഹുവിന് മാത്രമേ കാഴ്ചയുള്ളൂ എന്ന് മനസ്സിലാക്കുന്നത് അബദ്ധമാണ്. അള്ളാഹു അല്ലാത്തവർക്ക് കാഴ്ചയുണ്ട്, കേൾവിയുണ്ട്. പക്ഷേ അള്ളാഹുവിന്റെ കേൾവി അള്ളാഹുവിന് സ്വയം നിലയിൽ ഉള്ളതാണ്. അള്ളാഹു അല്ലാത്തവർക്ക് കേൾവിയുണ്ട്, അള്ളാഹു നൽകിയത് മാത്രമാണ്. ഇതാണ് വ്യത്യാസം. എന്നല്ലാതെ ഭൗതികമാണെങ്കിൽ അള്ളാഹുവിനും അല്ലാത്തവർക്കും ഉണ്ട്, അഭൗതികമാണെങ്കിൽ അള്ളാഹുവിന് മാത്രമുണ്ട് എന്നത് മുസ്ലിം ഉമ്മത്തിന് പരിചയമുള്ള വ്യത്യാസമല്ല, ഒരിക്കലും ഇല്ല. സർവവും അള്ളാഹുവിന് മാത്രം ഉള്ളതാണെന്ന് വിശ്വസിച്ചു കൊള്ളണം. അള്ളാഹുവിന്റെ നിയന്ത്രണത്തിൽ മാത്രമാണ് എന്തും ഏതും എന്ന് വിശ്വസിക്കലാണ് യാതൊരു കറയും പുരള
തൗഹീദ് എന്ന് പറഞ്ഞാൽ. ഇക്കാര്യം വളരെ കൃത്യമായി പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഇഖ്ലാസിലും മറ്റും നമ്മെ പഠിപ്പിച്ചു. ഖുൽ ഹുവല്ലാഹു അഹദ്, അല്ലാഹുവിന്റെ ഏകത്വം പറഞ്ഞിട്ട് അല്ലാഹു അത് സ്ഥിരീകരിക്കുന്നത് അല്ലാഹു സമദ്, അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വയം പര്യാപ്തതയുള്ളവനും അല്ലാഹു അല്ലാത്തവരൊക്കെയും എന്തും പൂർണ്ണ അർത്ഥത്തിൽ അല്ലാഹുവിലേക്ക് പരിപൂർണമായും ആശ്രയിച്ചു നിൽക്കുന്നവരുമാണ്. അല്ലാഹുവിന് മറ്റൊന്നിലേക്കും ആശ്രയമില്ല എന്നാണല്ലോ ആ പറഞ്ഞത്. അതുകൊണ്ട് അതാണ് തൗഹീദ്. ഈ തൗഹീദ് തന്നെയാണോ നമ്മുടെ മറുപക്ഷവും വിശ്വസിച്ചു വരുന്നത് എങ്കിൽ പിന്നെ ഇതിൽ മാറ്റത്തിന് വകയില്ല. 60-70 കൊല്ലക്കാലം പറഞ്ഞു നടന്ന തൗഹീദ് പിന്നെ ശിർക്കായ കാര്യങ്ങൾ പിന്നീട് തൗഹീദാക്കുകയും അങ്ങനെ മാറ്റത്തിരുത്തലുകൾ തുടർന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഇപ്പോ അവസാനം നമ്മുടെ മുന്നിൽ വന്നിട്ടുള്ള ഈ വിഭാഗം തൗഹീദ് തിരുത്തി അവരെ ഇറക്കിയ ആൾ കോടി വലിച്ചു. ഇപ്പൊ പുതിയ തൗഹീദിന്റെ പണിപ്പുരയിലാണ് എന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. വിഷയത്തിന്റെ ഗൗരവം ഉള്ളത് കൊണ്ടാണ് ഇത്രയും കാര്യമായി എതിർത്ത് പറയുന്നതെന്ന് മാത്രം, വേറെ വിരോധമൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഇക്കാര്യം വളരെ കൃത്യമായി പരിശുദ്ധ ഖുർആൻ മറ്റൊരു സ്ഥലത്തും പറഞ്ഞത് കാണാൻ കഴിയും. യൂലിജുൽ ലൈല ഫിൻ നഹാരി വയൂലിജുൻ നഹാറ ഫിൽ ലൈലി വസഖറ ശംസ വൽ ഖമർ കുല്ലു യജ്രി ലി അജ്ലിൻ മുസമ്മ ദാലികുമുല്ലാഹു റബ്ബുക്കും ലഹുൽ മുൽക്ക് എന്ന് പറയുന്നു അല്ലാഹു തആല. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവർത്തികൾ എണ്ണി പറഞ്ഞുകൊണ്ട് അല്ലാഹു പറയുന്നു ദാലികുമുല്ലാഹു റബ്ബുക്കും, ആ പറഞ്ഞവനാണ് നിങ്ങളുടെ ഏകനായ റബ്ബ്, ലഹുൽ മുൽക്കു, അവനാണ് പരമമായ പൂർണ്ണ അധികാരം, സർവ്വത്തിന്റെയും പരമമായ അധികാരം അവന് മാത്രം ഉള്ളതാണ്. അത് അംഗീകരിക്കണം. എന്തിന്റെയും പൂർണ്ണമായ പരമമായ അധികാരം അള്ളാഹുവിന് മാത്രം ഉള്ളതാണെന്ന് അങ്ങോട്ട് അംഗീകരിച്ചു കൊടുക്കുമ്പോഴേ റബ്ബിന്റെ റുബൂബിയ്യത്തിന്റെ തൗഹീദിനെ അംഗീകരിക്കലാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ വല്ലദീന തദ്ഊന മിൻ ദൂനിഹി മാ യംലികൂന മിൻ ഖത്മീർ, അല്ലാഹു അല്ലാതെ ഇവിടെ ആരാധിക്കപ്പെടുന്ന എന്ത് വസ്തുക്കളുണ്ടോ അവയ്ക്കൊന്നും ഈത്തപ്പഴ കുരുവിന്റെ പുറമെ ഉള്ള പാടയെപ്പോലും ഉടമസ്ഥത അവർക്കില്ല എന്ന് അല്ലാഹു കൃത്യമായി എടുത്തു പറയുന്നു. ഇത്രയും നിസ്സാരപ്പെട്ട ഒരു സാധനം അള്ളാഹു ഇവിടെ എടുത്ത് അവർക്ക് അതിന്റെ അധികാരം പോലും ഉടമസ്ഥത പോലും ഇല്ല എന്ന് പറഞ്ഞത് വെറുതെ ആവാൻ പറ്റില്ല. അഥവാ അങ്ങനെ എന്തെങ്കിലും നിസ്സാരപ്പെട്ട എന്തെങ്കിലും ഒരു സാധനം പോലും അള്ളാഹു അല്ലാത്തവർക്ക് ഉടമസ്ഥത ഉണ്ട് എന്ന് വിശ്വസിച്ചു കഴിഞ്ഞാൽ റുബൂബിയത്തിലെ തൗഹീദിൽ പങ്കു ചേർക്കലാണ്, അള്ളാഹു അല്ലാത്തവരെ റബ്ബാക്കി മാറ്റലാണ്. ആ റബ്ബാക്കി മാറ്റുകയാണ് ഇവിടെ മറ്റുള്ള ആ വസ്തുക്കൾ ആരാധിക്കുന്നവർ ചെയ്യുന്നത്. ഇതിനെ റദ്ദ് ചെയ്യുന്നതിന് വേണ്ടിയാണ് അള്ളാഹു അത് പറയുന്നത്. അതിന്റെ ശേഷമാണ് അള്ളാഹു പറഞ്ഞത് ഇൻ തദ്ഉഹും ലാ യസ്മഉ ദുആഅക്കും വലൗ സമിഉ മസ്തജാബു ലക്കും, നിങ്ങൾ അവരോട് നിങ്ങൾ ആരാധിക്കുകയോ പ്രാർത്ഥിക്കുകയോ എന്ത് ചെയ്താലും അതൊന്നും അവർ കേൾക്കുകയില്ല തുടങ്ങുന്ന ആയത്ത് അള്ളാഹു പറയുന്നത് ഇതിന്റെ ശേഷമാണ്. ആ ആയത്ത് മനസ്സിലാക്കുമ്പോ അതിന്റെ തൊട്ട് മുമ്പുള്ള ആയത്ത് കൃത്യമായൊന്ന് അങ്ങോട്ട് പഠിച്ചതിന്റെ ശേഷം ഇൻ തദ്ഉഹും ലാ യസ്മഉ ദുആഅക്കും എന്ന ആയത്ത് മനസ്സിലാക്കുകയാണെങ്കിൽ അബദ്ധം സംഭവിക്കാൻ യാതൊരു വഴിയുമില്ല. ആയത്തുകൾ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് എന്ന് കൂട്ടത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നെ ഇക്കാര്യം തന്നെയാണ് അവരവരുടെ ആരാധ്യ വസ്തുക്കൾക്ക് അധികാരങ്ങൾ ഉണ്ടായിരുന്നു എന്നും അവരുടെ തൽബിയത്തിൽ അവർ പറഞ്ഞിരുന്നു തംലിക്കുഹു വമാ മലക് ഇല്ലാ ശരീക്കൻ, നിനക്ക് ചില കൂറുകാരുണ്ട്, അവർ നിന്റെ ഉടമസ്ഥതയിലാണെന്ന് പറയുന്നതോടൊപ്പം വമാ മലക, അവർക്ക് ഉടമസ്ഥത ഉണ്ട്. സുബ്ഹാനഹു വ തആല വല്ലദീന തദ്ഊന മിൻ ദൂനിഹി മാ യംലികു ഖിത്മീർ, ഖിത്മീറിന്റെ അർഹത പോലും ഉടമസ്ഥത പോലും അവർക്കൊന്നും ഇല്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിച്ചത്. അതുകൊണ്ട് തന്നെ ഇവിടെ അള്ളാഹു അല്ലാത്ത മറ്റ് ഏതെങ്കിലും ഒരു വസ്തുവിന് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഉടമസ്ഥത അധികാരം ഉണ്ട് എന്ന് വിശ്വസിച്ചാൽ, അർഹത ഉണ്ടെന്ന് സ്വയം നിലയിൽ ഉണ്ടെന്ന് വിശ്വസിച്ചാൽ അത് അവരെ റബ്ബാക്കലാണ്. ആ വസ്തുവിൽ റുബൂബിയത്ത് ആരോപിക്കലാണ്. അള്ളാഹു അല്ലാത്തവരെ റുബൂബിയത്ത് ആരോപിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ മാത്രം അർഹതയായ തൗഹീദുർ റുബൂബിയത്തിൽ കളങ്കം വന്നുപോയി, ശിർക്ക് വന്നുപോയി. ഇങ്ങനെ റുബൂബിയത്ത് ആരോപിക്കപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ആ വസ്തുവിന് വേണ്ടി എന്ത് പ്രവർത്തിക്കപ്പെടുന്നതും അതിന് നൽകുന്ന ആരാധനയായിരിക്കും. എന്ത് പ്രവർത്തിക്കുന്നതും അത് പ്രാർത്ഥിച്ചു കൊള്ളണമെന്നില്ല. അത് ഭൗതികം അഭൗതികം കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതം അധീനം എന്നിങ്ങനെ വ്യത്യാസമൊന്നുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതറിയില്ലേ, വമാ കാന സ്വലാത്തുഹും ഇൻദൽ ബൈത്തി ഇല്ലാ മുകാഅൻ വതസ്ദിയ, അവർ ശൂളയിട്ടപ്പോ അവർ കൈകൊട്ടിയപ്പോ അവരുടെ ദൈവങ്ങൾക്ക് നൽകിയ ആരാധനയാണെന്ന് റബ്ബ് പറഞ്ഞത്. എന്താ കാര്യം? നമ്മൾ കൈകൊട്ടുമ്പോൾ ആരാധനയാകുന്നില്ല. എന്താ കാര്യം? അവരവരുടെ റബ്ബ് അവരുടെ ആരാധ്യ വസ്തുക്കളിൽ റുബൂബിയത്ത് സ്വയം നിലയുള്ള ചില അർഹതകൾ അവരാരോപിച്ചു. അതുകൊണ്ട് തന്നെ
തന്നെ അവർ അവർക്ക് വേണ്ടി അർപ്പിക്കുന്നതെന്തും ആരാധനയായി മാറി. ഇത് ആരോപിക്കാത്തിടത്തോളം കാലം അത് ആരാധനയായി മാറുകയും ഇല്ല. ഇതാണ് വ്യത്യാസം. ഇതിൽ നിന്ന് ഞാൻ പറഞ്ഞു വരുന്നത്, മക്ക മുശ്രിക്കുകൾ ഇറക്കപ്പെട്ട ആയാത്തുകൾ മുസ്ലിം ഉമ്മത്തിനെ മുശ്രിക്കാക്കുന്നതിന് വേണ്ടി, മക്ക മുശ്രിക്കുകളെ വെള്ളപൂശുന്നതിന് വേണ്ടി വെള്ളപൂശിയും കൊണ്ട് ഇവിടെ നമ്മുടെ മറുവിഭാഗം ആളുകൾ, അത് ഏത് ഗ്രൂപ്പായാലും നമുക്ക് വിരോധമല്ല, ഈ വിഭാഗം ഒക്കെയും മക്ക മുശ്രിക്കുകൾ റുബൂബിയ്യത്തിന്റെ തൗഹീദിനെ അംഗീകരിച്ചവരും വിശ്വസിച്ചവരും അതിലവർക്ക് തർക്കമേ പ്രശ്നമേ ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞ് ജനങ്ങളെ വഞ്ചിക്കുന്ന ഒരു സ്വഭാവം സാധാരണയായി നടന്നു വരാറുണ്ട്. ഒരിക്കലും അത് തെറ്റാണ്, ഒരിക്കലും അത് ശരിയല്ല. റുബൂബിയത്തിൽ ശിർക്ക് വെച്ചവരായിരുന്നു എന്നത് നാം വളരെ കൃത്യമായി അടിവരയിട്ടുകൊണ്ട് ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. പിന്നെ മറ്റൊരു വിഷയം, അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി നാം എന്തും അർപ്പിക്കുന്നത് അതെല്ലാം അള്ളാഹുവിന് വേണ്ടി മാത്രമുള്ളതാണ്. അള്ളാഹുവിന്റെ റസൂലിനെ നാം മഹബ്ബത്ത് ചെയ്യുന്നുവെങ്കിൽ അള്ളാഹുവിന് വേണ്ടി മാത്രം, അള്ളാഹുവിന്റെ റസൂലിനെ നാം തആത്ത് ചെയ്യുന്നുവെങ്കിൽ അള്ളാഹുവിന് വേണ്ടി മാത്രം. അതുകൊണ്ട് തന്നെ അഖ്സാ ഗായത്തിൽ ഖുളൂഇ വതദല്ലുലി എന്ന ഇബാദത്തിന്റെ പരിധിയിൽ അതൊന്നും വരികയില്ല എന്നത് വളരെ കൃത്യമായി കൂട്ടത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഇവിടെ സുന്നി പക്ഷത്തിന്റെ വാദമായി എഴുതിയിട്ടുള്ളത് വളരെ വ്യക്തമാണ്. അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരോട് മുസ്ലിങ്ങൾ നടത്തുന്ന മറഞ്ഞ മാർഗത്തിലുള്ള സഹായത്തട്ടം, മറഞ്ഞ മാർഗത്തിൽ എന്ന് ഇവിടെ എഴുതാൻ കാരണം അല്ലാത്ത മാർഗത്തിലുള്ള വിഷയത്തെ ഇവിടെ വിഭാഗത്തിന് തർക്കമില്ല, അതുകൊണ്ട് അങ്ങനെ എഴുതിയെന്ന് മാത്രം. സുന്നികളെ സംബന്ധിച്ചിടത്തോളം മറഞ്ഞ മാർഗത്തിലായാലും തെളിഞ്ഞ മാർഗത്തിലായാലും ഈ മാനദണ്ഡം വെച്ചുകൊണ്ട്, അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരോട് എന്ന മാനദണ്ഡം വെച്ചുകൊണ്ട്, അഥവാ അവർ അള്ളാഹുവിന്റെ പരിപൂർണമായ അടിമകളാണ്, അള്ളാഹുവിന്റെ ഉടമസ്ഥതയിലുള്ളവരാണ് എന്ന മാനദണ്ഡത്തിൽ നിന്നുകൊണ്ട് ആ സഹായത്തേട്ടം തേടുന്നത് അത് ശിർക്കല്ല എന്ന കാര്യം ആണ് നമ്മുടെ വാദം. എതിർ വിഭാഗത്തിന്റെ വാദം വായിക്കുകയാണെങ്കിൽ എന്റെ സമയമൊക്കെ നഷ്ടപ്പെട്ടു പോകും, ഞാൻ അങ്ങോട്ട് കടക്കുന്നില്ല. ഏതായാലും പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല സർവ്വത്തിന്റെയും ഖാലിഖാണ്. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഇഷ്ടദാസന്മാർക്ക് ചില അധികാരങ്ങൾ അല്ലെങ്കിൽ ചില കാരണങ്ങൾ നൽകുന്നു. കാരണങ്ങൾ എന്ന് പറയുന്നത് ഭൗതികവും അഭൗതികവും ഉണ്ട്. കാരണങ്ങൾ ഭൗതികവും അഭൗതികവുമുണ്ട്. ഭൗതിക കാരണങ്ങൾ മാത്രമേ ഇവിടെ ഉള്ളൂ എന്ന് പറയുന്നത് വസ്തുതക്ക് നിരക്കാത്തതാണ്. കാരണങ്ങൾ ഉണ്ടായാൽ കാര്യം നേടാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല കാരണങ്ങളെ നിശ്ചയിച്ചു. കാരണങ്ങളെ അവലംബിക്കുമ്പോൾ കാര്യങ്ങൾ നേടുക എന്നത് സാധാരണഗതിയിൽ അല്ലാഹു നിശ്ചയിച്ചത് പ്രകാരം സംഭവിക്കുന്നു. കാരണങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൗതികമായും അഭൗതികമായും ഇവിടെ അല്ലാഹു തആല നിശ്ചയിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ദുൽഖർനൈനി റളിയല്ലാഹു അൻഹുവിന് അല്ലാഹു സുബ്ഹാനഹു വ തആല മശ്രിഖ് മഗ്രിബ് അടക്കി ഭരിച്ചയാളാണ്. അതുകൊണ്ടാണ് ദുൽഖർനൈനി എന്ന് പേര് വന്നത് എന്ന് പോലും പറയപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സാധാരണ ഏതാനും കിലോമീറ്ററുകൾ ഭരിക്കുന്ന ആൾക്കുണ്ടാകുന്ന കാരണങ്ങൾ പോരാ, അദ്ദേഹത്തിന് ധാരാളം അർഹമായ ആവശ്യമായ കാരണങ്ങളൊക്കെയും അല്ലാഹു തആല കീഴ്പ്പെടുത്തി കൊടുത്തു. വാതൈനാഹു മിൻ കുല്ലി ഷൈഇൻ സബബ, എല്ലാ ആവശ്യമായ കാര്യങ്ങൾക്കും വേണ്ടുന്ന സബബുകൾ നാം നൽകി. ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹിസ്സലാം ഇപ്രകാരം തന്നെ വഊതീനാ മിൻ കുല്ലി ഷൈഇൻ, ആവശ്യമുള്ള സബബുകളൊക്കെ ഞങ്ങൾക്ക് നൽകപ്പെട്ടു എന്നവരും പറഞ്ഞു. അതുകൊണ്ട് തന്നെ കാരണങ്ങളെ അവലംബിക്കുമ്പോൾ കാര്യങ്ങൾ നേടുക എന്നത് അള്ളാഹു നിശ്ചയിച്ച കാര്യമാണെങ്കിൽ, കാരണങ്ങളിൽ ഭൗതികവും അഭൗതികവും ഉണ്ടെങ്കിൽ ആ ഭൗതികമായ അല്ലെങ്കിൽ അഭൗതികമായ കാരണങ്ങളെ അവലംബിക്കുമ്പോൾ അവരുദ്ദേശിച്ച കാര്യങ്ങൾ അവരുദ്ദേശിക്കുമ്പോൾ അള്ളാഹുവിന്റെ സമ്മതപ്രകാരം അവർക്ക് നേടാൻ സാധിക്കുന്നു എന്നത് വളരെ കൃത്യമാണ്. അഥവാ മുഅ്ജിസത്ത് കറാമത്തുകൾ അവരുടെ കൈക്ക്, അമ്പിയാക്കളുടെയും മൗലിയാക്കളുടെയും കൈക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രകടമാക്കുന്നു. പക്ഷേ അതിൽ അവർക്ക് യാതൊരു പങ്കും അവരറിയുക തന്നെയില്ല, അവരറിയാതെ അല്ലാഹു അതങ്ങോട്ട് ഒളിവാക്കുകയാണ് എന്ന് പറയാൻ വേണ്ടി പലരും ശ്രമിക്കാറുണ്ട്, ഇസ്തിഗാസയെ നിഷേധിക്കാൻ വേണ്ടി. അതും തെറ്റാണ്. അവരുടെ ആവശ്യമുണ്ടാകുന്ന സമയത്ത് അല്ലാഹുവിന്റെ ഇതിന് പ്രകാരം അവർ നൽകിയ കാരണങ്ങളെ അവലംബിക്കുമ്പോൾ അവരുദ്ദേശിക്കുമ്പോൾ കറാമത്തിനെ ഒളിവാക്കാൻ, മുഅ്ജിസത്തിനെ ഒളിവാക്കാൻ അവർക്ക് സാധിക്കുന്നു. അതും വളരെ കൃത്യമാണ്. ആ രണ്ടാമത്തെ അടിസ്ഥാനവും ഞങ്ങൾ ഇവിടെ ആധികാരികമായി പൊളിക്കുകയാണ്, വളരെ കൃത്യമായി ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഹദീസ് എതിർ വിഭാഗം ഇവിടെ ഓതിക്കേട്ടു. അല്ലാഹു ഫി ഔനിൽ അബ്ദി മാദാമൽ അബ്ദു ഫി ഔനി അഖീഹി എന്ന് പറഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിലെ അടിസ്ഥാനപരമായ ഒരു നിലപാടാണത്. അതായത് കഴിയുന്ന വിധം തന്റെ സഹോദരനെ സഹായിക്കുക എന്നത്. ചിലർക്ക് ഭൗതിക കാരണങ്ങൾ കൊണ്ട് സഹായിക്കാൻ കഴിയും, ചിലർക്ക് അഭൗതിക കഴിവുകളെ കൊണ്ട് സഹായിക്കാൻ കഴിയും. അതൊക്കെ ദീനിൽ സ്ഥിരപ്പെട്ട കാര്യങ്ങളാണ്. ആ കാരണങ്ങൾ വിവിധ തരത്തിലുണ്ട്, വിവിധ
തരത്തിലുണ്ട്. ഔലിയാക്കൾക്കും അമ്പിയാക്കൾക്കും അവരുടെ കറാമത്തുകൾ അഭൗതിക മാർഗത്തിലൂടെ സബബുകളിലൂടെ അള്ളാഹു അവർക്ക് ഒളിവാക്കുമ്പോ അത് അർഹമായ ആളുകൾക്ക്, ആവശ്യമുള്ളവർക്ക്, ആ മുഅ്മിനീങ്ങൾക്ക് അതിന്റെ സഹായം നൽകുക എന്നത് ദീനിൽ സ്ഥിരപ്പെട്ട കാര്യമാണ്. അതൊക്കെ മഹാന്മാരായ ആളുകൾ അംഗീകരിച്ചു വന്ന വിഷയങ്ങളുമാണ്. അതുകൊണ്ടാണല്ലോ കുന്തു സമ്മഉ അല്ലദീ യസ്മഉ ബിഹി വബസറഹു അല്ലദീ യുബ്സിറു ബിഹി, അവൻ കാണുന്ന കണ്ണും കയ്യും കാലും കാതും ഞാനായിരിക്കുമെന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ അത്തരം വിഷയങ്ങളിലൊന്നും യാതൊരു സംശയത്തിനും ഇടയില്ല. അത്തരം ആളുകൾ ഒരു വാക്ക് പറഞ്ഞാൽ ചിലപ്പോൾ മതിയാകും, ചിലപ്പോൾ അവർ ദുആ ചെയ്തിട്ടായിരിക്കും, ചിലപ്പോൾ അവരുടെ ഒരു വാക്ക് മതിയാകും, ചിലപ്പോൾ അവർ ഉദ്ദേശിച്ചാൽ മതിയാകും. അത്തരക്കാരായ ആളുകൾക്ക് അള്ളാഹു അനുവദിച്ച കഴിവുകൊണ്ട് അല്ലെങ്കിൽ സബബുകളെ ഉപയോഗപ്പെടുത്തിയും കൊണ്ട് അവർ സഹായിക്കുമെന്ന് വിശ്വസിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. അതെല്ലാം സൃഷ്ടാവ്, എന്തിന്റെയും സൃഷ്ടാവ് അള്ളാഹു മാത്രമാണ്, സർവത്തിന്റെയും ഉടമസ്ഥൻ അള്ളാഹു മാത്രമാണ്, എല്ലാം അള്ളാഹുവിന്റെ പരിപൂർണമായ നിയന്ത്രണത്തിലും മാത്രമാണ്. അള്ളാഹു അല്ലാത്തവർ എന്ത് തന്നെയാണെങ്കിലും ആര് തന്നെയാണെങ്കിലും അതൊക്കെയും ഭൗതികമായാലും അഭൗതികമായാലും ഒക്കെയും അള്ളാഹുവിന്റെ പരിപൂർണമായ നിയന്ത്രണത്തിലും അള്ളാഹു അനുവദിച്ചത് പ്രകാരവും മാത്രമേ സംഭവിക്കൂ എന്നാണ് വിശ്വസിക്കേണ്ടത്. അല്ലാതെ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമാണെങ്കിൽ അത് നമുക്കൊക്കെയുണ്ട്, കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമാണെങ്കിൽ അത് അള്ളാഹുക്ക് മാത്രം അധീനമാണെങ്കിൽ നമുക്കുണ്ട് എന്നിങ്ങനെ തുടങ്ങിയുള്ള വാദമുഖങ്ങളൊക്കെ ശരിക്കും യഥാർത്ഥത്തിൽ പറഞ്ഞാൽ വസ്തുതക്ക് നിരക്കാത്തതാണ്. അതൊക്കെ തൗഹീദിൽ കറ പുരട്ടുന്ന അബദ്ധകരമായ വാദങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഞാൻ കൂട്ടത്തിൽ വളരെ പരിമിതമായ സമയത്തിനുള്ളിൽ കാര്യങ്ങൾ പറഞ്ഞു തീർക്കണമല്ലോ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന ആയത്ത് ഓതിയും കൊണ്ട് 17 പ്രാവശ്യം നാം ഓതാറുണ്ടല്ലോ എന്ന് വിഷയാവതരണത്തിൽ കേട്ടു. ശരിയാണ്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന ആ ആയത്ത് ഓതിയും കൊണ്ട് ഇബ്നു കസീറിന്റെ ഇബാറത്ത് വായിച്ചുകൊണ്ട് അർത്ഥം വെക്കുന്നത് കേട്ടു. ഇബ്നു കസീർ പറഞ്ഞതൊന്നും കൂടി അങ്ങോട്ട് തുടർന്ന് വായിക്കാമല്ലോ. അല്ലാഹു ബഹുമാനപ്പെട്ടവർ പറയാ, ഫൽ അവ്വലു തബർറുഉ മിനശ് ശിർകി വസ്സാനി തബർറുഉ മിനൽ ഹൗലി വൽ ഖുവ്വതി വത്തഫ്വീദു ഇലല്ലാഹി അസ്സ വജല്ല. രണ്ടാമത് ഇയ്യാക നസ്തഈൻ എന്ന് പറഞ്ഞത് അല്ലാഹുവിന്റെ മേൽ പൂർണ്ണമായും തവക്കുലാക്കുന്നു, അല്ലാഹുവിന്റെ മേൽ ഭാരം ഏൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. അത് ഭൗതിക കാര്യത്തിലാണെങ്കിലും അഭൗതിക കാര്യത്തിലാണെങ്കിലും എല്ലാ കാര്യത്തിലും പൂർണ്ണമായും റബ്ബിന്റെ മേൽ ഭാരമേൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. അഭൗതിക കാര്യത്തിൽ ഇയ്യാക നസ്തഈൻ പടച്ചോനെ നിന്നോട് ഞങ്ങൾ ചോദിക്കുന്നു, ഭൗതിക കാര്യത്തിന് കാര്യം ഞങ്ങൾ നോക്കിക്കോളാം എന്ന അർത്ഥം വെക്കുന്നത് ഇബ്നു കസീർ നൽകിയ അർത്ഥമല്ല, സർവ്വ കാര്യങ്ങളിലുമെന്നാണ് മഹാന്മാരായ മുഫസ്സിറുകൾ, ഇമാം ത്വബരി അടക്കം മഹാന്മാരായ മുഫസ്സിറുകളൊക്കെയും പറഞ്ഞത്. ഇബ്നു കസീർ തുടർന്ന് പറഞ്ഞിട്ടുണ്ട്, ഇത് അല്ലാഹു പറഞ്ഞതുപോലെയാണ്. ഇയ്യാക നഅ്ബുദു എന്ന് പറഞ്ഞത് ഫഅബ്ദുഹു എന്ന് പറഞ്ഞതുപോലെയാണ്. വതവക്കൽ അലൈഹി എന്ന് പറഞ്ഞത് ഇയ്യാക നഅ്ബുദു എന്ന് പറഞ്ഞതിന്റെ അർത്ഥമാണെന്ന് ഇബ്നു കസീർ വളരെ കൃത്യമായി പറഞ്ഞു. ഇതിൽ ഭൗതികവും അഭൗതികവുമൊന്നുമില്ല, എല്ലാ കാര്യത്തിലും പൂർണ്ണമായും റബ്ബിന്റെ മേൽ മാത്രമാണ് ഏൽപ്പിക്കുന്നത് എന്നാണ് ആ ആയത്തിന്റെ അർത്ഥമെന്നാണ് മഹാനായ ഇബ്നു കസീർ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉമ്മത്തിനെ പഠിപ്പിച്ചു, വമാ അർസൽനാ മിർ റസൂലിൻ ഇല്ലാ ലിയുതഅ ബിഇذനില്ലാഹ് വലൗ അന്നഹും യളമു അൻഫുസഹും ജാഊക ഫസ്തഗ്ഫിറുല്ലാഹ വസ്തഗ്ഫറ ലഹുമുർ റസൂലു ലവജദുല്ലാഹ തവ്വാബർ റഹീമ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് വരണമെന്ന് ഈ ആയത്ത് മുസ്ലിം ഈ ഉമ്മത്തിനോട് കൽപ്പിക്കുന്നു. എന്താ ഇതിന്റെ അർത്ഥം? ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതകാലത്തുള്ളവർക്ക് മാത്രമാണോ? മരണപ്പെട്ടു പോയതിന് ശേഷം, വഫാത്തിന്റെ ശേഷം ഈ ആയത്തിന്റെ നിലവാരമെന്ത്? ശേഷം ജീവിക്കുന്ന ഉമ്മത്തിന് ഈ ശേഷം ജീവിക്കുന്ന ഉമ്മത്തിന് ഈ ആയത്ത് ബാധകമാണോ? അല്ലേ? ബാധകമാണെങ്കിൽ റസൂലുള്ളാഹിയുടെ അടുത്ത് വരണമെന്ന് അല്ലാഹു തആലയാണ് കൽപ്പിക്കുന്നത്. അവിടെ ചെന്ന് വേവലാതിപ്പെട്ടാൽ അല്ലാഹുവിന്റെ റസൂൽ ഇസ്തിഗ്ഫാർ ചെയ്യും. അതാണ് റസൂലുള്ളാഹി മറ്റൊരു ഹദീസിൽ പഠിപ്പിച്ചത്, ഹയാത്തി ഖൈറുൽ ലക്കും വമമാതി ഖൈറുൽ ലക്കും. ഞാൻ ജീവിച്ചാലും നിങ്ങൾക്ക് ഖൈർ തന്നെ, ഞാൻ വഫാത്തായാലും നിങ്ങൾക്ക് ഖൈർ തന്നെ. അവിടുന്ന് വിശദീകരിച്ചു, ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ നിങ്ങൾക്ക് ആവശ്യമായ നിയമങ്ങളും കാര്യങ്ങളും പറഞ്ഞു തരാൻ കഴിയും. വഫാത്തിന് ശേഷം നിങ്ങളുടെ അമലുകളൊക്കെ എന്റെ മേൽ പ്രത്യക്ഷപ്പെടുന്നു, എനിക്ക് കാണിക്കപ്പെടുന്നു. അതുപ്രകാരം ഖൈർ കണ്ടാൽ ഹമിദുല്ലാഹ, ഞാൻ അല്ലാഹുവിനോട് ഹംദ് പറയുന്നു. നിങ്ങളുടെ പ്രവർത്തനങ്ങളിൽ തീർച്ചയായ മോശമായ പ്രവർത്തനങ്ങൾ കണ്ടാൽ ഇസ്തഗ്ഫർതുല്ലാഹ ലക്കും, നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇസ്തിഗ്ഫാർ ചെയ്യുമെന്ന് അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുന്നു. വളരെ കൃത്യമാണ് ആ കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തിന് ശേഷം അവരോട് ഇസ്തിഗാസ നടത്തുന്നത്, ശഫാഅത്തിന് തേടുന്നത് തുടങ്ങിയുള്ള കാര്യങ്ങളൊന്നും പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ അടിസ്ഥാന നിലപാടുകൾക്ക് വിരുദ്ധമല്ല. നേരത്തെ ഇവിടെ ദുആ എന്ന് പറഞ്ഞാൽ അത് ഇസ്തിഗാസയാണ്, ഇസ്തിഗാസ എന്ന് പറഞ്ഞാൽ ദുആയാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ഇസ്തിഗാസ എന്ന് പേര് പറഞ്ഞാലും അല്ലാത്ത
പേര് പറഞ്ഞാൽ അതൊക്കെ ശരി തന്നെ, ഏത് പേരും പറയാം. പക്ഷേ അതല്ല നമ്മുടെ വിഷയം. അടിസ്ഥാനപരമായി കാര്യത്തിന്റെ കിടപ്പ് എങ്ങനെയെന്നതാണ് വിഷയം. തസ്തഗീസൂന റബ്ബക്കും, റബ്ബിനോട് നടത്തുന്ന സഹായതേട്ടം ദുആ എന്നാണ് പറഞ്ഞത്. റബ്ബിനോട് കേട്ടുന്ന, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, റബ്ബിനോട് നടത്തുന്ന തേട്ടങ്ങളൊക്കെ ദുആയാണ്. അതാണ് നേരത്തെ പറഞ്ഞത്. റുബൂബിയത്ത് ആരോപിച്ചു കഴിഞ്ഞാൽ പിന്നെ ചെയ്യുന്നതെന്തും ആരാധനയായിരിക്കും. അത് കൈകൊട്ടിയാലും ആരാധനയായിരിക്കും. അല്ലാതിരുന്നാൽ റുബൂബിയത്ത് ആരോപിക്കാതെ നടത്തുന്ന സഹായതേട്ടങ്ങൾ അത് ദുആ അല്ല. അതിനെ സംബന്ധിച്ച് ദുആ എന്ന് ഇമാം തബരിയും പറഞ്ഞിട്ടില്ല. റുബൂബിയത്ത് ആരോപിച്ചുകൊണ്ടുള്ള തേട്ടമാണ് ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ദുആ എന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞ് അവസാനം കള്ളൗലിയാക്കന്മാരോട് ചോദിക്കുന്നതാണ് പ്രശ്നം. അത് നമുക്ക് എല്ലാവർക്കും പ്രശ്നം തന്നെയാണ്, അതിൽ നമുക്ക് തർക്കമുള്ളൊരു കാര്യമല്ലല്ലോ. കള്ളൗലിയാക്കന്മാരോട് ചോദിക്കുന്നത് അത് തെറ്റ് തന്നെയാണ്. അത് നമ്മൾ അംഗീകരിക്കണില്ല. ആ വിഷയം നമുക്കിപ്പോ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. മഹാന്മാരായ അള്ളാഹു, അത് ഞങ്ങൾ വിഷയത്തിൽ എഴുതിയത്, നിങ്ങൾ എവിടുന്നാ നോക്കിയത്? വിഷയത്തിൽ ഞങ്ങൾ എഴുതിയാലോ അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാർ, ഞങ്ങളത് വളരെ ബോധപൂർവമല്ലേ, നിങ്ങൾ വിഷയമാരല്ലോ ഞങ്ങൾ എഴുതിയത്. അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരോട് മുസ്ലിങ്ങൾ, അതൊക്കെ കൃത്യമാണ്. മുസ്ലിങ്ങൾ എന്ന് ഞങ്ങൾ പറഞ്ഞാൽ അള്ളാഹുവിന്റെ തൗഹീദുർ റുബൂബിയത്തും തൗഹീദുൽ ഉലൂഹിയത്തും വളരെ കൃത്യമായി പൂർണ്ണമായും അംഗീകരിക്കുന്ന ആളുകൾ നടത്തുന്ന സഹായതേട്ടം അത് ശിർക്കല്ല. അത് ഭൗതികമായാലും അഭൗതികമായാലും അതൊന്നും ശിർക്കല്ല. റുബൂബിയത്ത് ആരോപിച്ചു കഴിഞ്ഞാൽ പിന്നെ കള്ളനായാലും അല്ലാത്തതായാലും ഒക്കെ തേട്ടം തന്നെയാണ്. അതുകൊണ്ട് കാര്യങ്ങൾ വളരെ കൃത്യമാണ്. തെറ്റിദ്ധാരണയ്ക്ക് യാതൊരു വകയുമില്ല. വളരെ കൃത്യമാണ്. അല്ലാഹു ഇപ്പോൾ രണ്ട് വിഭാഗത്തിനും വിഷയം അവതരിപ്പിച്ചു കഴിഞ്ഞു. ഇനി ആദ്യം വിഷയം അവതരിപ്പിച്ച വിഭാഗത്തോട് മറുവിഭാഗം ചോദ്യം ചോദിക്കലാണ്. 4 മിനിറ്റാണ് ചോദ്യം, 5 മിനിറ്റാണ് അതിനുള്ള ഉത്തരത്തിന്റെ സമയം. അങ്ങനെ 10 റൗണ്ട് അല്ലേ? നൗഫൽ ചെർപ്പശ്ശേരി അങ്ങനെയല്ലേ? നൗഫൽ ചെർപ്പശ്ശേരി, ഓക്കെ. എന്നാൽ ആദ്യം വിഷയം അവതരിപ്പിച്ച മുജാഹിദ് പക്ഷത്തോട് രണ്ടാമത് വിഷയം അവതരിപ്പിച്ച സുന്നി പക്ഷം ചോദ്യം ചോദിക്കുക. മുജാഹിദ് പക്ഷം അതിന് മറുപടി പറയുക. 10 ചോദ്യങ്ങളാണ് ഉണ്ടാവുക. അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വഅസ്ഹാബിഹി അൽഫായിസിന ബില്ലാഹി അമ്മാ ബഅദ്. ബഹുമാനികളെ, വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. ഇവിടെ നമ്മുടെ വിഷയം വളരെ കൃത്യമായി നമ്മൾ ഇവിടെ എഴുതി കാണിച്ചിട്ടുണ്ട്. മറുപക്ഷം എന്തൊക്കെ എഴുതിയിട്ടുമുണ്ട്. നമ്മുടെ വിഷയവുമായി വേണ്ട വിധത്തിൽ സ്പർശിക്കാത്ത ഒരു വിഷയാവതരണം മറുപക്ഷത്തു നിന്ന് നമ്മൾ കേൾക്കുകയും ചെയ്തു. അതിൽ എന്തൊക്കെയോ കുറെ ആയത്തുകൾ ഓതി ഇവിടെയുള്ള വാദം അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരോട് മുസ്ലിംകൾ നടത്തുന്ന മറഞ്ഞ മാർഗത്തിലുള്ള സഹായം തേടൽ ശിർക്കല്ല. ഇതാണ് നമ്മുടെ വാദം. ഇതിനെ കൃത്യമായി വിവരിക്കുന്ന ഒന്നും ഇവിടെ നാം കേട്ടില്ല. എന്നാൽ ഇവിടെ പ്രധാനമായി അത് ശിർക്കാണ് എന്ന് ഇതിനെ ഗണ്ണിച്ചുകൊണ്ട് അവതരിപ്പിച്ച വിഷയാവതാരകൻ അദ്ദേഹം പ്രധാനമായി എന്നോതുന്നത് കേട്ടു. ഇങ്ങനെ തുടങ്ങി ഉള്ള ആയത്തുകളൊക്കെ ഓതിയിട്ട് നമ്മുടെ വാദത്തെ ഗണ്ണിക്കാൻ ശ്രമിച്ചു. എന്നാൽ ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, അതുപോലെ ഇദാ സഅൽത ഫസ്അലില്ലാ തുടങ്ങിയുള്ള ഈ ഹദീസിന്റെ വ്യാഖ്യാനത്തിലോ മറ്റോ അഭൗതിക രൂപത്തിൽ ഉള്ള സഹായം തേടൽ ശിർക്കാണെന്ന് പറഞ്ഞ ഒരു തഫ്സീർ നിങ്ങൾക്ക് ഉദ്ധരിക്കാൻ പറ്റുമോ? ഒരു ഹദീസ് പണ്ഡിതനെ നിങ്ങൾക്ക് ഉദ്ധരിക്കാൻ കഴിയുമോ? സുന്നത്ത് ജമാഅത്തിന്റെ ആളുകൾ അംഗീകരിക്കുന്ന, അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്ത് അംഗീകരിക്കുന്ന, മുസ്ലിം ലോകം അംഗീകരിക്കുന്ന ഒരു പണ്ഡിതൻ അങ്ങനെ പറഞ്ഞതായി നിങ്ങൾക്ക് തെളിയിക്കാൻ സാധിക്കുമോ? എന്റെ ചോദ്യം വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. അതിനായിരിക്കണം നിങ്ങളുടെ മറുപടി.
ഇതിന്റെ വ്യാഖ്യാനം നിങ്ങൾ ഇത് ശിർക്കാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി, ഞങ്ങളുടെ വാദത്തെ ഗണ്ണിക്കാൻ വേണ്ടി, ശിർക്കല്ല എന്ന വാദത്തെ ഗണ്ണിക്കാൻ വേണ്ടി നിങ്ങൾ ഉദ്ധരിച്ച ഈ ആയത്തുകൾ, ഈ ഹദീസുകളുടെ വ്യാഖ്യാനത്തിൽ അഭൗതിക രൂപത്തിൽ തേടിയാൽ അത് ശിർക്കാണെന്ന്, അഭൗതിക രൂപത്തിലുള്ള സഹായം തേടൽ, അത് സഹായം അഭൗതികമാവട്ടെ തേടൽ അഭൗതികമാവട്ടെ, അത് ശിർക്കാണെന്ന് പറഞ്ഞ ഒരു വ്യാഖ്യാനം നിങ്ങൾ തെളിയിക്കണം. ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം കൂടി പിടിച്ചോ. വല്ലാഹു ഫീ ഔനിൽ അബ്ദി മാ ദാമൽ അബ്ദു, അല്ലെങ്കിൽ മാ കാനൽ അബ്ദു ഫീ ഔനി അഖീഹി. ഇതിവിടെ ഓതിയിട്ട് പറയുകയുണ്ടായി ഇത് ഭൗതിക രൂപത്തിലുള്ള സഹായം തേട്ടം മാത്രമാകുന്നു എന്ന്. ആരാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്മാർക്ക് ഭൗതികമായ കഴിവിൽ തന്നെ ഏറ്റവ്യത്യാസം നൽകിയിട്ടുണ്ട്, അഭൗതിക രൂപത്തിലും ഏറ്റവ്യത്യാസം നൽകിയിട്ടുണ്ട്. ഈ ഏറ്റവ്യത്യാസം ഇബാദത്തുകളെ കൊണ്ട് അത് കൂടിക്കൂടി വരികയും ചെയ്യും. അഭൗതിക കഴിവുകൾ, ആത്മീയ കഴിവുകൾ, ഇങ്ങനെ കഴിവ് ഒരാൾക്കുണ്ടായാൽ ഇതുകൊണ്ട് സഹായിക്കൽ ഈ ഹദീസിൽ പെടുകയില്ല എന്ന് പറഞ്ഞ ഒരു പണ്ഡിതനെ നിങ്ങൾക്ക് പറയാൻ കഴിയുമോ? അഭൗതിക രൂപത്തിൽ ആത്മീയമായ കഴിവ് ഒരു മനുഷ്യർക്ക് കൂടുതൽ ഉണ്ടായിക്കഴിഞ്ഞാൽ, അദ്ദേഹത്തിന്റെ അവയവങ്ങൾക്ക് കൂടുതൽ കഴിവ് ഉണ്ടായിക്കഴിഞ്ഞാൽ ആ കഴിവ് വെച്ചുകൊണ്ട് സഹായിക്കാൻ പാടില്ല, അത് ഇതിൽ പെടുകയില്ല, അതിന് പ്രതിഫലമില്ല. വല്ലാഹു ഫീ ഔനിൽ അബ്ദി മാ ദാമൽ അബ്ദു ഫീ ഔനി അഖീഹി എന്ന ഹദീസിൽ ഇത് പെടുകയില്ല എന്ന് പറഞ്ഞ ഒരു പണ്ഡിതനെ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഈ രണ്ട് ചോദ്യം വളരെ കൃത്യമാണ്. ഇപ്പോൾ രണ്ട് ചോദ്യത്തിൽ ഞാൻ നിർത്തുന്നു. രണ്ട് ചോദ്യത്തിന് കൃത്യമായി നിങ്ങൾ മറുപടി പറയണം, തഫ്സീർ ഉദ്ധരിക്കണം, അല്ലെങ്കിൽ കൃത്യമായ മഹാന്മാരായ പണ്ഡിതന്മാരുടെ ഉദ്ധരണി ഉദ്ധരിക്കണം. അതിനുവേണ്ടി എന്റെ സുഹൃത്തിന് മറുപക്ഷത്തിന് ഞാൻ അവസരം നൽകുകയാണ്. ചോദ്യം വ്യക്തമായിട്ടുണ്ടായിരിക്കുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. ഇവിടെ രണ്ട് വിഭാഗത്തിൻ്റെയും വിഷയാവതരണം നമ്മൾ കേട്ടു. എന്താണോ വാദമായി എഴുതിയത് അതിനോട് കൂറ് പുലർത്താൻ മറുവിഭാഗത്തിന് സാധിച്ചിട്ടില്ല എന്നത് വിഷയാവതരണം കേട്ടവർ മനസ്സിലാക്കിയിട്ടുണ്ടാകും. ഇസ്തിഗാസ എന്ന വിഷയമാണ് ചർച്ച ചെയ്യുന്നത് എന്ന് തുടക്കത്തിൽ പറഞ്ഞുവെങ്കിലും റബ്ബാര്, റുബൂബിയത്ത് എന്ത് എന്നിങ്ങനെയുള്ള ചർച്ചകളിലൂടെ വിഷയത്തെ കൊണ്ടുപോകാനാണ് മറുവിഭാഗം വിഷയാവതാരകൻ ശ്രമിച്ചത്. പല കാര്യങ്ങളും അദ്ദേഹത്തിന്റെ അവതരണത്തിൽ മുഴങ്ങിക്കേട്ടു. വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞ അവതരണം, ഭൗതികവും അഭൗതികവുമായ വേർതിരിവില്ല എന്ന് ആമുഖത്തിൽ പറയുകയും പിന്നെ അവസാനത്തിൽ ഭൗതികവും അഭൗതികവും കൂട്ടിപ്പിടിച്ചുകൊണ്ട് കാര്യങ്ങൾ സമർത്ഥിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. അതുപോലെ തെൽബിയത്ത് ഇവിടെ ഉദ്ധരിച്ചു. തെൽബിയത്തിന്റെ ആശയം പൂർണ്ണമായിട്ട് പറയാൻ എന്താ മടി കാണിച്ചത്? ആ തെൽബിയത്തിന്റെ ആശയം ഒന്ന് പൂർണ്ണമായി പറഞ്ഞിരുന്നുവെങ്കിൽ കാര്യങ്ങൾ പൊളിഞ്ഞു പോകും, വഷളായി പോകുമെന്ന് അദ്ദേഹം മനസ്സിലാക്കിയിട്ടുണ്ടാകും. അതുപോലെ തന്നെ മൊയ്‌ദിനെ കുറിച്ചും കറാമത്തിനെ കുറിച്ചും സൂചിപ്പിച്ചു. ഈ രണ്ട് കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ചോദിക്കാമെന്ന് ആരാണ് പറഞ്ഞത്? മുഴുത്തും കറാമത്തും ഉണ്ട് എന്ന് ഇസ്ലാം പഠിപ്പിച്ചതാണ്. പക്ഷെ ചോദിക്കാമെന്ന് ആര് പറഞ്ഞു? അങ്ങനെ ഒരു പ്രമാണം തെളിയിച്ചിട്ടില്ല, അവിടെ പറഞ്ഞിട്ടില്ല. അതേ രൂപത്തിൽ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന ആയത്ത് ഓതിയത് അദ്ദേഹത്തിന് വല്ലാതെ കൊണ്ടു എന്നാണ് മനസ്സിലാവുന്നത്. അദ്ദേഹത്തിന്റെ ചോദ്യത്തിൽ ഒന്നാമത്തെ ചോദ്യം അതാണ്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന ആയത്തുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ആ ചോദ്യം ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് പറഞ്ഞ ഒന്നാമത്തെ പ്രഖ്യാപനം തന്നെ ഷിർക്കിൽ നിന്ന് ഒഴിവാകുക എന്നാണ്. ഷിർക്കിൽ നിന്ന് ഒഴിവാകുക എന്ന് പറഞ്ഞ പിന്നെ ഷിർക്കിലേക്ക് പോകാനല്ലോ. സർവ്വ കഴിവും കാര്യവും അള്ളാഹുവിനാണ്. വസ്സാനി തബർറുഉ മിനൽ ഹൗലി വൽ ഖുവ്വ വത്തഫ്വീദ് ഇലല്ലാഹി അസ്സ വജൽ എന്നാണ്. എല്ലാ കഴിവും കാര്യവും അള്ളാഹുവിനാണ്. അതുകൊണ്ട് ആ ആയത്തിൽ എങ്ങനെയാണ് ഇങ്ങനെ വേർതിരിക്കാൻ കഴിയുക, അല്ലെങ്കിൽ ആരാണ് ഇങ്ങനെ വേർതിരിച്ചത് എന്ന ഒരു ചോദ്യം അപ്രസക്തമാണ്. അതിനാണ് അതിന്റെ തഫ്സീറോട് കൂടി വായിച്ചത്. അതുപോലെ തന്നെ ഈ ഭൗതികം അഭൗതികം എന്ന വേർതിരിവ് അള്ളാഹുവിന്റെ കലാമിൽ പരിശോധിച്ചാൽ കാണുവാൻ സാധിക്കും. യാ അയ്യുഹൻ നബിയ്യു ഹസ്ബുക്കല്ലാഹു വമൻ ഇത്തബഅക മിനൽ മുഅ്മിനീൻ എന്ന സൂറത്ത് അൻഫാലിലെ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് ഇമാം റാസി റഹിമഹുല്ലാ
من أنواع النصرة ما لا يحصل بناء على الأسباب المألوفة المعتادة ومنها ما يحصل بناء على الأسباب المألوفة المعتادة. അള്ളാഹ് പിന്നെ സാധാരണ രീതിയിലുള്ളതും സാധാരണ രീതിയിൽ അല്ലാത്തതുമായ സഹായത്തിന്റെ ഇനങ്ങളുണ്ട് എന്ന് ഇമാം റാസി റഹിമഹുല്ല ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ ചേർത്ത് വെക്കുന്നു. അതുപോലെ തന്നെ ഇമാം റാസി റഹിമഹുല്ല ഹുവല്ലദി അയ്യദക ബിനസ്രിഹി വബിൽ മുഅ്മിനീന എന്ന ആയത്തിന്റെ വിശദീകരണത്തിൽ അത്തയ്യീദു ലൈസ ഇല്ലാ മിനല്ലാഹ് ലാകിന്നഹു അലാ ഖിസ്മൈനി അഹദുഹുമാ മാ യഹ്സുലു മിൻ ഗൈരി വാസിതത്തിൻ അസ്ബാബി മഅലൂമ മുഅതാദ വസ്താനി മാ യഹ്സുലു ബിവാസിതത്തി അസ്ബാബി മഅലൂമത്തിൻ മുഅതാദ എന്ന് ഇമാം റാസി റഹിമഹുല്ല അത് സാധാരണഗതിയിലുള്ളതും സാധാരണ രീതിയിലുള്ളതും അല്ലാത്തതുമായ രീതിയിൽ സഹായതേട്ടമുണ്ട് എന്ന് ഇമാം റാസി റഹിമഹുല്ല അത്തയ്യീദ് ലൈസ ഇല്ലാ മിനല്ലാഹി التأييد ليس إلا من الله لكن ولا قسمين أحدهما ما يحصل من غير واسطة أسباب معلومة معتادة والثاني ما يحصل بواسطة أسباب മഅലൂമത്തിൻ മുഅതാദ എന്ന് ഇമാം റാസി റഹിമഹുല്ല രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇദാ സഅൽത ഫസ്അലില്ലാ വഇദസ്തഅൻത ഫസ്തഇൻ ബില്ലാ എന്ന ഹദീസിന്റെ കാര്യം ഇവിടെ ചോദിക്കുകയുണ്ടായി. ആ ഹദീസിനെ ഇമാം നവവി റഹിമഹുല്ല വിശദീകരിച്ചപ്പോൾ ثم إن كانت الحاجة التي يسألها لم تجر العادة بجريانها على أيدي خلقه كطلب الهداية والعلم وشفاء المرضى وحصول العافية سأل ربه ذلك അത് റബ്ബിനോട് ചോദിക്കണം എന്നാണ്. ഹിദായത്തായിരുന്നാലും ഇൽമായിരുന്നാലും അതുപോലെ തന്നെ രോഗശമനത്തിനായിരുന്നാലും ആഫിയത്ത് ലഭിക്കാനാണെങ്കിലും ഇതൊക്കെ റബ്ബിനോട് ചോദിക്കണം. അത് ഖൽഖിലൂടെ സാധ്യമല്ല, അത് റബ്ബിലൂടെ ലഭിക്കുന്നതാണ്. റബ്ബിനോട് മാത്രം ചോദിക്കണമെന്ന് ഇമാം നവവി റഹിമഹുല്ല രേഖപ്പെടുത്തി. പിന്നെ വല്ലാഹു ഫി ഔനിൽ അബ്ദി എന്ന ഹദീസിന്റെ വിഷയം അതുമായി ബന്ധപ്പെട്ട ചോദ്യമുണ്ടായി. അഭൗതിക മാർഗത്തിലൂടെ അല്ലെങ്കിൽ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ മാർഗത്തിലൂടെ അള്ളാഹു അല്ലാത്തവരോട് ചോദിക്കാൻ പാടില്ല എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. പിന്നെ വല്ലാഹു ഫി ഔനിൽ അബ്ദ് എന്ന ഹദീസിന്റെ വിശദീകരണത്തിൽ ആര് പറഞ്ഞു എന്ന ചോദ്യം തന്നെ അസംഭവ്യമാണ്. അതുകൊണ്ട് രണ്ട് ചോദ്യങ്ങൾക്കുമുള്ള മറുപടി ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇമാം നവവി റഹിമഹുല്ല പറഞ്ഞതും ഇമാം റാസി റഹിമഹുല്ല പറഞ്ഞതും അതുപോലെ തന്നെ ചോദ്യത്തിൽ വന്ന വൈരുദ്ധ്യങ്ങളും സൂചിപ്പിച്ചു. ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ എന്ന ആയത്തിന് ഇബ്നു കസീർ റഹിമഹുല്ല നൽകിയ വിശദീകരണവും സൂചിപ്പിച്ചു എന്നുകൂടി ഈ സന്ദർഭത്തിൽ വ്യക്തമാക്കുകയാണ്. മൗലവി, നിങ്ങൾ ഇപ്പൊ തന്നെ ഒരൊറ്റ ചോദ്യം കൊണ്ട് തന്നെ ഇങ്ങനെ ബേജാറായ പറ്റുമോ? സൂചിപ്പിക്കലല്ലോ, മറുപടി പറയണ്ടേ? എന്താ നിങ്ങൾ സൂചിപ്പിച്ചത്? എന്നിട്ട് എന്റെ ചോദ്യം എന്തായിരുന്നു? എന്റെ ചോദ്യം, നിങ്ങൾ പറഞ്ഞത് ഇത് ശിർക്കാണെന്നല്ലേ നിങ്ങളുടെ വാദം? നിങ്ങൾ ഇമാം റാസിയുടെ ഇബാറത്തിലുണ്ടെന്നും നവവിയുടെ ഇബാറത്തിലുണ്ടെന്നും പറഞ്ഞു. അതൊന്നും നിങ്ങളുടെ അർത്ഥം വെക്കൂ. ഏത് പദത്തിന്റെ അർത്ഥമാണ്? അഭൗതിക രൂപത്തിലുള്ളത് ഷിർക്കാണ്. ഇനി ഷിർക്കെന്ന് വേണ്ട, ഹറാം എന്നെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഒരു ഇമാമ് പറഞ്ഞിട്ടുണ്ടോ? ധൈര്യമുണ്ടോ വഹാബിക്ക്? ഹറാം എന്നെങ്കിലും പറഞ്ഞ ഒരു ഇബാറത്ത് നിങ്ങൾക്ക് കാണിക്കാൻ കഴിയോ? ബഹുമാനപ്പെട്ട അയിമ്മത്തിന് മേൽ കള്ളം പറയേ, തോന്നിയാസം പറയേ, എന്നിട്ട് അത് ഇസ്ലാമിന്റെ വിധിയായിട്ട് നിങ്ങൾ പറയാ, എന്നിട്ട് ഇസ്ലാമിന്റെ പേരില് നിങ്ങൾ തോന്നിയത് പറഞ്ഞിട്ട് അതൊന്നും ഔനുൽ അബ്ദിൽ പെടില്ല എന്ന് പറയാ. അങ്ങനല്ല, ഇസ്ലാമിലുണ്ടെങ്കിൽ അത് പറയേ. ബഹുമാനപ്പെട്ട ഇമാം റാസി തങ്ങളുടെ ഇബാറത്തിൽ ഏത് പദത്തിന്റെ അർത്ഥമാണ് ഇവിടെ പറയുന്ന അഭൗതിക രൂപത്തിലുള്ള സഹായം തേടൽ ശിർക്കാകുന്നു എന്നത് ഏത് പദത്തിന്റെ അർത്ഥമാകുന്നു? അതൊന്ന് പറയണം മുജാഹിദ് സുഹൃത്ത്, അത് പറഞ്ഞേ പറ്റൂ. അതുപോലെ നവവി ഇമാമിന്റെ പേരിലും നിങ്ങൾ അവരുടെ ഇബാറത്തൊക്കെ വായിച്ചിട്ടാ നിങ്ങൾ ഇത് സമർത്ഥിച്ച് ശിർക്കാണെന്ന്. അവരുടെ ഇബാറത്തിൽ എവിടെയാണ് അഭൗതിക മാർഗത്തിൽ സഹായം തേടുന്നത് ശിർക്കാകുന്നു എന്ന നിങ്ങളുടെ വാദത്തിന് ഒരു പദം, ഇനി ഇത് രണ്ടും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഇമാമ പറഞ്ഞത് കൊണ്ടുവന്നാലും ഞങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാകുന്നു. മനസ്സിലായല്ലോ? അതുപോലെ വല്ലാഹു ഫീ ഔനിൽ അബ്ദി മാ കാനൽ അബ്ദു ഫീ ഔനി അഖീഹി എന്ന് പറഞ്ഞിടത്ത് അത് ഭൗതിക കാരണങ്ങളിലൂടെ മാത്രമാണ്. അഭൗതിക കാരണങ്ങളിലൂടെ സഹായം തേടുന്നതിന് ഈ പ്രതിഫലം ലഭ്യമല്ല എന്ന് നിങ്ങൾ പറഞ്ഞല്ലോ. ആ പറഞ്ഞത് എവിടെയാണുള്ളത്? അതും എവിടെയാണുള്ളത് എന്ന് പറയണം. മുഅ്ജിസത്ത്, കറാമത്ത്, മുഅ്ജിസത്ത്, അതൊക്കെ നമുക്ക് സംസാരിക്കാം. ഇതൊന്ന് കൃത്യമായി നിങ്ങൾ പറയും. ഈ രണ്ട് ചോദ്യത്തിന് കൃത്യമായ മറുപടി പറഞ്ഞിട്ടാണ് അപ്പുറത്തേക്ക് പോവേണ്ടത്. അതോടൊപ്പം മൂന്നാമത്തെ ചോദ്യം ഞാൻ ചോദിക്കുന്നു. നിങ്ങൾ പറഞ്ഞു ഇസ്തിഗാഥ, ഇസ്തിഗാഥ എന്ന് പറഞ്ഞാൽ ദുആ ആണ്, ദുആ എന്ന് പറഞ്ഞാൽ ഇസ്തിഗാഥയാണ് എന്നൊക്കെ നിങ്ങൾ പറഞ്ഞു. എന്താണ് ഈ ദുആ?
ദുആ എന്ന് പറഞ്ഞാൽ എന്താകുന്നു? അതിനൊരു കൃത്യമായ തെളിവ് നിങ്ങൾക്ക് പറയാൻ കഴിയുമോ? ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ എന്നതിന് എല്ലാ വിഷയത്തിലും സഹായം തേടുന്നത് അള്ളാഹുവിന്റെ മേലാണെന്നാണ് ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. ഇയ്യാക നസ്തഈൻ എന്ന് പറഞ്ഞാൽ എല്ലാ വിഷയത്തിലും സഹായം തേടുന്നത് അള്ളാഹുവിനോടാണ്, ഭൗതികം അഭൗതികം എന്ന് വെച്ചാൽ തവക്കുൽ അള്ളാഹുവിന്റെ മേലാവണം എന്നാണ് ഉലമാ പറഞ്ഞിട്ടുള്ളത്. ഭൗതികത്തിൽ ഞങ്ങൾക്ക് തന്നെ മതി, ഞങ്ങൾക്ക് സ്വന്താവും, നിന്റെ സഹായമൊന്നും വേണ്ട, അഭൗതികത്തിൽ നിന്റെ സഹായം വേണം എന്നല്ല, അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു മുസ്ലിമിന് പറയാനും സാധ്യമല്ല. എല്ലാ വിഷയത്തിലും അടിസ്ഥാനപരമായി സഹായം നൽകുന്നത് അള്ളാഹുവാണ്. എന്നാൽ കാര്യകാരണങ്ങളെ നമുക്ക് കാര്യകാരണങ്ങൾ എന്ന രൂപത്തിൽ സമീപിക്കാം. അതിൽ ഭൗതികവും അഭൗതികവും ഉണ്ട്. ഇത് ഇയ്യാക നഅ്ബുദുവിന് നിങ്ങൾ പറഞ്ഞ വേർതിരിവ് ആര് പറഞ്ഞു? ഒന്നാമത്തെ ചോദ്യം, ഇയ്യാക നഅ്ബുദുവിന് ആര് വേർതിരിവ് പറഞ്ഞു? ഇദാ സഅൽത ഫസ്അലില്ലാ എന്നതിൽ ആരാണ് ഈ വേർതിരിവ് പറഞ്ഞത്? ഇത് രണ്ടും ഒരു ചോദ്യമാണ്. മൂന്നാമത്തെ ചോദ്യം, രണ്ടാമത്തെ ചോദ്യം, വല്ലാഹു ഫി ഔനിൽ അബ്ദി മാ കാനൽ അബ്ദു ഫി എന്ന് നിങ്ങൾ പറഞ്ഞു. അത് ആര് പറഞ്ഞു? ഇമാമിങ്ങൾ പറഞ്ഞത് പറയ്. എന്തെങ്കിലും സ്വയം അങ്ങോട്ട് പറഞ്ഞിട്ട് അത് ദീനാക്കല്ലേ. ഇമാമ് പറഞ്ഞത് പറയ്. പിന്നെ ദുആ എന്നതിനൊരു കൃത്യമായ നിർവചനം നിങ്ങൾക്ക് പറയാൻ കഴിയുമോ? കഴിയുമെങ്കിൽ അത് നിങ്ങൾ പറയുക. ദുആ എന്ന് പറഞ്ഞാൽ അതിന്റെ മൂന്നാമത്തെ ചോദ്യം, ദുആ എന്ന് പറഞ്ഞാൽ എന്താണ്? ദുആ ചെയ്യരുത് എന്നല്ലേ? ദുആ എന്ന് പറഞ്ഞാൽ ഐ ദുആ ഇബാദത്തിൻ എന്ന് പല തഫ്സീറുകളിലും കാണാം. അതുകൊണ്ട് ഈ തഫ്സീറുകളിൽ പറഞ്ഞ ആ ഇബാദത്താകുന്ന ദുആ എന്താകുന്നു എന്ന് തെളിവ് സഹിതം നിങ്ങൾ പറയുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാ വൽ മുർസലീൻ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം തസ്ലീമൻ കസീറാ. അമ്മാ ബഅദ്. اللهم أعني ولا تعن علي وامكر لي ولا تمكر علي وانصرني على من باع علي. اللهم أجب دعوتي وثبت حجتي واهدي قلبي وسدد لساني واسلل سخيمة صدري. അപ്പോൾ സഹോദരന്മാരെ, മംഗലാപുരത്ത് നിന്നും ട്രെയിൻ കയറിയ നമ്മുടെ സഹോദരന്മാർ ആദ്യം ഒരു ഖാലിഖിയത്ത് വാദമായിട്ടായിരുന്നു വന്നത്. എന്തായാലും ഇപ്പൊ ഒരു റുബൂബിയത്തും തൗഹീദ് ഉലൂഹിയത്തും തൗഹീദ് റുബൂബിയത്തും ഒക്കെ ആയിട്ടാണ് അവരെ വിഷാദനം. എന്തായാലും അതൊക്കെ ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് കൊണ്ടുവന്ന സാധനമാണ്. എന്നിട്ട് ഇപ്പൊ ഇവര് തൗഹീദ് റുബൂബിയ തൗഹീദ് ഉലൂഹിയ എവിടുന്ന് കിട്ടി ഇതിനൊക്കെ? എന്തായാലും നന്നാവുണ്ട്, അൽഹംദുലില്ലാഹ്. എന്തായാലും ആ വിഷയം വളരെ മോശമായിട്ടാണ് സഹോദരന്മാർ വിഷാദിച്ചത്. കാരണം തൗഹീദ് റുബൂബിയ അവര് ശിർക്ക് വെച്ചിരുന്നു എന്നാണ് പറഞ്ഞത്. എന്തായാലും ഇവർ ഉദ്ദേശിച്ചിരുന്ന ആ മുഫസ്സിർ തന്നെ വ്യക്തമായിട്ട് തൽബിയത്തിന്റെ ആ ഹദീസിന്റെ വിശദീകരണത്തിൽ പറയുന്നത് കാണാം. അഥവാ അല്ലാഹു തആല അവന്റെ ഉലൂഹിയത്തിന്റെ ആ കാര്യത്തെ സ്ഥിരപ്പെടുത്തുന്നു. എങ്ങനെ സ്ഥിരപ്പെടുത്തുന്നു? ബിൽ ഇഅ്തിറാഫ് ബി തൗഹീദ് റുബൂബിയ, അവരുടെ തൗഹീദ് റുബൂബിയത്തിൽ അവർ ഏകത്വമാക്കി എന്ന കാര്യത്തെ കൊണ്ട് അല്ലാഹു തആല അവന്റെ ഏകത്വത്തെ സ്ഥിരപ്പെടുത്തുന്നു. വഖദ് കാനൽ മുശ്രികൂന യഅ്തരിഫൂന ബിദാലിക, കാരണം മുശ്രിക്കീങ്ങൾ അത് അംഗീകരിക്കുന്നു. കമാ കാനൂ യഖൂലു ബി തൽബിയത്തിൻ ലബ്ബൈക ലാ ശരീക ലക ഇല്ലാ ശരീകൻ ഹുവ ലക തംലികുഹു വ മമലക. അതാ വ്യക്തമായി തന്നെ മുശ്രിക്കീങ്ങൾ, ആ മക്കയിൽ മുശ്രിക്കീങ്ങൾ തൗഹീദ് റുബൂബി അംഗീകരിച്ചിരുന്നത് ഇവർ പറയുന്ന പുകഴ്ത്തുന്ന ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പറയുന്നു. അതുകൊണ്ട് നിങ്ങളുടെ ദുർവ്യാഖ്യാനമൊന്നും ഇവിടെ ചെലവാകില്ല. പിന്നെ ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ എന്നുള്ളത് കാര്യകാരണ ബന്ധം, അഭൗതികം, ആ കാര്യങ്ങളൊക്കെയാണല്ലോ ഇവിടെ സൂചിപ്പിച്ചത്. ഇവിടെ പറയാനുള്ളത് അതിന്റെ ഒക്കെ അർത്ഥം എന്താണ്? അതിന്റെ ഒക്കെ അർത്ഥം ഫീമാ ലാ യഖ്ദിറു അലൈഹി ഇല്ലല്ലാഹ്, അള്ളാഹുവിന് മാത്രം കഴിയാവുന്ന കാര്യം എന്നുള്ള കാര്യത്തെ എല്ലാ പണ്ഡിതന്മാരും വിശേഷിച്ചിട്ടുണ്ട്. ഇനി ഏത് പണ്ഡിതൻ വേണമെന്നാണല്ലോ നിങ്ങളുടെ ഉദ്ദേശം? ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ എന്നുള്ള ആയത്തിന്റെ വിശദീകരണത്തിൽ വ്യക്തമായി തന്നെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സഹായത്തേട്ടം അള്ളാഹുവിൽ നിന്ന് മാത്രമുള്ള സഹായത്തേട്ടമാണ്, അതല്ല സൃഷ്ടികളിൽ നിന്നുള്ള സഹായത്തേട്ടമല്ല. ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ وكذلك الاستعانة ايضا منها ما لا يصح الا الله. ഇസ്തിആനത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അള്ളാഹുവിൽ നിന്നല്ലാതെ എന്ത് ചെയ്യില്ല, ശരിയാവുകയില്ല.
وهي المشار إليها بقوله إياك نعبد وإياك نستعين فإنه لا يعين على العبادة الإعانة المطلقة إلا الله وقد يستعان بالمخلوق فيما يقدر عليه كما قال تعالى وتعاونوا على البر والتقوى ولا تعاونوا على الإثم والعدوان. ഇവിടെ ഈ വിഷയം ഇസ്തിആനത്ത് മുത്ലഖായിട്ട് അല്ലാഹുവിൽ മാത്രമേ ചോദിക്കാൻ പാടുള്ളൂ. എന്നാൽ സൃഷ്ടികൾക്ക് നൽകപ്പെട്ട കഴിവിൽ അത് അനുവദനീയമാണെന്നുള്ള കാര്യം ഇവിടെ അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ അവർ വിശദീകരിച്ചിട്ടുണ്ട്. പിന്നെ ഇദാ സഅൽത ഫസ്അലില്ല എന്നുള്ള ഹദീസിന്റെ ഷാരിഹാണ് നിങ്ങൾ ചോദിച്ചത്. അത് ഇൻഷാ അല്ലാഹ് പറഞ്ഞു തരാം. പറയണം وقدر ما يركن الشخص الى غير الله عز وجل بطلبه او بقلبه او بعمله قد اعرض عن ربه بمن لا يضره ولا ينفعه خصوصا اذا كانت الحاجه التي اسالها مما لم تجد العبد بجريان على ايدي خلقك الهدايه وشفاء المرض وحصول العافيه من بلاء الدنيا وذاب الخيرات ونحو ذلك مما لا يقدر عليه الا الله عز وجل عجز الخلائق كلهم وافتقارهم الى الله عز وجل. അഥവാ ഇസ്തിആസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം അള്ളാഹുവിനോട് തന്നെയാണ് ചോദിക്കേണ്ടത്. എന്നാൽ പ്രത്യേകിച്ച് അള്ളാഹു തആല അവർക്ക് കഴിവ് നൽകപ്പെട്ട വിഷയത്തിൽ, ഉദാഹരണത്തിന് ഏതാണ് ഹിദായത്ത് ചോദിക്കുന്ന വിഷയത്തിൽ, അതുപോലെ തന്നെ രോഗശമനത്തിൽ, അതൊരിക്കലും അള്ളാഹു തആല അല്ലാതെ ഒരു ശക്തിക്കും എന്തില്ല, അവർക്ക് കഴിയുകയില്ല. അജദൽ ഖലായിക കുല്ലഹും, അഥവാ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആകട്ടെ, അത് ഈസാ നബി അലൈഹി സ്വലം ആകട്ടെ, ആരുമാകട്ടെ, അവർക്കൊന്നും ആ കഴിവ് നൽകപ്പെട്ടിട്ടില്ല എന്നുള്ളതും അഹ്ലുസുന്നൽ ജമാഅത്തിന്റെ ഇമാമിയങ്ങൾ ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അഥവാ അവർക്ക് നൽകപ്പെട്ട കഴിവിൽ ചോദിക്കാം, നൽകപ്പെടാത്ത കഴിവിൽ ചോദിക്കാൻ പാടില്ല എന്നുള്ളതും പണ്ഡിതന്മാർ ഉദ്ധരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ സലാമാക്കി പറയാനുള്ളത് അഹ്ലുസുന്നൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാരൊക്കെ കിതാബുകളൊക്കെ നന്നായി നോക്കി വന്നാൽ നോക്കായിരുന്നു. പിന്നെ ചോദിച്ചത് എന്താണ്? ദുആന്റെ താരീഫാണ്. ദുആ എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട്, അദ്ദുആ ഹുവൽ ഇബാദ. അല്ല സഹോദരന്മാരെ, ആർക്കെങ്കിലും എന്തെങ്കിലും തിരിഞ്ഞ് വായിച്ച ആൾക്ക് തന്നെ എന്തെങ്കിലും തിരിഞ്ഞപ്പോ വായിച്ച ആൾക്ക് വല്ലതും തിരിഞ്ഞിട്ടുണ്ട്? അതില് നമ്മൾ 3 ചോദ്യം ചോദിച്ചു, ഒരൊറ്റതിൽ തന്നെ ഒന്നാമത്തെ ആള് പോയി. ഇപ്പൊ ഫൈസലും മറ്റൊക്കെ ഗ്രൂപ്പ് മാറിയെന്ന് എനിക്ക് തോന്നുന്നത്. ആരും കാണുന്നില്ല ഇപ്പൊ ഇവിടെ. എന്തായി കേൾക്കുന്നത്? ഒരു ഇബാറത്ത് വായിക്കാൻ കഴിയുന്ന ആളുകൾ വന്നിട്ട് ശരിക്ക് കാര്യങ്ങൾ പറഞ്ഞൂടെ? എന്താണ് ഈ കാണുന്നത്? എന്റെ ചോദ്യം എന്തായിരുന്നു? ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് നിങ്ങൾ ഓതി. എന്തിനാ ഓതിയത്? അഭൗതിക മാർഗത്തിലുള്ള സഹായം തേട്ടൽ ശിർക്കാണ്, ശിർക്കല്ല എന്ന ഞങ്ങളുടെ വാദത്തെ ഗണ്ണിച്ചുകൊണ്ട് നിങ്ങൾ അവതരിപ്പിച്ചപ്പോൾ അത് ഓതിയത്. ഇതിൽ ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ അതുപോലെ ഇദാ സഅൽത ഫസ്അലില്ലാ എന്ന ഹദീസും നിങ്ങൾ ഓതി. ഇതൊക്കെ ഓതിയത് അഭൗതിക മാർഗത്തിലുള്ള സഹായം തേടൽ ശിർക്കാണെന്ന് സ്ഥിരപ്പെടുത്താനാണ്. ഇതിന് എവിടെ ഏത് ഇമാം അങ്ങനെ പറഞ്ഞു? നിങ്ങൾ സ്വന്തം അങ്ങനെ എങ്ങനെയെന്ന് പറഞ്ഞത് കൊണ്ട് അത് ദീനാവില്ലല്ലോ. നിങ്ങളിപ്പോ നാളെ വേറെന്തെങ്കിലും ആയിരിക്കും പറയാം. ഇതൊക്കെ ദീനാക്കാൻ പറ്റുമോ? മിഞ്ഞാന്ന് പറഞ്ഞതല്ലല്ലോ ഇന്ന് പറയുന്നത്. ഇതൊക്കെ ദീനാക്കാൻ പറ്റുമോ? നമ്മുടെ ഇമാമുകൾ, ഈ ഖുർആനിന്റെ വ്യാഖ്യാതാക്കൾ, പണ്ഡിതന്മാർ, നിങ്ങൾ പറഞ്ഞ ഈ ഇബാറത്തിൽ എവിടെയെങ്കിലും അത് ശിർക്കാണെന്ന് പറഞ്ഞ ഒരു വാക്ക് നിങ്ങൾ കാണിക്കൂ. എന്നിട്ട് അർത്ഥം പറയൂ, എവിടെയാണ് ശിർക്കാണെന്ന്. ഞാൻ പറഞ്ഞു ശിർക്ക പറയാൻ കഴിയുമോ കാണട്ടെ. സഹായം നേടൽ ശിർക്കാണെന്ന് പറഞ്ഞ ഒരു ഇമാമിന് ഹറാമാണ്, ശിർക്കൊക്കെ വിട്. ശിർക്കാണെന്ന് നിങ്ങൾക്ക് തെളിയിക്കാൻ സാധ്യല്ല, ഖിയാമത്ത് നാൾ വരെ സാധ്യമല്ല. ഇനി പോട്ടെ, ഹറാമാണെന്നെങ്കിൽ ഈ ഭാഗത്തിൽ നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുമോ? സാധ്യമല്ല. ഇയ്യാക നഅ്ബുദു ഇയ്യാക നസ്തഈൻ എന്ന് പറഞ്ഞാൽ എല്ലാ വിഷയത്തിലും സഹായം അള്ളാഹുവിൻ്റെതാണ് എന്നാണ്. എന്നാൽ ബഹുമാനപ്പെട്ട സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാർ ആരും തന്നെ നിങ്ങൾ ഈ പറഞ്ഞ വേർതിരിവ് പറഞ്ഞിട്ടില്ല. ഉണ്ടെന്ന് തെളിയിക്കാൻ നിങ്ങൾക്ക് സാധ്യവുമല്ല. ഏതെങ്കിലും മുജാഹിദ് പണ്ഡിതന്മാരോ പഴയകാല വഹാബി പണ്ഡിതന്മാരോ പറഞ്ഞതുകൊണ്ട് കാര്യമായില്ല. നിങ്ങൾ റാസിയുടെ ഇബാറത്ത് നിങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു, എവിടെ വായിക്കൂ, അർത്ഥം പറയൂ. ഒന്നാമത്തെ ചോദ്യം ശേഷിക്കുന്നു. രണ്ടാമത്തെ ചോദ്യം, വല്ലാഹു ഫീ ഔനിൽ അബ്ദി മാ കാനൽ അബ്ദു ഫീ ഔനി അഖീഹി എന്ന ആയത്തിൽ, എന്ന ഹദീസിൽ അതൊരിക്കലും തന്നെ അതിൽ അഭൗതിക രൂപത്തിലുള്ള സഹായം പെടുകയില്ല എന്ന് നിങ്ങൾ പറഞ്ഞല്ലോ. അതാര് പറഞ്ഞു? അതിന് പ്രതിഫലമില്ല എന്ന്. അങ്ങനെ ഒരാൾ സഹായിച്ചാൽ അതിന് പ്രതിഫലമില്ല എന്ന് ആര് പറഞ്ഞു? അതൊന്ന് പറയണം. മൂന്നാമതായി
അദ്ദുആഉ ഹുവൽ ഇബാദ എന്ന് നിങ്ങളൊന്ന് വായിക്കുന്നത് കേട്ടു. അദ്ദുആഉ ഹുവൽ, അത് അതിന്റെ നിർവചനമാണോ? ദുആ എന്ന് പറഞ്ഞാൽ അതിന്റെ നിർവചനം എന്താണ്? എന്താണ് പ്രാർത്ഥന? പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ പ്രാർത്ഥന അല്ലാത്തവരോട് പാടില്ല, ഇബാദത്താവുന്ന പ്രാർത്ഥന അല്ലാത്തവരോട് പാടില്ല. ഇതിൽ തർക്കമേ ഇല്ല. പക്ഷെ എന്താണ് ഇബാദത്താവുന്ന പ്രാർത്ഥന എന്നൊന്ന് വ്യക്തമാക്കൂ. അതിന് നിങ്ങൾക്ക് സാധ്യമാണോ? ഇല്ലെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, വീണ്ടും ഈ 3 ചോദ്യങ്ങൾക്ക് കൃത്യമായി നിങ്ങൾ മറുപടി പറയണം. ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്, നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയുമോ? നിങ്ങൾ ഏതെങ്കിലും ഒരു രൂപത്തിൽ മഹാന്മാരായ അയിമ്മത്ത് പറഞ്ഞ, അല്ലെങ്കിൽ വിശുദ്ധ ഖുർആനോ ഹദീസോ കൃത്യമായി വിവരിച്ച, അതിന്റെ അടിസ്ഥാനത്തിൽ വിവരിച്ച ഇമാമിങ്ങൾ പറഞ്ഞ ഒരു തഅരീഫ്, ഒരു നിർവചനം ദുആ എന്നാൽ എന്താണ് എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയുമോ? കഴിയുമെങ്കിൽ അതൊന്നും ഇങ്ങോട്ട് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് നമ്മുടെ കാര്യങ്ങൾ ഇവിടെ അവസാനിപ്പിക്കാൻ കഴിയും. അതുകൊണ്ട് മാന്യ സുഹൃത്ത്, അതിനാണ് തയ്യാറാവേണ്ടത്. 3 ചോദ്യം ഇവിടെ അവശേഷിക്കുന്നു. സമയം അനാവശ്യമായി കളയരുത്. കൃത്യമായി ഇത് ശിർക്കാണെന്ന് പറഞ്ഞ ഒരു ഇബാറത്ത് ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ, ഈ ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ നിങ്ങൾ കൊണ്ടുവരണം. അത് കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധ്യമല്ല എന്ന് ഞങ്ങൾക്കറിയാം. പക്ഷെ നിങ്ങൾ അതൊന്ന് തുറന്നു പറഞ്ഞാൽ മതി. പിന്നെ വല്ലാഹു ഫി ഔനിൽ അബ്ദിക്ക്, ഇത് ബാധകമല്ലെന്ന് പറഞ്ഞ നിങ്ങൾ കൊണ്ടുവരണം. 3ാമത്തെ ദുആയുടെ വ്യാഖ്യാനവും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രസവവാർഡ് എന്ന് എഴുതി വെച്ചാൽ പിന്നെ അത് പെണ്ണുങ്ങൾക്കാണെന്നുള്ളത് വ്യക്തമായിട്ട് പിന്നെ പറയേണ്ട ആവശ്യമില്ല. സലാം ബാക്കവി, അത് എല്ലാവർക്കും മനസ്സിലാവാം. പ്രസവവാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പെണ്ണുങ്ങളാണ് അതിന്റെ ഉള്ളിലേക്ക് പോവാന്നുള്ളത് എല്ലാവർക്കും മനസ്സിലാവാം. അതുപോലെ അള്ളാഹു താലക്ക് മാത്രമാണ് അവിടെ ചോദിക്കേണ്ടത് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹു താലക്ക് മാത്രമുള്ള വിശേഷണത്തിൽ മറ്റുള്ളവർക്കും കൂടി ചേർക്കലാണ് ഷിർക്ക്. അതുപോലും മറിച്ചില്ലല്ലോ എന്തായാലും നമ്മൾ ബാക്കവി. എന്തായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഷിർക്ക് എന്താണെന്നുള്ളത് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അതെങ്കിലും ഒന്ന് വ്യക്തമായി തന്നെ പഠിച്ചു കഴിഞ്ഞാൽ ഈ പൊട്ടത്തരൊന്നും ഒരിക്കലും ഇവിടെ പറയുകയില്ല. പിന്നെ പറഞ്ഞത് വെച്ച് ഞാൻ ഇവിടെ ഇബാറത്ത് പറഞ്ഞു, നിങ്ങൾ പറഞ്ഞു വ്യക്തമായി തന്നെ നിങ്ങളുടെ ഈ വിഷയാധാരം പറഞ്ഞു. എന്തെന്ന് അറിയുന്നറിയോ? ആ മക്കയിലെ മുശ്രിക്കീങ്ങളൊക്കെ എന്താ അള്ളാഹുവിൽ റൂബിയത്തിൽ പങ്കു ചേർത്തിരുന്നു എന്നാണ് പറഞ്ഞത്. എന്നാൽ നമുക്ക് തഫ്സീറിലേക്ക് കടക്കാം. എന്താണ് അവിടെ പറഞ്ഞത്? അൽ മുഅ്തരിഫീന ലഹു ബിർറുബൂബിയത്തി വഅന്നഹു ലാ ശരീക ലഹു ഫീഹാ. എന്താ പറയുന്നത്? എന്തായാലും ഇബാറത്തൊക്കെ വലിയ തവണൊക്കെ പറയുന്ന ആൾക്കാർക്ക് ഇതൊന്ന് അർത്ഥം വെക്ക്. അൽ മുഅ്തരിഫീന ലഹു ബിർറുബൂബിയത്തി വഅന്നഹു ലാ ശരീക ലഹു ഫീഹാ. എന്താണ് മുസ്ലിയാക്കന്മാരെ? റുബൂബിയത്തിൽ പങ്ക് വെച്ചു എന്നാണോ? അത് ലാ ശരീക ലഹു ഫീഹാ എന്ന് പറഞ്ഞാൽ പങ്ക് വെച്ചിട്ടില്ല എന്നാണോ? അപ്പൊ അതുകൊണ്ടൊന്നും പറയണ്ട. പിന്നെ ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ ഹറാം എന്നെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? സൃഷ്ടികളുടെ കഴിവിന് അതീതമായി ചോദിച്ചു കഴിഞ്ഞാൽ അത് പാടില്ല എന്നുള്ളത് ഇജ്മാണ്. നീ പറയണോ? ഞാൻ എന്തായാലും വായിക്കാം ഇൻഷാ അല്ലാഹ്. ലാ യുസ്തഗാസു ബി, എന്താണ്? എന്നോട് സഹായം ചോദിക്കാൻ പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതിന്റെ വിശദീകരണം നോക്കിയിട്ടുള്ളൂ. ആമൻ മഖ്സൂസ ഐ ലാ യുസ്തഗാസു ബി ഫീ ഹാദിൽ അംരി ലിഅന്നഹു മിമ്മാ യസ്തഅ്സിറുല്ലാഹു തആല ബിഹി. എന്താ പറയുന്നത്? ഇവിടെ എന്നോട് സഹായം ചോദിക്കാൻ പാടില്ല ഈ വിഷയത്തിൽ, അഥവാ മുനാഫിഖീങ്ങളിൽ നിന്നും ആ രീതിയിലുള്ള ഉപദ്രവങ്ങളൊക്കെ സഹായിക്കാൻ എന്നോട് സഹായം ചോദിക്കരുത്. കാരണം അള്ളാഹുവിൽ നിന്നും അള്ളാഹുവിന്റെ അധീനത്തിൽ പെട്ടതാണ്. തുടർന്നുകൊണ്ട് പറയുന്നു വലാ ശക്ക, സംശയമില്ല, അന്ന മിൻ അദബിസ് സുആലി, എന്താണ്? ഒരു ചോദ്യത്തിന്റെ ഒരു അദബാണ്. അയ്യകൂനൽ മസ്ഊലു മുംകിന, ചോദിക്കപ്പെടുന്ന കാര്യം എന്തായിരിക്കണം? അത് സാക്ഷാത്കരിക്കപ്പെട്ടതായിരിക്കണം. ഏതുപോലെ? ഫകമാ അന്ന ലാ നസ്അലുല്ലാഹ തആല ഇല്ലാ മാ ഹുവ ഫീ മുംകിനിൽ ഖുദ്റത്തിൽ ഇലാഹിയ്യ. ഏതുപോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അള്ളാഹുവിനോട് ഞാൻ മുഹാലായ കാര്യങ്ങൾ ചോദിക്കാൻ പാടില്ല. ഇനി കേട്ടോ, كذلك لا نسأل النبي صلى الله عليه وسلم, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോടും ചോദിക്കാൻ പാടില്ല. ഇല്ലാ മാ യുംകിനു അൻ യുജീബ ഇലൈഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് നബി സല്ലല്ലാഹു അലൈഹി കഴിവിൽപ്പെട്ട കാര്യങ്ങൾ അല്ലാതെ ചോദിക്കാൻ പാടില്ല. ചോദിക്കുക കിതാബ് നിങ്ങളുടെ മണ്ടയിൽ ഞാൻ കൊട്ടു ഇൻഷാ അല്ലാഹ്. ഇനി അടുത്തത് ഇസ്തിഗാസ, എന്താണ്? കഴിവിൽപ്പെട്ടത് മാത്രമേ എന്തുള്ളൂ ചോദിക്കുന്നത് എന്താണ് ജായിദുള്ളൂ. ആരെ പറഞ്ഞത്? ഇൻഷാ അല്ലാഹ് പറഞ്ഞുതരാം. ഇസ്തിഗാസതു ഫിൽ ലുഗത്തി, ഭാഷയിൽ ഇസ്തിഗാസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്വലബുൽ ഗൗസ്, സഹായം ചോദിക്കലാണ്, സഹായം ആവശ്യപ്പെടലാണ്. വഹാദാ ജായിദുൻ ലുഗതൻ വശറഅൻ, അത് ഭാഷയിലും ശറഇലും അത് ജായിദാണ്. മിൻ കുല്ലി മൻ യഖ്ദിറു അലൈഹി, അഥവാ അവർക്ക് കഴിവപ്പെട്ട വിഷയത്തിൽ അത് ചോദിക്കൽ അനുവദനീയമാണ്. ആ കഴിവിൽപ്പെട്ട കാര്യത്തിൽ ചോദിക്കൽ അനുവദനീയമാണ്.
കഴിവിൽപ്പെട്ട കാര്യങ്ങൾ ലാ യുസ്തഗാസു ബി ഫി ഹാദൽ അംരി, ഈ വിഷയത്തിൽ എന്നോട് സഹായം ചോദിക്കാൻ പാടില്ല, കാരണം അത് അള്ളാഹുവിന്റെ അധീനത്തിൽ മാത്രം പെട്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉത്തരം ചെയ്യാൻ പറ്റാത്ത കാര്യം ചോദിക്കാൻ പാടില്ല. ആമൻ മഖ്സൂസ് ആയിട്ടാണ് വ്യക്തമായി തന്നെ ഇമാമിൽ പറഞ്ഞിട്ടുള്ളത്. വീണ്ടും ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ പറഞ്ഞല്ലോ. നിങ്ങൾക്ക് എന്താണ് മുസ്ലിയാക്കന്മാരെ മനസ്സിലാകേണ്ടത്? വീണ്ടും വായിച്ചോ, വകദാലികൽ ഇസ്തിആനതു അയ്ദൻ മിൻഹാ മാ ലാ യസ്ഹു ഇല്ലല്ലാഹ്, ഒരിക്കലും അള്ളാഹുവിൽ നിന്നല്ലാതെ ഒരിക്കലും സഹായ തേട്ടം എന്തല്ല ശരിയാവുകയില്ല. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അള്ളാഹുവിൽ മുത്ലഖായിട്ട് തന്നെ നിരൂപാധികമായിട്ട് സഹായം അള്ളാഹുവിൽ മാത്രമേ പ്രാപ്തമാകൂ. പക്ഷേ വഖദ് യുസ്തഅനു ബിൽ മഖ്ലൂഖി ഫീമാ യഖ്ദിറു അലൈഹി, പക്ഷേ അതുപോലുള്ള കാര്യങ്ങളൊക്കെ സഹോദര, അതൊക്കെ ഫീമാ ലാ യഖ്ദിറു അലൈഹി ഇല്ലല്ലാഹ്, അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ട കാര്യങ്ങൾ. അത് ഈ മറിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകില്ല. മലയാളം നിങ്ങൾ ശരിക്കും നേരെ ചൊവ്വേ പഠിച്ചിട്ടുണ്ടാവില്ല. അതിപ്പോ പഠിച്ച കാര്യം അതൊരു പറയേണ്ട വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഈ മറിഞ്ഞ മാർഗം അതേപോലെ കാര്യങ്ങളൊക്കെ ഈ വളഞ്ഞ ബുദ്ധി കൊണ്ട് ചിന്തിക്കഴിഞ്ഞാൽ അതൊക്കെ എന്തായിരിക്കും, അതൊന്നും ഒരിക്കലും തലയിൽ കയറില്ല. അതൊരു പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വ്യക്തമായി തന്നെ സൃഷ്ടിയുടെ കയ്യിൽപ്പെട്ട കാര്യം, സൃഷ്ടിയുടെ കയ്യിൽപ്പെടാത്ത കാര്യം എന്നൊക്കെ വേർതിരിച്ചത് ഞാനല്ല. കിതാബ് ചോദിച്ചോളൂ, അപ്പൊ പറഞ്ഞുതരാം. കിതാബ് ചോദിച്ചോളൂ പറഞ്ഞുതരാം. കിതാബിന്റെ മുഅല്ലിഫ് ചോദിച്ചോളൂ പറഞ്ഞുതരാം. അതൊക്കെ വ്യക്തമായി തന്നെ നിങ്ങൾ എതിർത്ത് കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് പിന്നെ ദുആ താരിഫ് നബി. ഓക്കേ ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. മാന്യ സുഹൃത്ത്, കിതാബ് ചോദിച്ചോളൂ അപ്പൊ പറയാം. കിതാബ് ചോദിച്ചോളൂ പറയാം. നിങ്ങൾ ഇബാറത്ത് വായിച്ചിട്ടില്ലല്ലോ. ഇബാറത്ത് വായിക്കേണ്ടത് ഷിർക്കാണെന്ന് പറഞ്ഞതിനല്ലേ, രണ്ടുണ്ടോ ഇല്ലേ എന്നതിനല്ലല്ലോ. രണ്ടുണ്ടോ, ഈ അഭൗതിക രൂപത്തിലുള്ളത് ഷിർക്കാകുന്നു എന്ന് റാസി പറഞ്ഞു എന്നാ പറഞ്ഞത്. റാസി പറഞ്ഞു ഈ ആയത്ത്. ഇപ്പൊ ആ ആയത്തും ഹദീസൊക്കെ പെട്ടു. ഇന്നഹു ലാ യുസ്തഗാസുൽക്ക് കടന്നപ്പോ മൂപ്പര് ഈ ഇയ്യാക നഅ്ബുദു ഇയ്യാക നസ്തഈനിൽ അതില്ല, ഇദാ സഅൽതയിലില്ല, അതൊക്കെ വിട്ട് ഇന്നഹു ലാ യുസ്തഗാസു എന്നിട്ട് ഇന്നഹു ലാ യുസ്തഗാസു അഭൗതിക എന്നാ പറയുന്നത്. എവിടുന്നാ ഇയാള് വരുന്നത്? അത് അഭൗതിക അല്ല സുഹൃത്തെ, അതെന്നെ ആമു മഖ്സൂസ്. എന്താ ആമു മഖ്സൂസ് ഒന്നും മനസ്സിലാക്കാതെ വെറുതെ ഇങ്ങനെ പറഞ്ഞാൽ മതിയോ? ഇവിടുത്തെ വിഷയം, എന്റെ ഒന്നാമത്തെ ചോദ്യം ഇയ്യാക നഅ്ബുദു ഇയ്യാക നസ്തഈൻ എന്നതും വഇദാ സഅൽത ഫസ്അലില്ല എന്നതൊക്കെ അഭൗതിക രൂപത്തിലുള്ള കാര്യങ്ങൾ ചോദിക്കുന്നത് ശിർക്കാണെന്നതിനാണ് നിങ്ങൾ ഉദ്ധരിച്ചത്. അതാര് പറഞ്ഞു എന്നാ ചോദിച്ചത്? പിന്നെ റാസിയിലുണ്ടെന്നും നവവി പറഞ്ഞു എന്നൊക്കെ ഇമാമിങ്ങളെ മേൽ കള്ളം പറഞ്ഞു. അതൊന്നും ഇങ്ങോട്ട് പറഞ്ഞ് അർത്ഥം വെച്ചാൽ നിങ്ങളുടെ കാര്യം അവസാനിച്ചില്ലേ? വിഷയം അവസാനിപ്പിക്കാമല്ലോ നമുക്ക്. അത് നിങ്ങൾ കൃത്യമായി പറയൂ. അതാണ് ഇവിടെ വേണ്ടത്. രണ്ടാമത്തത് വല്ലാഹു ഫി ഔനിൽ അബ്ദി, അതിനെ തൊട്ടില്ല മൂപ്പര്. വല്ലാഹു ഫി ഔനിൽ അബ്ദി മാദാമൽ അബ്ദു ഫി ഔനി അഖീഹി എന്ന് പറഞ്ഞത് എവിടെയാണുള്ളത്? നിങ്ങൾ പറഞ്ഞ വ്യാഖ്യാനം ഏത് ഷറഹാണ്, ഏത് ഇമാമാണ് പറഞ്ഞത്? ഈ ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ ഏതെങ്കിലും ഒരു ഇമാമ് പറഞ്ഞിട്ടുണ്ടോ? നേരത്തെ പറഞ്ഞ തഫ്സീർ ഏത് തഫ്സീറിലാണുള്ളത്? ഇമാം റാസി പറഞ്ഞെടുത്ത ഇബാറത്തുണ്ടോ? അല്ലെങ്കിൽ വേറെ വല്ല തഫ്സീറിലും ഇമാമിങ്ങൾ അത് പറഞ്ഞിട്ടുണ്ടോ? ഷിർക്കാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഏതെങ്കിലും ആളുകൾ പറഞ്ഞതല്ല. ഇമാമിങ്ങൾ, മുസ്ലിം ലോകം അംഗീകരിക്കുന്ന ഇമാമിങ്ങൾ പറഞ്ഞത് ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അതാണ് നിങ്ങൾ മറുപടി പറയേണ്ടത്. പിന്നെ മൂന്നാമത്തെ ചോദ്യവും അവശേഷിക്കുന്നു. ദുആ എന്ന് പറഞ്ഞാൽ അത് അഭൗതിക രൂപത്തിലുള്ള അല്ലെങ്കിൽ ഭൗതിക രൂപത്തിലുള്ള എന്നൊക്കെ നിങ്ങൾ പറയാറുണ്ടല്ലോ. എന്താണ് അതിന്റെ ഒരു കൃത്യമായ വ്യാഖ്യാനം, അതിന്റെ നിർവചനം? പിന്നെ സാധു ഒരു ഇബാറത്തിൽ യഅ്തരിഫൂന അങ്ങോട്ട് കണ്ടപ്പോ അപ്പോഴത്തിന് മൂപ്പർക്ക് നല്ല പ്രസവിച്ച പോലെ ഈ വേദന ഒക്കെ പോയി. കാരണം എന്തുകൊണ്ടാ? യഅ്തരിഫൂന എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. എന്നാൽ ഈ മുശ്രിക്കീങ്ങളോട് അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിങ്ങൾ പറയുന്ന പോലെ വെറും അവര് ശഫാഅത്തിന് ചോദിച്ചതാണ്, അള്ളാന്റെ ഇഷ്ടത്തിന് മാത്രം പ്രവർത്തിക്കുന്ന ബിംബങ്ങളാണ്, അവർക്കൊരു കഴിവുമില്ല എന്നായിരുന്നു മക്ക മുശ്രിക്കീങ്ങൾ വിശ്വസിച്ചിരുന്നത് എന്ന് നിങ്ങൾ പറയുന്നു. എപ്പോഴും പ്രസംഗിക്കുന്നു, ഇപ്പോഴും ആ രൂപത്തിൽ പറയുന്നു. റുബൂബിയത്തിൽ പങ്കുചേർത്തിട്ടില്ല. പിന്നെ എന്തിനാ അവരോട് ചോദിക്കാൻ പറഞ്ഞത്? ഖുൽ അഗൈറല്ലാഹി അത്തഖിദു റബ്ബാ, അല്ലാഹു അല്ലാത്ത മറ്റൊരു റബ്ബിനെ ഉണ്ടാക്കാനാണോ നിങ്ങൾ എന്നോട് ആവശ്യപ്പെടുന്നത്? ബാബും മുത്തഫർരിഖൂന ഖൈറുള്ളത് റുബൂബിയത്തിൽ പങ്കുചേർത്തില്ലെങ്കിൽ പിന്നെ എന്തിനാ അങ്ങനെ പറഞ്ഞു? മൗലവി മറുപടി പറയണം. ആ ഖുൽ, നബിയെ തങ്ങൾ ചോദിക്കുക, അഗൈറല്ലാഹി അത്തഖിദു റബ്ബാ, അല്ലാഹു അല്ലാതെ മറ്റൊരു റബ്ബിനെ ഉണ്ടാക്കാൻ
ണമെന്നാണോ നിങ്ങൾ പറയുന്നത്? എന്റെ ചോദ്യത്തിന് നിങ്ങൾ മറുപടി പറയേണ്ട സമയമാണിത്. അതുകൊണ്ട് ചോദ്യത്തിന് കൃത്യമായി നിങ്ങൾ മറുപടി പറയണം. മറ്റൊരു റബ്ബിനെ ഉണ്ടാക്കണമെന്നാണോ നിങ്ങൾ പറയുന്നത് എന്ന് ചോദിച്ചതിന് നിങ്ങൾ മറുപടി പറയണം. 3 ചോദ്യം ഇവിടെ അവശേഷിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഇമാമിങ്ങളുടെ തഫ്സീർ ഉദ്ധരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ മഹാന്മാരായ ഷുറാഹിന്റെ ഹദീസിന്റെ ഷുറാഹിന്റെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാരുടെ തെളിവുകൾ ഉദ്ധരിച്ചുകൊണ്ട് നിങ്ങൾ പറയണം, എവിടെയാണ് ശിർക്ക് എന്ന് പറഞ്ഞത്, എവിടെയാണ് ശിർക്ക് എന്ന് പറഞ്ഞത്, അല്ലെങ്കിൽ എവിടെയാണ് ഹറാം എന്നെങ്കിലും പറഞ്ഞത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഉലമാ പറഞ്ഞത്. ദുആഇന്റെ വ്യാഖ്യാനം എന്ത്, അതുപോലെ ദുആഇന്റെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അതിന്റെ നിർവചനം എന്ത്, കൃത്യമായി നിങ്ങൾ പറഞ്ഞു തരണം. അതുപോലെ ഇനിയും ഞങ്ങൾക്ക് ഒരുപാട് ചോദിക്കാനുണ്ട്. ഞങ്ങൾ ചോദിക്കുന്നു, നിങ്ങൾ അഭൗതിക രൂപത്തിലുള്ള അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഇവിടെ മുസ്ലിയാര് കഥയറിയാതെ ആട്ടം കാണുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം പ്രാമാണികമായി തന്നെ മറുപടികൾ ലഭിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു മനസാക്ഷിക്കുത്തുണ്ടാകും എന്നത് യാഥാർത്ഥ്യമാണ്. എന്തായിരുന്നാലും നിങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഇവിടെ വായിച്ച ഇബാറത്തുകൾ എന്താ നിങ്ങൾക്ക് തൊടാൻ ധൈര്യമില്ലാത്തത്? ഇദാ സഅൽത ഫസ്അലില്ലാ വൈദസ്തഅൻത ഫസ്തഇൻ ബില്ലാ എന്ന ഹദീസിന് ഇമാം നവവി റഹിമഹുല്ലാഹ് നൽകിയ വിശദീകരണം ഇവിടെ വായിച്ചുവല്ലോ. ثم إن كانت الحاجة التي يسألها لم تجري العادة بجريانها على أيدي خلقه كطلب الهداية والعلم وشفاء المرضى وحصول العافية سأل ربه ذلك. എന്തേ മനസ്സിലായിട്ടില്ല മുസ്ലിയാർക്ക്? അതോ മനസ്സിലായിട്ടും ആകാത്ത പോലെ ഇങ്ങനെ കളിക്കുകയാണോ? അതൊക്കെ സാധാരണക്കാരുടെ മുമ്പിൽ ചെയ്താൽ മതി, ഇവിടെ അത് പറ്റൂല. ഇമാം നവവി റഹിമഹുല്ലാഹ് ഇവിടെ ഈ പറഞ്ഞ വാചകത്തിന്റെ അർത്ഥം നിങ്ങളൊന്ന് പറയൂ. ഇവിടെ പറഞ്ഞ അർത്ഥത്തിൽ നിന്ന് ഉൾക്കൊള്ളാൻ നിങ്ങൾക്ക് മനസ്സില്ലെങ്കിൽ നിങ്ങളൊന്ന് പറയൂ, എന്താ അതിന്റെ അർത്ഥം? ആ ഹദീസിൽ നിന്ന് ഇമാം നവവി റഹിമഹുല്ലാഹ് അള്ളാഹുവിനോട് ചോദിക്കേണ്ട കാര്യത്തെ കൃത്യമായി തന്നെ അവിടെ വേർതിരിച്ചില്ലേ? എന്താ നിങ്ങൾക്ക് തൊടാൻ കഴിയാത്തത്? പിന്നെ അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ പറഞ്ഞ ഉദ്ധരണി പറയൂ. ഇതൊന്നും പിന്നെ അഹ്ലുസുന്ന പണ്ഡിതന്മാരല്ലേ? അതുകൊണ്ട് തുറന്നു പറയണം. പിന്നെയോ ഇമാം റാസി റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞത് ഇവിടെ കൃത്യമായിട്ട് വായിച്ചു. എന്താ തൊടാൻ ധൈര്യമില്ലാത്തത്? മിൻ ഗൈരി വാസിത്തത്തി അസ്ബാബിൻ മഅലൂമത്തിൻ മുഅതാദാ. പറയൂ നിങ്ങൾ അർത്ഥം. അതുപോലെ തന്നെ മാ യഹ്സുലു ബിവാസിത്തത്തി അസ്ബാബിൻ മഅലൂമത്തിൻ മുഅതാദാ എന്ന് കൃത്യമായി തന്നെ എന്താ മുഅതാദ അർത്ഥം പറയും. അതുപോലെ തന്നെ ഗൈറു മുഅതാദ അർത്ഥം പറയും. എന്നാ നിങ്ങൾക്ക് പറയാൻ ഒരു ധൈര്യമില്ലാത്തത്? അത് കൃത്യമായി തന്നെ ഇവിടെ പറഞ്ഞു. പിന്നെ വല്ലാഹു ഫി ഔനിൽ അബ്ദ് എന്ന പിന്നെ ഹദീസിന്റെ ആ വിഷയത്തിലാണ് കൂടുന്നത്. എന്നാൽ നിങ്ങൾ പറയും വല്ലാഹു ഫി ഔനിൽ അബ്ദ് മാ കാനൽ അബ്ദു ഫി ഔനി അഖീഹി എന്ന വിഷയത്തിൽ എവിടെ പ്രാർത്ഥന വരുന്നത്? എവിടെ അഭൗതികമായ കാര്യം വരുന്നത്? അതിന് പറയും അപ്പോഴങ്ങൾ ചോദ്യത്തിന് പ്രസക്തിയുള്ളൂ. അല്ലെങ്കിൽ നിങ്ങളുടെ ചോദ്യം പ്രസക്തമല്ല, വിഷയവുമായി ബന്ധപ്പെടുന്നില്ല. അതുകൊണ്ട് നിങ്ങളെ ഈ പണ്ഡിതന്മാർ പറഞ്ഞ അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ പറഞ്ഞ ഈ പ്രസക്തമായ ഏറ്റവും നല്ല രൂപത്തിലുള്ള ഈ കാര്യങ്ങളിൽ നിന്ന് പുറകോട്ട് മാറാൻ നിങ്ങളെ സമ്മതിക്കുകയില്ല. നിങ്ങൾക്കിത് അംഗീകരിച്ചേ മതിയാവുള്ളൂ. പുറത്ത് അങ്ങാടിയിൽ ഇറങ്ങി ആളുകൾക്ക് മുമ്പിൽ ഷിർക്ക് പ്രചരിപ്പിക്കാൻ, ആളുകളെ ഷിർക്കിലേക്ക് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് പലതും വിളിച്ചു പറയാം. പക്ഷേ യാഥാർത്ഥ്യങ്ങൾ തുറന്ന് നിങ്ങളെ മുമ്പിൽ പറഞ്ഞു തരുമ്പോൾ അത് കണ്ണ് തുറന്ന് കാണാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല. ഇത് കേൾക്കുന്ന സാധാരണക്കാർ കൃത്യമായിട്ട് ആലോചിക്കണം. കൃത്യമായി ഇമാം നവവി റഹിമഹുല്ലയെ പോലെ, ഇമാം റാസി റഹിമഹുല്ലയെ പോലെയുള്ള പണ്ഡിതന്മാർ അള്ളാഹുവിന്റെ ഖുർആനിലെ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ടാണ് ഇമാം റാസി റഹിമഹുല്ല പറഞ്ഞത് മുഅതാദ ഗൈറു മുഅതാദ. എന്താ നിങ്ങൾക്ക് തൊടാൻ നേരില്ലാത്തത്? അതുകൊണ്ട് അവിടെ ഇവിടെ ഉരുണ്ട് കളിക്കണ്ട. ആ വിഷയത്തെ തലോടാനും തൊടാൻ നിങ്ങൾക്ക് ധൈര്യം കാണിക്കണം. അതുപോലെ ഇമാം നവവി റഹിമഹുല്ല ഇദാ സഅൽത ഫസ്അലില്ലാ വഇദസ്തഅൻത ഫസ്തഇൻ ബില്ലാ പറയാം. പിന്നെ മക്കാ മുശ്രിക്കുകളുമായി ബന്ധപ്പെട്ട വിഷയം ഇവിടെ വല്ലാതെ പിന്നെ നീട്ടി പരത്തി കൊണ്ടുപോകുന്നു. അതിന്റെ ആവശ്യമില്ല. സ്വയം കഴിവുള്ളവർ, മക്കാ മുശ്രിക്കുകൾ സ്വയം കഴിവുണ്ട്, അവർക്ക് സ്വയം കഴിവുണ്ട് എന്ന് മക്കാ മുശ്രിക്കുകൾ പറഞ്ഞതായി നിങ്ങൾ തെളിയിക്കും. അല്ലാതെ ഇങ്ങനെ ഉരുണ്ട് മണ്ണ് മക്കാ മുശ്രിക്കുകൾ പോയിട്ട് കാര്യമില്ല. അവർ സ്വീകരിച്ച ആ മാർഗത്തിലേക്ക് നിങ്ങളെ കാര്യങ്ങൾ കൊണ്ട് പോകുന്നു എന്നല്ലാതെ അതിനെ സമർത്ഥിക്കുവാനോ തെളിയിക്കുവാനോ നിങ്ങൾക്ക് സാധ്യമല്ല.
അതുകൊണ്ട് ഇമാം റാസി റഹിമഹുല്ല പറഞ്ഞ ആ ഉദ്ധരണി അത് കൃത്യമായി നിങ്ങൾ പറഞ്ഞ പോലെ ഭൗതികവും അഭൗതികവും വേർതിരിക്കുന്ന ഉദ്ധരണിയാണ്. എന്താ നിങ്ങൾ ധൈര്യമില്ലാത്തത്? ഇമാം നവവി റഹിമഹുല്ല രണ്ടാം ഷാഫി എന്നറിയപ്പെടുന്ന പണ്ഡിതനല്ലേ? ഇമാം നവവി എന്ന ഹോജ പറഞ്ഞു, ഇമാം നവവി തങ്ങൾ പറഞ്ഞൊക്കെ പറയലുണ്ടല്ലോ, എന്താ ഇവിടെ അതില്ലാത്തത്? അതുകൊണ്ട് ഭൗതികവും അഭൗതികവും വേർതിരിക്കുന്ന വിഷയത്തിൽ ഇമാം നവവി റഹിമഹുല്ല ഇദാ സഅൽത ഫസ്അലില്ലാ വഇദാ ഇസ്തഅൽത ഫസ്തഇൻ ബില്ലാ എന്ന ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞത് ഇവിടെ ആവർത്തിച്ച് വായിച്ചു. ഇമാം റാസി റഹിമഹുല്ല പറഞ്ഞതിനെയും ഇവിടെ ആവർത്തിച്ച് വായിച്ചു. എന്താ നിങ്ങൾക്ക് ഇവിടെ ധൈര്യമില്ലാത്തത്? ആ വാസത്തിന് അസ്ബാബിൻ മഅലൂമത്തിൻ മുഅതാദ, അതുപോലെ തന്നെ ബിവാസതതി അസ്ബാബി മാ യഹ്സുലു ബിവാസതതി അസ്ബാബി മഅലൂമത്തിൻ മുഅതാദ, ഇത് രണ്ടും ഇവിടെ ആവർത്തിച്ച് വായിച്ചു. എന്താ നിങ്ങൾക്ക് പറയാൻ ധൈര്യമില്ലാത്തത്? അത് നിങ്ങളും ഇങ്ങനെ തൊട്ടു തലോടി പോകുന്നു എന്നല്ലാതെ എന്താ നിങ്ങൾക്കത് അർത്ഥം പറഞ്ഞുകൊണ്ട് വായിക്കാൻ സാധിക്കാത്തത്? അർത്ഥം പറഞ്ഞ് വായിച്ചാൽ നിങ്ങളെ കാൽച്ചുവട്ടിലെ മണ്ണൊലിച്ചു പോകും. ആ തിരിച്ചറിവ് നിങ്ങൾക്ക് വന്നതുകൊണ്ടാവാൻ നിങ്ങൾ തൊടാത്തത്. അതുകൊണ്ട് ധൈര്യമുണ്ടെങ്കിൽ നിങ്ങൾ തൊടൂ. ഇമാം നവവി റഹിമഹുല്ല പറഞ്ഞതിനെയും ഇമാം റാസി റഹിമഹുല്ല പറഞ്ഞതിനെയും നിങ്ങൾ പ്രചരിപ്പിക്കുന്ന നിങ്ങൾ എഴുതി വെച്ച ആദർശത്തോട് കൂറുണ്ടെങ്കിൽ നിങ്ങൾ പറയൂ എന്നാ സൂചിപ്പിക്കാനുള്ളത്. അസ്സലാമു അലൈക്കും. ബഹുമാനപ്പെട്ട സുഹൃത്ത് ഇബാറത്ത് വായിച്ച് സഅല എന്നിങ്ങനെ ആവർത്തിക്കുന്നത് കേട്ടു. ഈ സഅലന്റെ അർത്ഥം ശിർക്കാവുന്നാണോ അത് ശിർക്കാവില്ല എന്നാണോ അല്ല ഹറാമാണെന്നാണോ? എന്റെ മാന്യ സുഹൃത്തെ, ആ ഇബാറത്തിൽ എന്താ പറഞ്ഞത്? നമുക്ക് ഒരു സാധാരണ കാര്യങ്ങൾ വരുമ്പോൾ ആ കാര്യങ്ങൾ അത് നമ്മുടെ ചെരുപ്പിന്റെ വാറ് പൊട്ടുക തുടങ്ങിയുള്ള കാര്യങ്ങൾ വരുമ്പോൾ പടച്ചോനെ ഈ ചെരുപ്പിന്റെ വാറ് തുന്നിത്തരണം എന്ന് പറയണമെന്നല്ല, അത് അതിന്റെ ആളെടുത്ത് പോകണം. അപ്പോഴും അത് പൂർത്തീകരിക്കണം അള്ളാഹുവാണ്. അതിന് അദ്ദേഹത്തിന്റെ മനസ്സ് പൂർത്തീകരിക്കും. രണ്ടും അള്ളാഹുവിനോട് തന്നെ ചോദിക്കണം എന്നാ പറഞ്ഞത്. രണ്ട് വിഷയവും അള്ളാഹുവിനോട് ചോദിക്കണം. എന്നാൽ എന്ന് വെച്ചാൽ എല്ലാ വിഷയത്തിലും തവക്കുൽ അള്ളാഹുവിന്റെ മേലാവണം. എല്ലാ കഴിവും തരുന്നത് അള്ളാഹുവാണ്. അത് ആ നിലക്കുള്ള ചോദ്യം അവിടെ തന്നെ ആയിരിക്കുകയും വേണം. എന്നാൽ ഇതിന് എതിരല്ല എന്ന് മാത്രമാണ് മാന്യ സുഹൃത്തെ അവിടെ പറഞ്ഞിട്ടുള്ളൂ. അവിടെ ശിർക്കല്ല എന്നോ ഷിർക്കാണ് എന്നോ ഹറാമാണ് എന്നോ ഒരൊറ്റ ഇബാറത്തും അതിൽ ഉണ്ടെങ്കിലല്ലേ അത് പറയേണ്ടതുള്ളൂ. അത് ഉണ്ട് എന്ന് നിങ്ങളാണ് പറയേണ്ടത്, നിങ്ങൾ പറഞ്ഞില്ല. വല്ലാഹു ഫി ഔനിൽ അബ്ദി ഇങ്ങനെ രണ്ടു തരം വേർതിരിപ്പിച്ചിട്ട് ഈ ഭൗതികമായ കാര്യങ്ങൾ മാത്രം ചോദിക്കുന്നതിനാണ് ഈ ഹദീസ് എന്ന് നിങ്ങൾ വിഷയാവതരണത്തിൽ പറഞ്ഞു. അതുകൊണ്ടാണ് ഞങ്ങൾ ചോദിക്കുന്നത്, അത് എവിടെ പറഞ്ഞു? മറ്റത് പെടില്ല എന്ന് എവിടെ പറഞ്ഞു? നിങ്ങൾക്ക് മിണ്ടാൻ കഴിഞ്ഞില്ല. ദുആയുടെ അർത്ഥം ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് മിണ്ടാൻ കഴിഞ്ഞില്ല, കഴിയുകയുമില്ല. എന്നാൽ ഇനി നിങ്ങൾ കേട്ടോളൂ, ഞങ്ങൾ ചോദിക്കുന്നു, വീണ്ടും ഞങ്ങൾ ചോദിക്കുന്നു. ഞങ്ങളുടെ 3 ചോദ്യം ഇവിടെ അവശേഷിക്കുകയാണ്. ഈ 3 ചോദ്യത്തിനും നിങ്ങൾ മറുപടി പറഞ്ഞിട്ടില്ല. പിന്നെ മക്ക മുശ്രിക്കീങ്ങൾ അവിടെ നിൽക്കട്ടെ എന്ന് എന്താ പേടിയാകുന്നുണ്ടല്ലേ? 2 ആയത്താണ്ട് കേട്ടപ്പോ പേടിയായി. അതുകൊണ്ട് നിൽക്കാൻ പറ്റില്ല. മക്ക മുശ്രിക്കീങ്ങളുടെ മേൽ ഇറങ്ങിയിട്ടുള്ള ആയത്തുകളാണ് മുഅ്മിനീങ്ങളുടെ മേൽ നിങ്ങൾ വെച്ച് കെട്ടുന്നത്. അതുകൊണ്ട് അവരുടെ വിശ്വാസം നമ്മൾ ശരിക്ക് പഠിക്കണം. ഈ അത്തരിപ്പൂന എന്ന് പറഞ്ഞതുകൊണ്ട് ഈമാനാവില്ല മൗലവി. യഅ്തരിഫൂന എന്ന് പറഞ്ഞതുകൊണ്ട് ഈമാനാവുകയില്ല. ഈമാനാകുക എന്നല്ല അതിന്റെ അർത്ഥം. യഅ്തരിഫൂനയും യഅലമൂനയും ഒന്നും ഈമാനിന്റെ അർത്ഥമല്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഇനി ആവർത്തിക്കാൻ ധൈര്യമുണ്ടെങ്കിൽ പറയേ. അവർക്ക് റുബൂബിയ്യത്തിൽ വിശ്വാസമുണ്ടായിരുന്നെന്ന് മേലിൽ നിങ്ങൾക്ക് ആവർത്തിക്കാൻ കഴിയുമെങ്കിൽ പറയുക. അപ്പൊ ഞങ്ങൾ പറഞ്ഞു തരാം. ഇനി ഞാൻ 3 ചോദ്യം അവശേഷിക്കുന്നു. ഇതിന് നിങ്ങൾ തീരെ മറുപടി പറഞ്ഞിട്ടേ ഇല്ല, നിങ്ങൾക്ക് സാധ്യവുമല്ല. എന്നാൽ ഞങ്ങൾക്ക് അടുത്ത ചോദ്യം ചോദിക്കാനുള്ളത് ഞാൻ ചോദിക്കട്ടെ. നിങ്ങളുടെ കെ എം മൗലവി ഈ സ്വയം നിലക്ക് അഭൗതിക രൂപത്തിൽ ഭൗതിക രൂപത്തിൽ എന്നുള്ള വ്യത്യാസങ്ങളൊന്നുമില്ലാതെ കെ എം മൗലവി പറഞ്ഞിട്ടുള്ളത് ഇബാദത്ത് ദുആ എന്ന് പറഞ്ഞാൽ സാങ്കേതികമായി അതല്ലെങ്കിൽ നിങ്ങളുടെ അൽമനാർ പുസ്തകത്തിൽ കെ എം മൗലവിയുടെ അവിടെ നിൽക്കട്ടെ, അൽമനാർ പുസ്തകത്തിൽ അടിമയായ മനുഷ്യൻ ഉടമയായ അള്ളാഹുവിനോട് നടത്തുന്ന അർത്ഥനയാണ് സാങ്കേതിക ഭാഷയിൽ ഇസ്ലാമിൽ ദുആ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിനെ നിങ്ങൾ അംഗീകരിക്കുന്നുവോ? അടിമ ഉടമയോട് നടത്തുമ്പോഴേ പ്രാർത്ഥനയാവുകയുള്ളൂ. അടിമ റബ്ബിനോട് നടത്തുമ്പോഴേ പ്രാർത്ഥനയാവുകയുള്ളൂ. അല്ലാതെ സൃഷ്ടികളോട് സൃഷ്ടിയാണ് ഇഷ്ടദാസനാണ് എന്ന അർത്ഥത്തിൽ ചോദിക്കുമ്പോൾ ആവുകയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് നിങ്ങൾ അംഗീകരിക്കുമോ? 4ാമത്തെ ചോദ്യം. 5ാമത്തെ ഒരു ചോദ്യം കൂടി ഞാൻ ചോദിക്കട്ടെ. 5ാമത്തെ ഒരു ചോദ്യം കൂടി ചോദിക്കട്ടെ. എനിക്ക് ഒരു സാധനം ഇന്ത്യയിൽ നിന്ന് പെട്ടെന്ന് ദുബൈയിലേക്ക് കൊണ്ടുവരേണ്ട ആവശ്യം വന്നു. ഒരു 10 സെക്കൻഡ് കൊണ്ട് എനിക്ക് കിട്ടണം. ഇതിന് ഭൗതികമായ മാർഗങ്ങളൊന്നും എന്റെ മുന്നിലില്ല.
ഖാലല്ലദീ ഇൻദഹു ഇൽമുൻ മിനൽ കിതാബി എന്ന ഇനത്തിൽപ്പെട്ട ഇൽമുൽ കിതാബുള്ള ഒരു മഹാൻ എന്റെ മുന്നിലുണ്ടെങ്കിൽ എനിക്കതൊന്ന് കൊണ്ടുവന്ന് തരണം എന്ന് അദ്ദേഹത്തോട് പറയുന്നത് ശിർക്കാകുമോ? സഹായം അഭൗതിക രൂപത്തിലാണ്. ഭൗതിക രൂപത്തിലാണെങ്കിൽ പ്ലെയിനിൽ ആരെങ്കിലും വരുമ്പോ കൊടുത്തേക്കാനാ പറയേണ്ടത്. ഇതല്ല, ഈ അഭൗതിക രൂപത്തിൽ എനിക്ക് പെട്ടെന്ന് കിട്ടണം, അത് നിങ്ങളൊന്ന് കൊണ്ടുവന്ന് തരുമോ എന്ന് അദ്ദേഹത്തോട് ഞാൻ ചോദിക്കുന്നു. ഞാൻ കൊണ്ടുവന്ന് തരാം എന്ന് അദ്ദേഹം പറയുന്നു. ഞാൻ ദുആ ചെയ്ത് നോക്കാന്നല്ല, ഞാൻ കൊണ്ടുവന്ന് തരാമെന്ന് പറയുന്നു. ഇത് ശിർക്കാകുമോ? 5 ചോദ്യം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. സുലൈമാൻ നബി അലൈഹിസ്സലാം ഇഫ്രീത്തിനെ വെല്ലുവിളിച്ചതാണ് ഇപ്പൊ മുസ്ലിയാർക്ക് ഇപ്പോ ദുആ ചെയ്യാനുള്ള തെളിവ് അല്ലെ മുസ്ലിയാരെ? സലാം കവി, ഇവിടെ സുലൈമാൻ നബി അലൈഹിസ്സലാം ഇഫ്രീത്തിനെ വെല്ലുവിളിച്ച ആ സംഭവം എന്നതാണ് നിങ്ങൾക്ക് ഇപ്പൊ വലിയ തെളിവായിട്ട് വരുന്നത്. എന്തായാലും ഇൻഷാ അല്ലാഹ് മക്കയിലെ മുശ്രിക്കീങ്ങളൊന്നും ഞങ്ങൾ വെറുതെ വിടാൻ പോകുന്നില്ല. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് അത് പഠിപ്പിച്ചു തരുന്നതിന് ചെയ്യും. ഇവിടെ പറയാം, ഇവിടെ റുബൂബിയത്തിൽ അവർ പങ്കു ചേർക്കുന്നില്ല. അൽ മുഅ്തരിഫീൻ ലഹു ബിർറുബൂബിയത്തി വഅന്നഹു ലാ ശരീക ലഹു ഫീഹാ വമാ ഹാദാ ഫഖദ് അശ്റകൂ മഅഹു ഫിൽ ഇലാഹിയ. അഥവാ ഉലൂഹിയത്തിൽ ആരാധന അവർ പങ്കു ചേർത്തു. എന്നിട്ടോ മഅ്തിറാഫിഹിം അന്നല്ലദീന അബദൂഹും ലാ യഖ്ലുഖൂന ഷൈഅൻ വലാ യംലികൂന ഷൈഅൻ വലാ യസ്തബിദൂന ബിഷൈഇൻ ബൽ ഇഅ്തഖദൂ അന്നഹും യുകദ്ദിബൂനഹും ഇലൈഹി സുൽഫാ മാ നഅ്ബുദുഹും ഇല്ലാ ലിയുകദ്ദിബൂന ഇലല്ലാഹി സുൽഫാ. അഥവാ ഈ തേടപ്പെടുന്ന ശക്തികൾക്ക് അവർക്ക് ഒന്നും തന്നെ സൃഷ്ടിക്കാൻ കഴിയില്ല, അവർക്ക് ഒന്നും തന്നെ ഉടമപ്പെടുത്തുന്നില്ല, അതുപോലെ തന്നെ അവർക്കൊന്നും നിയന്ത്രണമില്ല. ബല്യഅ്തഖദൂ, അവർ വിശ്വസിച്ചു, അന്നഹും നിശ്ചയമായും ആരാധിക്കപ്പെടുന്ന ശക്തികൾ യുകദ്ദിബൂനഹും ഇലൈഹി സുൽഫാ, അഥവാ അല്ലാഹുവിലേക്ക് അടുപ്പിക്കുമെന്ന് വിശ്വസിച്ചു. എന്നിട്ട് ഖുർആൻ ആയത്ത് കൊടുക്കുന്നു, മാ നഅ്ബുദുഹും ഇല്ലാ ലിയുകദ്ദിബൂന ഇലല്ലാഹി സുൽഫാ. ആ വെല്ലുവിളിയൊക്കെ ഉണ്ടല്ലോ, അത് അവിടെ ആ നന്ദിയിലത്തെ കുട്ടികളോട് നടത്തിയാൽ മതി, ഇവിടെ നടത്തേണ്ട ആവശ്യമില്ല. സലാബാക്കി വ്യക്തമായി തന്നെ നിങ്ങൾക്ക് ചുട്ട മറുപടി കിട്ടും. പിന്നെ തൽബിയത്ത് പിന്നെ ഇങ്ങനെ എന്താ ഉത്തരം മുട്ടിയപ്പോ തെളിയതാ? തൽബിയത്ത് മക്കയിൽ മുശ്രിക്കിൽ ഉത്തരം മുട്ടിയപ്പോ തെളിയതാണോ? അതൊക്കെ നിങ്ങൾ പറയില്ലേ? തൽബിയത്ത് അവർ ചൊല്ലിയതിനെ പറ്റിയിട്ടാണ് ഇവിടെ പറഞ്ഞത്. ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി പറയുന്നു, വഖദ് കാനൽ മുശ്രിക്കീന യഅ്തരിഫൂന ബിദാലിക കമാ കാനൂ യഖൂലൂന ഫി തൽബിയത്തിൻ ലബ്ബൈക ലാ ശരീക ലക ഇല്ലാ ശരീകൻ ഹുവ ലക തംലികുഹു വമാ മലക. വീണ്ടും അദ്ദേഹത്തിന്റെ തഫ്സീർ പറയുന്നു, ഇത് അവരുടെ വിശ്വാസത്തിൽ പെട്ട കാര്യമായതുകൊണ്ടാണ്, അവർ അങ്ങനെ തൽബിയത്ത് ചൊല്ലിയത് എന്നും തഫ്സീർ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി തഫ്സീറിലുണ്ട്. അതൊക്കെ വെറുതെ നിങ്ങൾ അങ്ങനെ തൊട്ട് കഴിഞ്ഞാൽ നിങ്ങൾ വെറുതെ വഷളാവുന്നല്ലാതെ വേറെ പ്രയോജനമില്ല. ഇനി ഇവിടെ ഷിർക്ക് ഉണ്ടോന്നാണ് ആദ്യം വ്യക്തമായി ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഷിർക്ക് എന്താണ് പഠിപ്പിച്ചിട്ടുണ്ട്, അത് ഞാൻ പഠിപ്പിച്ചു തരാം ഇൻഷാ അല്ലാഹ്. എന്താണ്? സഹാബി ഒന്ന് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ് അയ്യു ദംബി അഅ്ലം, അതാ പ്രവാചകരെ ഏറ്റവും വലിയ പാപം എന്താണ്? ഖാല അൻ തജ്അല ലില്ലാഹി നിദ്ദൻ വഹുവ ഖലഖക, അഥവാ അല്ലാഹുവെ നിങ്ങൾ തുല്യപ്പെടുത്തുമ്പോഴാണ് അത് ഷിർക്കാവുന്നത്. അഥവാ അള്ളാഹുവിന് നിങ്ങൾ തുല്യപ്പെടുത്തിയോ അത് ശിർക്കാണ്. വീണ്ടും ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിൽ നിന്നും വീണ്ടും ഫലാ തജഅലില്ലാഹി എന്താ എന്നുള്ള ആയത്തിന്റെ വിശദീകരണം പറയുന്നു, ഐ ലാ തുശ്രികു ബില്ലാഹി ഗൈറഹു മിനൽ അൻദാദി അല്ലതി ലാ തൻഫഉ വലാ തദുറു. വീണ്ടും ഇബ്നു അബ്ബാസ് റളിയല്ലാഹു പറയുന്നു, അൽ അൻദാദു ഹുവ ശിർക്ക്, അഥവാ അള്ളാഹു തആല സമന്മാരാക്കൂ എന്ന് പറഞ്ഞാൽ ഷിർക്കാണ്. ഇനി ഇത് വെച്ചിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ഇമാം റാദിയുടെ ആ ഇബാറത്ത് വ്യക്തമായി നോക്കാം. ഇവിടെ എന്താ ഇമാം റാദി പറയുന്നത്? വഇൻ യുരീദു അൻ യഖ്ദഊക ഫഇന്ന ഹസ്ബകല്ലാഹു ഹുവല്ലദീ അയ്യദക ബിനസ്രിഹി വബിൽ മുഅ്മിനീൻ. ഇവിടെ അല്ലാഹു സഹായിക്കുമെന്ന് പറയുന്നു, അല്ലാഹു തആല മുഅ്മിനീങ്ങളെ കൊണ്ട് സഹായിക്കുമെന്ന് പറയുന്നു. ഈ മുസ്ലിയാക്കന്മാരുടെ വിഷയത്തിൽ എന്തായിരിക്കും? അള്ളാഹുവിന്റെ സഹായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തമായ സഹായം, മുഅ്മിനീങ്ങളുടെ സഹായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൊടുത്ത സഹായം എന്നല്ലേ നിങ്ങൾ വേർതിരിക്കുന്നത്? അങ്ങനെ അല്ല വേർതിരിക്കുന്നത്. അഥവാ അവരുടെ സഹായം ഒരേപോലെയാണെങ്കിൽ അത് ശിർക്കാണ്. മറിച്ച് അദ്ദേഹം പറയുന്നു, അഥവാ ശക്തിപ്പെടുത്തുന്നവർ പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുവിൽ നിന്ന് മാത്രമാണ്, എന്നാൽ 2 തരമുണ്ട്. എന്നിട്ടോ ഒരു തരം അള്ളാഹുവിലേക്ക് ചേർക്കുന്നു, മറ്റേത് സൃഷ്ടികളിലേക്ക് ചേർക്കുന്നു.
അഥവാ ഒരു സഹായം ലഭിക്കുന്നത് കഴിഞ്ഞാൽ കാരണങ്ങൾ കൂടാതെ, യാതൊരു വാസത്തിൽ അഥവാ മധ്യവർത്തി കൂടാതെ അറിയപ്പെടാത്ത രീതിയിൽ ലഭിക്കുന്ന ഒരു സഹായമാണ് അത് അള്ളാഹുവിൽ നിന്നുള്ള സഹായം. രണ്ടാമത്തെ സഹായം പറയുന്നു മാ യഹ്സുലു ബി വാസിതി അസ്ബാബിൻ മഅലൂമത്തിൻ മുഅ്താദ. ഈ സഹായമാണ് മുഅ്മിനീങ്ങളെ കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിലേക്ക് സഹായിക്കുന്ന അള്ളാഹു പറയുന്നു. അള്ളാഹുവിന്റെ സഹായവും സൃഷ്ടികളുടെ സഹായം ഒരേപോലെ അല്ല. എന്താണ് വേർതിരിവ്? നിങ്ങളുടെ സമതിയത്തല്ല വേർതിരിവ്, മറിച്ച് കാര്യകാര ബന്ധമാണ് വേർതിരിവ്. ഇനിയെങ്കിലും മനസ്സിലാക്കുക. പിന്നെ ഇദാ സഅൽത ഫസ്അലില്ല എന്നുള്ള ഹദീസൊക്കെ വ്യക്തമായി തന്നെ മൂസ സലഹി ഉസ്താദ് പറഞ്ഞിരുന്നു. അതിന് ഇൻഷാ അല്ലാഹ് അതിന് നിങ്ങൾക്കൊന്നും തൊടാൻ പറ്റില്ല. പിന്നെന്താണ്? വീണ്ടും ഞാൻ പറഞ്ഞല്ലോ, ഈ കാര്യകാരണം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അഭൗതികം എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതിന്റെ ഒക്കെ ഉദ്ദേശം എന്താണ്? ഫീമാ ലാ യഖ്ദിറു അലൈഹി ഇല്ലല്ലാഹ്. എന്താ പറയുന്നത്? ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ചോദിക്കാൻ പാടില്ല. അള്ളാഹുവിന്റെ അധീനത്തിൽപ്പെട്ട കാര്യമാണെങ്കിൽ ചോദിക്കാൻ പാടില്ല എന്ന് പറയുന്നത് അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ നിങ്ങൾ അംഗീകരിക്കുന്ന ഇമാമാണ്. ലാ യുസ്തഗാസു ബി എന്ന് പറഞ്ഞതിന് ശേഷം കദാലിക ലാ നസ്അലുൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ചോദിക്കാൻ പാടില്ല. അപ്പോ ബഹുമാനപ്പെട്ട റാസിമാമിനെപ്പോ വിട്ടു, അതില് ശിർക്കുണ്ട് എന്ന് പറഞ്ഞിട്ടില്ല എന്ന് ഉറപ്പായി, അത് വിട്ടില്ലേ? അതുപോലെ ഇമാം നവവിനെയും വിട്ടു. രണ്ടും അള്ളാഹുവാണ് ചെയ്യുന്നത്, രണ്ടും അള്ളാഹുവിനോട് തന്നെയാണ് ചോദിക്കേണ്ടത് അഥവാ അടിസ്ഥാനപരമായി ഇതൊക്കെ അള്ളാഹുവിൽ നിന്നാണ്. അതാണ് അവരൊക്കെ പറഞ്ഞത്. എന്നാൽ ഇത് മറ്റുള്ളവരോട് ചോദിക്കുന്നത് ഭൗതികമാകുമ്പോൾ ശിർക്കല്ല എന്നും അഭൗതികമാകുമ്പോൾ ശിർക്കല്ല എന്നും റാജിം പറഞ്ഞിട്ടില്ല, നബിയും പറഞ്ഞിട്ടില്ല എന്നിപ്പോ മൗലവിക്ക് തന്നെ മനസ്സിലായി. അതുകൊണ്ട് ഇപ്പൊ വേറെ വകുപ്പിലേക്ക് പോവുകയാണ്. അപ്പൊ ഇത് വിട്ടു. പിന്നെ രണ്ടാമത്തെ ചോദ്യം അല്ലാഹു ഫി ഔനിൽ അബ്ദി, ആ വിഷയം നിങ്ങൾ വിഷയാവതരണത്തിൽ പറഞ്ഞു, അതും വിട്ടു, അതിപ്പം ഉണ്ടുന്നില്ല. ദുആക്ക് വ്യാഖ്യാനമില്ല. എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയല സുഹൃത്തെ. വാദപ്രതിവാദത്തിൽ വന്നിട്ട് പിന്നെ നന്ദിയിൽ പോയിട്ട് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ തന്നെ പറഞ്ഞു കാനൽ മുശ്രിക്കൂന എന്നാണ് നന്ദിയിലത്തെ കുട്ടികളോട് ചോദിച്ചാൽ കിട്ടും കേട്ടോ. നാനൽ മുശ്രിക്കൂന എന്ന് വായിക്കണം, സൂക്ഷിച്ച് വർത്താനം പറയണം. അതുകൊണ്ട് കാനൽ മുശ്രിക്കൂന എന്നാ വായിക്കേണ്ടത്. മാന്യ സുഹൃത്ത് മനസ്സിലായിക്കോ. അതുകൊണ്ട് ദുആക്ക് നിങ്ങൾക്ക് ഒരു താരീഖ് പറയാൻ കഴിയാതെ ദുആയാണ് ഈ നടത്തുന്നത് എന്നും പറഞ്ഞിട്ട് മുസ്ലിമീങ്ങളെ കാഫിറാക്കാൻ നടക്കുന്നതിന് പകരം വേറെ വല്ല പണിയെടുത്തൂടെ നിങ്ങൾക്ക്? ദുആന്റെ അർത്ഥം പറയൂ സുഹൃത്തെ. ദുആന്റെ അർത്ഥം പറയാൻ നിങ്ങൾക്ക് സാധ്യമല്ല. പിന്നെ മക്ക മുശ്രിക്കീങ്ങൾക്ക് വിശ്വാസം ഉണ്ടായിരുന്നത്രേ. അള്ളാഹ് പറയുന്നു പരിശുദ്ധ ഖുർആനിൽ ബൽഹും ഫീ ശക്കിൻ യൽഅബൂൻ, അവർക്ക് വിശ്വാസമില്ല, അവർ ശക്കിലായും കൊണ്ട് കളിക്കുകയായിരുന്നു. ശക്കിലായും കൊണ്ട് ആളെ കളിയാക്കണ പണിയാണ്. ഇവിടെ വരുമ്പോ ലബ്ബൈക്കാന്ന് പറയും, ഇല്ല ശരീക്കെന്ന് പറയും, തെംലിക്കുഹു അമാ മലക്ക. എന്താണ് ആ മലക്കന്റെ അർത്ഥം? പറയും മൗലവി, എന്താണ് ആ മലക്കന്റെ അർത്ഥം? അവർക്ക് മിൽക്കുണ്ടെന്നാണ് അവർ പറഞ്ഞിരുന്നത്. അതുകൊണ്ടാണ് ആ മിൽക്കുണ്ടെന്ന് പറഞ്ഞതിന് മറുപടിയായി അള്ളാഹ് ആയത്തിറക്കിയത്. ആ ആയത്തിറക്കിയതിന്റെ വ്യാഖ്യാനത്തിലൊക്കെ പണ്ഡിതൻ പറഞ്ഞിട്ടുണ്ടല്ലോ, എന്റെ മുൽക്കിലും എന്റെ അധികാരത്തിലും വലം അള്ളാഹുവിന് മുൽക്കിൽ പങ്കുകാരനില്ല എന്ന് പറഞ്ഞത് ആ ബിംബങ്ങൾക്ക് മുൽക്കുണ്ടെന്നവർ പറഞ്ഞത് കൊണ്ടാണ്. മുൽക്കില്ല. അതുകൊണ്ട് ബൽഹും ഫീ ശക്കിയൽ അബൂൻ ഇൻ കുൻതും മുഖിനീൻ എന്നൊക്കെ പറഞ്ഞതിന്റെ വ്യാഖ്യാനം എടുത്ത് പരിശോധിച്ചു നോക്ക്. മക്കക്കാർക്ക് ഒരു വിശ്വാസവും ഉണ്ടായിരുന്നില്ല. യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ സംബന്ധിച്ച് യഥാർത്ഥത്തിൽ വിശ്വസിക്കേണ്ട ഒരു വിശ്വാസവും അവർക്കുണ്ടായിരുന്നില്ല. എന്നല്ല അജഅലൽ ആലിഹത ഇലാഹം വാഹിദ, ഈ ഇലാഹുകളൊക്കെ കൂടി ഉണ്ടായിട്ടും ഞങ്ങളുടെ കാര്യമൊന്നും നടക്കുന്നില്ല. പിന്നെ ഇതൊക്കെ കൂടി ഒന്നായ കാര്യം നടക്കുമെന്നാ മുശ്രിക്ക് ചോദിച്ചത്. അറിയോ മൗലവി? അജഅലൽ ആലിഹത ഇലാഹം വാഹിദ, ഇക്കണ്ട ദൈവങ്ങളൊക്കെ ഇവിടെ ഉണ്ട്, എന്നിട്ട് ഞങ്ങളുടെ കാര്യം കേൾക്കുന്നില്ല, ഞങ്ങളുടെ കാര്യം നടക്കുന്നില്ല. എല്ലാവരുടെ കാര്യം കൂടി നടത്താൻ, എല്ലാവരുടെ ദ്വായും കൂടി കേൾക്കാൻ ഒരു പടച്ചോനായ പറ്റോ എന്നാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണം എന്ന് പറഞ്ഞപ്പോൾ അവർ റസൂലുള്ളാഹിയോട് ചോദിച്ചത്. അതുകൊണ്ട് അവർക്ക് വിശ്വാസമില്ല. വിശ്വാസമുണ്ടെന്ന് തെളിയിക്കാൻ നിങ്ങൾക്ക് സാധ്യവും അല്ല. അതുകൊണ്ട് മാന്യ സുഹൃത്തെ, എന്റെ 5 ചോദ്യങ്ങൾക്ക് മറുപടി പറയേ. ആദ്യം പറഞ്ഞ 3 ചോദ്യം, ദുആഇന്റെ അർത്ഥം നിങ്ങളുടെ മനാറിൽ ദുആക്ക് നൽകിയ വ്യാഖ്യാനം നിങ്ങൾ സ്വീകരിക്കുന്നുണ്ടോ? നിങ്ങൾ പറയണം. അതുപോലെ എനിക്ക് ആവശ്യമായി ജിന്നിനെ വെല്ലുവിളിച്ചത്, ഇഫ്രീത്തിനെ വെല്ലുവിളിക്കുന്ന ഇയാൾ വരുന്നത്, ഇഫ്രീത്തിനെ വെല്ലുവിളിച്ചു. ഇഫ്രീത്തിനെ വെല്ലുവിളിച്ചത് അവിടെ
എനിക്ക് ആരാണിത് കൊണ്ടുവന്ന് തരിക? ഒരു ജിന്നിന് പോലും കഴിയാത്ത വിധത്തിൽ ഇൽമുൽ കിതാബുള്ള പ്രത്യേകമായ ജ്ഞാനമുള്ള ഒരു മഹാനാണ് പറയുന്നത്, ഞാൻ കൊണ്ടുവരാം. നിങ്ങൾക്ക് തൊടാൻ കഴിയുമോ? എനിക്ക് എന്റെ സർട്ടിഫിക്കറ്റ് അങ്ങൊന്ന് കൊണ്ടുവന്ന് തരണമെന്ന് പറഞ്ഞാൽ ശിർക്കാണെന്ന് പറയാൻ ധൈര്യമുണ്ടോ? അഭൗതിക രൂപത്തിലുള്ള സഹായമാണല്ലോ അത്. ശിർക്കാണെന്ന് പറയാൻ ധൈര്യമുണ്ടെങ്കിൽ പറയും മൗലവി, അത് ശിർക്കാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധ്യമല്ല. ശിർക്കാണെന്ന് പറയാൻ സാധ്യമേ അല്ല. അങ്ങനെ കൊണ്ടുവരാൻ അദ്ദേഹം പറയുന്നു, ഞാൻ കൊണ്ടുവരാം എന്ന. അയ്യുഹൽ മലഉ, ഓ കൂട്ടരെ, നിങ്ങളിൽ ആരാണ് കൊണ്ടുവരാന്ന സുലൈമാൻ നബി പറഞ്ഞത്. അവിടെ ഈ ഇഫ്രീത്തിനെ വെല്ലുവിളിച്ചത് അത്ര. എവിടുന്ന ഇയാളെ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ ഒരു സെക്കൻഡ് കൊണ്ട് തരാം ഉസ്താദെ. മൂസ സലൈനെ സംസാരിച്ചോ. ഞാനൊരു കാര്യം പറയാണ്. ഇബാറത്തിന്റെ ഒരു കഷ്ണം എടുത്തിട്ട് എന്തെങ്കിലും ഒരു അബദ്ധം വന്നതിന്റെ പേരിൽ പറയാൻ മാത്രം നിങ്ങൾക്ക് എന്താ അധികാരമല്ലേ? നിങ്ങൾ എന്താ പറഞ്ഞ? ഖുൽ അഗൈറല്ലാഹി അബ്ഗി റബ്ബൻ അർബാബുൻ മുതഫർരിഖൂന ഖൈറുൻ അമില്ലാഹുൽ വാഹിദുൽ ഖഹാർ. എവിടെ മുസ്ലിയാർ ഈ ആയത്ത്? സൂറത്ത് യൂസുഫും സൂറത്തുൽ അനാമും കൂട്ടിക്കൊടുക്കണം നിങ്ങൾ. എന്നിട്ട് ഒരു ഇബാറത്ത് തെറ്റിന്റെ പേരിൽ പറയാൻ നാണൂല. നിങ്ങൾ ഖുർആൻ ഓരോ നേർക്കറിയില്ല, എന്നിട്ട് ഇബാറത്ത് തെറ്റിന്റെ പേരിൽ പറയണല്ലേ? ഖുർആൻ നിങ്ങൾ ഓതിയ ശരിയല്ല. നേരത്തെ നിങ്ങൾ പറഞ്ഞു ഖുൽ അഗൈറല്ലാഹി അബ്ഗി റബ്ബൻ, പിന്നെ എവിടത്തേക്കാ ചാടിയത്? സൂറത്ത് യൂസുഫിലേക്കാ ചാടിയേ. അർബാബുൻ മുതഫർരിഖൂന. പോട്ടെ, ഞാൻ ആ ഭാഗം പറയുന്നില്ല. ഞാൻ ഇൻഷാ അല്ലാഹ് ഇനി എനിക്ക് അവസരം കിട്ടുകയാണെങ്കിൽ എനിക്ക് പറയണം എന്താണ് ദുആ എന്നുള്ളതും എന്താണ് ഇസ്തിഗാസ എന്നുള്ളതും ഒക്കെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി തരാ. ഉസ്താദ് മൂസ സലായി മൈക്ക് ആവശ്യപ്പെട്ടുകൊണ്ട് മാത്രം ഞാൻ കൊടുക്കാണ്. മൂസ സലായി ബാക്കി സമയം സംസാരിക്കും. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഏതായിരുന്നാലും മൂപ്പര് ചോദ്യം 3 4 5 എന്നിങ്ങനെ പൊലിപ്പിക്കാനും അതെ മനസ്സമാധാനം ഉണ്ടാക്കാനും വേണ്ടി പറയാണ്. അതുകൊണ്ടൊന്നും സമസ്ത മുസ്ലിയാക്കന്മാരെ ഒരു സമാധാനങ്ങൾക്ക് ലഭിക്കൂല. റാസിനെ വിട്ടു നിങ്ങൾക്ക് പറഞ്ഞു പിടിക്കാം, പക്ഷെ ഞങ്ങൾ വിടൂല. നിങ്ങളെ പിന്നാത്തന്നുണ്ട്. നിങ്ങൾ ധൈര്യം ഉണ്ടെങ്കിൽ തൊടിയും. റാസിയുടെ ഇബാറത്ത് വായിച്ച് പദാനുപദ അർത്ഥം വെക്കാൻ ഇപ്പൊ ധൈര്യം ഉണ്ടെങ്കിൽ വെക്കിങ്ങള്. ധൈര്യമുണ്ടെങ്കിൽ പറയും അത്തഈദു ലൈസ ഇല്ലാ മിനല്ലാഹി ലാകിന്നഹു അലാ ഖിസ്മൈനി അഹദുഹുമാ മാ യഹ്സുലു മിൻ ഗൈരി വാസിത്തത്തിൻ അസ്ബാബിൻ മഅലൂമത്തിൻ മുഅതാദ വസാനി മാ യഹ്സുലു ബിവാസിത്തത്തി അസ്ബാബിൻ മഅലൂമത്തിൻ മുഅതാദ. നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ പദാനുപദ അർത്ഥം വെച്ച് വിശദീകരിക്കുന്നത്. നിങ്ങൾ അതിനെ തയ്യാറാകേണ്ടത്. മുഅതാദ ഗൈറു മുഅതാദ, നിങ്ങൾ ധൈര്യമുണ്ടെങ്കിൽ അതിനെ പദാനുപദ അർത്ഥം വെച്ച് വിശദീകരിക്കണം. അല്ലാതെ റാസി വിട്ടു എന്ന് പറഞ്ഞാൽ ഇതങ്ങനെ വിടൂല. നിങ്ങളെ തലക്കേറ്റൊരു അടിയാണിത്. അതുപോലെ തന്നെ ഇമാം നവവി റഹിമഹുല്ലയെ തള്ളാൻ പറ്റുമെങ്കിൽ പറയും. നിങ്ങൾ തള്ളാൻ പറ്റുമെന്ന് 2ാം ഷാഫിന്ന് അങ്ങാടി ഇറങ്ങി പറഞ്ഞാൽ പോരാ. നിങ്ങൾ പറയണം ഇമാം നവവി റഹിമഹുല്ല സുമ്മ ഇൻ കാനത്തിൽ ഹാജത്തുല്ലതി യസ്അലുഹാ ലം തജ്രിൽ ആദതു ബിജരിയാനിഹാ അലാ ഐദി ഖൽഖിഹി കതലബിൽ ഹിദായത്തി വൽ ഇൽം വശിഫാഇൽ മറദ വഹുസൂലിൽ ആഫിയ സഅല റബ്ബഹു ദാലിക. പറയണം. ഒന്ന് അർത്ഥം പറയും. അല്ലാഹു അല്ലാത്തവരോട് ചോദിക്കാന്നാണോ അർത്ഥം? നേരത്തെ ഇവിടെ സഅല റബ്ബഹു ദാലിക എന്നുള്ള അതിന്റെ അർത്ഥം പറയാൻ വേണ്ടി പറഞ്ഞല്ലോ. ഞങ്ങൾ പറഞ്ഞ അർത്ഥത്തിനെതിരായിട്ട് വല്ലതും ഉണ്ടെങ്കിൽ പറയും സഅല റബ്ബഹു ദാലിക, രക്ഷിതാവായ അള്ളാഹുവിനോട് ചോദിക്കണം. അള്ളാഹു അല്ലാത്തവരോട് ചോദിക്കണം എന്നാണോ അർത്ഥം? ആണെങ്കിൽ പറയും. ഇമാം നവവി അങ്ങനെ ഒരു ശിർക്കാണോ പഠിപ്പിക്കുന്നത്? ആണെങ്കിൽ പറയും സഅല റബ്ബഹു ദാലിക എന്നതിന്റെ അർത്ഥം നിങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയൂല. അംഗീകരിച്ചാൽ നിങ്ങളെ വാദം എടുത്ത് വലിച്ചെറിയേണ്ടി വരും. പിന്നെന്താ, ഇവിടെ വാദത്തിന് എതിരാകുന്ന വർത്താനാണ്. ചോദിക്കേണ്ടതുണ്ട്, ചോദിക്കേണ്ടാത്തതുണ്ട്. അല്ലേ? ഭൗതികം അഭൗതികം ഉണ്ട് എന്ന് അവിടെ അംഗീകരിക്കുന്നത്. നിങ്ങൾ എഴുതിയ വാദം എന്താ? ചോദിക്കാം, അവരോട് ഇസ്തിഹാസം നടത്താന്നുള്ളതാ. ഇപ്പൊ കഴിഞ്ഞ സംസാരത്തിലോ ചോദിക്കേണ്ടതും ഉണ്ട്, ചോദിക്കേണ്ടാത്തതും ഉണ്ട്. നിങ്ങളെ വാദം എടുത്ത് വലിച്ചെറിയാ നല്ലത്. ആ വാദം അംഗീകരിച്ചുകൊണ്ട് സംവാദം നടത്താൻ കഴിയൂല. ആ രൂപത്തിലെ വർത്താനങ്ങളോട് പറഞ്ഞത്. പിന്നെ ഇവിടെ അൽമനാറിൽ വന്ന ഒരു കാര്യം പറഞ്ഞു, അടിമ ഉടമയോട്. ആ ചോദ്യം ദുആ അല്ല എന്നാരാ പറഞ്ഞത്? ഇനി ആ ചോദ്യം മാത്രമാണ് ദുആ എന്നാരാ പറഞ്ഞത്? അതൊന്ന് വിശദീകരിച്ച് പറയുങ്ങൾ. അല്ലാതെ അൽമനാറ് വായിച്ചുകൊണ്ട് പൊലിപ്പിച്ചിട്ട് കാര്യമില്ല. അതൊക്കെ സാധാരണക്കാരുടെ മുമ്പിൽ നടക്കും. പിന്നെ സുലൈമാൻ നബി അലൈഹി സ്വലാമിന്റെ വിഷയം പറഞ്ഞു, അയ്യുക്കും യഅ്തൂനി, ആരാണ് കൊണ്ടുവരാൻ കഴിയുന്നവരുള്ളത്? അങ്ങനെ കഴിയുന്നവരുണ്ട് എന്നതുകൊണ്ടാണ് ചോദിച്ചത്. അവിടെ അഭൗതികം ഉള്ളത് അത് നിങ്ങൾ വിശദീകരിക്കണം. അവിടെ അഭൗതികം ഉണ്ടോ ഇല്ലേ അത് നിങ്ങൾ വിശദീകരിക്കണം. അയ്യുക്കും, നിങ്ങളിൽ ആര്? അതാ ചോദ്യം. ആ ചോദ്യത്തിന് മനസ്സിലായിക്കൂടെ മുസ്ലിയാരെ?
അത് തിരിയാത്തൊരവസ്ഥയാണ് നിങ്ങൾക്കുള്ളത്. നിങ്ങളിൽ ആരാണ് എനിക്കത് കൊണ്ടുവന്ന് തരിക? അതാണ് ചോദ്യം. അവിടെ അബൗദികളുള്ളത്. അതുകൊണ്ട് സുലൈമാൻ നബി അലൈഹി സ്വലാമിന്റെ ആ സംഭവം ചോദ്യം 4 5 പറഞ്ഞിട്ട് കാര്യമില്ല. ഇമാം റാസി പറഞ്ഞ ഉദ്ധരണിയെ പദാനുപരം നിങ്ങൾക്ക് അർത്ഥം വെക്കാൻ സാധിക്കണം. നിങ്ങൾ അർത്ഥം വെക്കാൻ തയ്യാറാവും. അത് മിണ്ടിയാൽ നിങ്ങൾ ഇതുവരെ പറഞ്ഞത് മുഴുവനും വെള്ളത്തിൽ വരച്ച പോലെ ആവുന്ന് ശരിക്കറിയാം. അതുപോലെ തന്നെ ഇമാം നവവി റഹിമഹുല്ലാ ഇദാ സഅൽത ഫസ്അലില്ലാ വഇദാ ഇസ്തഅൻത ഫസ്തഇൻ ബില്ലാഹ്, അതിനെ വിശദീകരിച്ച് ഇമാം നവവി റഹിമഹുല്ലാ പറഞ്ഞ ആ വാചകം ഒന്ന് വായിച്ച് പദാനുപദ അർത്ഥം വെക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? പിന്നെ ഇവിടെ വല്ലാഹു ഫി ഔനിൽ അബ്ദ് മാ കാനൽ അബ്ദു ഫി ഔനി അഖീഹി എന്ന ഹദീസിന്റെ വിഷയം പറഞ്ഞു. അതിൽ പ്രാർത്ഥന ഉണ്ടെന്ന് ആരാ പറഞ്ഞത്? അഭൗതികം വരുന്നു ആരാ പറഞ്ഞത്? നിങ്ങൾക്ക് ഇമാം റാസിയുടെ ഇബാറത്തിനെയും ഇമാം നവവിയുടെ ഇബാറത്തിനെയും തൊടാൻ പേടിയുള്ളത് കൊണ്ട് ഇനി നിങ്ങളെ മനസ്സിനെ തണുപ്പിക്കാൻ, അണികളെ തണുപ്പിക്കാൻ ഈ രൂപത്തിലുള്ള കുറെ ചോദ്യങ്ങൾ പറഞ്ഞ് നിങ്ങൾ പൊലിപ്പിക്കും. അതല്ല ഇവിടെ വേണ്ടത്. നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ ഈ ഇബാറത്തിനെ പദാനുപദം കൈകാര്യം ചെയ്യാൻ നിങ്ങൾ തയ്യാറാവുക. അസ്സലാമു അലൈക്കും. നല്ല രസമുണ്ട്. നമ്മൾ ചോദിക്കുക, അതിന് അവരൊരു ഇബാറത്ത് വായിക്കുക, എന്നിട്ട് നമ്മൾ അർത്ഥം പറഞ്ഞു കൊടുക്കുകയാണ്. സാധുക്കൾക്ക് അത് വേണ്ടി വരും തന്നെ തോന്നുന്നു. ഞാനേ ഒരു ഇബാറത്ത് വായിച്ചതിലുള്ള തെറ്റ് പറഞ്ഞിട്ടപ്പോ മൂപ്പര് വന്ന് ചൂടാകുക, ഒരാൾ വന്ന് ചൂടാകുക. എന്തിനാ BP കൂടുന്നത്? അതിന്റെ ആവശ്യമില്ലല്ലോ. ഇവിടെ അതിന്റെ ഒന്നും ഒരു ആവശ്യമില്ല. ചൂടാവേണ്ട ഒരു വിഷയം ഇവിടെ ഇല്ല. നമ്മൾ രണ്ടായത്ത് ഉദ്ധരിച്ചതാണ്. ഒപ്പം പറഞ്ഞു 4 മിനിറ്റിൽ കാര്യങ്ങൾ പറയണല്ലോ. അല്ലാതെ ഒരായത്ത് എന്നല്ല അതിൽ നിന്ന് ആരും മനസ്സിലാക്കുക മാന്യ സുഹൃത്തെ. അതുകൊണ്ട് അതുപോലെ ആയത്ത് നോക്കുമ്പോ അയ്യുഹും എഴുത്തൂനി എന്നല്ല എഴുത്തീനി. അത് നിങ്ങൾ പറഞ്ഞു കൊടുത്താൽ മതി, ഞാൻ പറഞ്ഞു കൊടുക്കണില്ല, പ്രശ്നമില്ല. എഴുത്തീനി എന്നാണ് അവിടെ ആയത്തുള്ളത്. അതുകൊണ്ട് അവർക്ക് നിങ്ങൾ പറഞ്ഞിത്തോളൂ, നിങ്ങൾ ചൂടാവണ്ട. ഏതായിരുന്നാലും ശരി, ഇവിടെ ഇപ്പൊ റുബൂബിയത്ത് വിട്ടു, റുബൂബിയത്തിനെ സംബന്ധിച്ചൊന്നുമില്ല. അതുപോലെ ഇഫ്രീത്ത് വെല്ലുവിളിച്ചതാണെന്നുള്ളത് വിട്ടു, അത് ചോദിച്ചതാണ്. കൂട്ടത്തിൽ പലരും ഉള്ളത് കൊണ്ട് അങ്ങനെ ചോദിച്ചു. എന്നാ അങ്ങനെ ചോദിക്കാലോ. നിങ്ങൾ ഒരു മഹാന്റെ അടുത്ത് ഞാൻ പോയിട്ട് ചോദിക്കുകയാണ്, നിങ്ങൾ ഇതൊന്ന് കൊണ്ടുവന്ന് തരുമോ എന്ന് ചോദിച്ചാൽ ശിർക്കല്ലല്ലോ. സമ്മതിച്ചല്ലോ. അദ്ദേഹം ഞാൻ കൊണ്ടുവന്ന് തരാം എന്ന് പറഞ്ഞാൽ അത് ശിർക്കല്ലല്ലോ. അല്ലെന്ന് പറയേണ്ടി വരുന്നു. ദുആഇന്റെ അർത്ഥം ഇതാണ്, സാങ്കേതികമായി ഇതിന്റെ അർത്ഥം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതാണ് സാങ്കേതികം. അപ്പൊ അല്ലാത്തൊന്നും അതിൽ പെടില്ല. അങ്ങനെയാണ് മനാറിൽ പറഞ്ഞിട്ടുള്ളത്. സാങ്കേതികമായി ഇസ്ലാമിൽ അതാണുള്ളത് എന്നാണ് പറഞ്ഞത്. അത് നിങ്ങൾ അംഗീകരിക്കുന്നുവോ? ഇതുപോലെ ആദ്യം പറഞ്ഞ ദുആഇന്റെ അർത്ഥം എന്ത് എന്ന് നിങ്ങൾ വിശദീകരിച്ചിട്ടില്ല. വല്ലാഹു പിന്നെ നവവി ഇമാമിന്റെ ഇബാറത്ത് വായിച്ചിട്ട് ഞങ്ങളാണോ അർത്ഥം പറയേണ്ടത്? ഞങ്ങളുടെ ചോദ്യത്തിന് നിങ്ങൾ പറഞ്ഞ ഉദ്ധരണിയിൽ ശിർക്കാണെന്ന് പറഞ്ഞ ഭാഗം ഒന്ന് നിങ്ങൾ അർത്ഥം വെച്ച് തരൂ. ഞങ്ങൾ നോക്കിയിട്ട് കാണുന്നില്ല അതില്. ഞങ്ങളല്ല ആര് നോക്കിയാലും കാണൂല അതില്. ശിർക്കാണെന്ന് റാസി ഇമാം പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇമാം നവവിയുടെ മേൽ നിങ്ങൾ കള്ളം പറഞ്ഞു. അതൊന്നും ഇങ്ങോട്ട് പറയൂ. ഏത് ഇബാറത്തിന്റെ അർത്ഥമാണ് ഷിർക്കാകുന്നു എന്നതിന് ഏതാണ് അവിടെയുള്ള ഇബാറത്ത്? അത് ഇതുവരെ ഞങ്ങളുടെ ഓരോറ്റ ചോദ്യത്തിനെയും തൊടാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. എന്നാൽ മഹാനായ ഒരു മനുഷ്യൻ മുന്നിലുണ്ടെങ്കിൽ അദ്ദേഹത്തോട് എനിക്ക് എന്റെ നാട്ടിൽ നിന്ന് ഇത് പെട്ടെന്നൊന്ന് കൊണ്ടുവന്ന് തരുമോ എന്ന് നമ്മൾ ആവശ്യപ്പെട്ടാൽ, നാം ചോദിച്ചാൽ, നാം അപേക്ഷിച്ചാൽ അത് ഷിർക്കല്ല എന്ന് നിങ്ങൾ സമ്മതിക്കുന്ന രൂപത്തിലാണ് നിങ്ങൾ സംസാരിച്ചത്. എന്നാൽ അത് അദ്ദേഹം ഞാൻ കൊണ്ടുവന്ന് തരാം എന്ന് പറയുമ്പോഴും ഷിർക്കല്ല എന്ന് നിങ്ങൾ പറയുന്നു. എങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ബഹുമാനപ്പെട്ട മഹാന്മാനായ ഒരാൾ ഇവിടെ ഇരിക്കുമ്പോൾ ചോദിച്ചാൽ ഷിർക്കല്ലെങ്കിൽ ആര് ഇവിടെ എനിക്ക് കാണുന്നില്ല. സാധനം പെട്ടെന്ന് എനിക്ക് കിട്ടണം. ഞാൻ മദീനയിലാണ്, റൗളാ ഷരീഫിൽ ചെന്നുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട്, നബി തങ്ങളെ എനിക്കിങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട്, അവിടെ നിന്ന് അതൊന്ന് സഹായിക്കണം, ഒന്ന് കൊണ്ടുവന്ന് തരണം എന്ന് പറഞ്ഞാൽ ഇവിടെ ശിർക്കല്ലാത്തത് അവിടെ ശിർക്കാകുമോ? ആകുമെങ്കിൽ എന്താണ് കാരണം? എന്തുകൊണ്ട് ശിർക്കാകുന്നു? അഭൗതിക രൂപത്തിലുള്ള സഹായമാണ് നമ്മൾ ചോദിച്ചത്. അത് ജീവിച്ചിരിക്കുന്നവരോട് ചോദിച്ചപ്പോൾ ശിർക്കല്ല എങ്കിൽ, ഖുർആൻ വ്യക്തമായി നമുക്ക് അങ്ങനെ സഹായം ചോദിക്കാൻ പഠിപ്പിച്ചു തന്നതാണെങ്കിൽ, ആ ചോദ്യം വഫാത്തായിട്ടുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കേൾക്കുമല്ലോ. അതിലിപ്പോ നമുക്ക് തർക്കമില്ലല്ലോ. അവിടെ മുന്നിൽ ചെന്ന് നിന്നുകൊണ്ടാ ചോദിക്കുന്നത്. നബി തങ്ങളെ അവിടുന്ന് കൊണ്ടുവരുന്നവൻ അത് ഭൗതിക കാരണമായാലും അഭൗതിക കാരണമായാലും അതിന് കഴിവ് തരുന്നവൻ അള്ളാഹുവാണ്. യാതൊരു സംശയവും അതിലില്ല. അത് പക്ഷെ കാരണമാകാം റസൂലുള്ളാഹ്. ആ റസൂലുള്ളാഹി ഖബറില് മഹാന്മാരായ അമ്പിയാക്കള് നിസ്കരിക്കുന്നു എന്നും ദുആ ചെയ്യുന്നു എന്നൊക്കെ സ്ഥിരപ്പെട്ടുള്ള കാര്യമാണ്. അവർ ദുആ ചെയ്തോട്ടെ, എന്തോ ആവട്ടെ, അവർ അവിടെ നിന്ന് വന്ന് തരുമോ? ആ വിഷയത്തിൽ എന്നെ സഹായിക്കുമോ
എന്ന് പറഞ്ഞാൽ അത് ശിർക്കാകുമോ? ആകുമെങ്കിൽ എന്തുകൊണ്ട്? അടുത്ത ചോദ്യമാണ്. ഈ ചോദ്യങ്ങൾക്ക് മുഴുവനും കൃത്യമായ മറുപടി 1 മുതൽ 7 ചോദ്യം അവശേഷിക്കുന്നു. തൊടാൻ കഴിഞ്ഞിട്ടില്ല. സാധിക്കുമെങ്കിൽ പറയുക. 6 ചോദ്യങ്ങൾക്ക് കൃത്യമായി മറുപടി പറയണം.